സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥിനികളെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, UAE കക്കാട് മഹല്ല് കൂട്ടായ്മയുടെ അംഗങ്ങളെ, പ്രിയപ്പെട്ട സീഡ് ഭാരവാഹികളെ, ക്ഷേമാനുഗ്രഹങ്ങൾ എന്നിലും നിങ്ങളിലും സദാ വർഷിക്കട്ടെ എന്ന് ആദ്യമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. UAE കക്കാട് മഹല്ല് കൂട്ടായ്മയുടെ സംരംഭമായ കക്കാട് മഹല്ലിന് കീഴിൽ തുടങ്ങിയ വിദ്യാഭ്യാസ തൊഴിൽ ശാക്തീകരണ പ്രസ്ഥാനമായ സപ്പോർട്ട് ഫോർ എഡ്യൂക്കേഷണൽ എംപവർമെന്റ് ആൻഡ് ഡെവലപ്മെന്റ്, അതായത് സീഡ് എന്ന സംഘടനയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന പ്രഥമ ഓൺലൈൻ പരിപാടിയാണ് ഇന്നിവിടെ ആരംഭിക്കാൻ പോകുന്നത്. എങ്ങനെയാണ് വിദ്യാഭ്യാസ തൊഴിൽ രംഗത്ത് യുവസമൂഹങ്ങൾക്ക് മാർഗനിർദ്ദേശം നൽകുക എന്നത് സീഡിന്റെ ആത്യന്തിക ലക്ഷ്യങ്ങളിൽ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ അടിസ്ഥാന വിദ്യാഭ്യാസ തൊഴിൽ മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള വിവിധ പ്രവർത്തനങ്ങളുടെ ശാക്തീകരണമാണ് സീഡ് ലക്ഷ്യം വെക്കുന്നത്. കക്കാട് മഹല്ലിന് കീഴിലുള്ള ജനങ്ങളുടെ ഉന്നമനത്തിനാണ് ഈ സംഘടന രൂപീകൃതമായതെങ്കിലും ജാതിമത ഭേദമന്യേ എല്ലാ പ്രദേശത്തെ ജനങ്ങൾക്കും സീഡിന്റെ ഗുണഫലങ്ങൾ എത്തിച്ചു നൽകുക, അവരെ വിദ്യാഭ്യാസപരമായും തൊഴിൽപരമായും ശാക്തീകരിക്കുക എന്നത് സീഡിന്റെ ലക്ഷ്യമാണ്. രാജ്യത്തുള്ള വിദ്യാഭ്യാസ സ്കോളർഷിപ്പുകളെക്കുറിച്ച് കുട്ടികളിലും രക്ഷിതാക്കളിലും അവബോധം സൃഷ്ടിക്കുക, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ്, ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയ രാജ്യത്തെ ഉന്നത സ്ഥാപനങ്ങളിലേക്ക് കുട്ടികളെ എത്തിക്കാനുള്ള ട്രെയിനിങ്ങുകൾ നൽകുക, PSC, UPSC പോലുള്ള മത്സര പരീക്ഷകൾക്ക് ട്രെയിനിങ്ങുകൾ നൽകുക, അതുവഴി IAS, IPS, IFS, കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് തുടങ്ങിയ ഉന്നത തൊഴിൽ മേഖലയിലേക്ക് കുട്ടികളെ വളർത്തിയെടുക്കാൻ സഹായിക്കുക, തൊഴിൽ നഷ്ടപ്പെട്ടവർക്ക് തൊഴിൽ കണ്ടെത്താൻ സഹായിക്കുക, ഗൾഫ് മേഖലകളിലുള്ളവർക്കും പഠനം പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നവർക്കും വിദൂര വിദ്യാഭ്യാസ മേഖലയെ ഉപയോഗപ്പെടുത്തി ശാക്തീകരണ പ്രവർത്തനങ്ങൾ നടത്തുക തുടങ്ങിയ ഒട്ടനേകം മേഖലകൾ സീഡിന്റെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നവയാണ്. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് വരാം. ഈ വർഷത്തെ പ്രഥമ ഓൺലൈൻ പരിപാടിയായ കരിയർ ഗൈഡൻസ് ക്ലാസുകളുടെ ഔദ്യോഗിക ഉദ്ഘാടനം UKMKയുടെ പ്രസിഡന്റും നമ്മുടെ മഹല്ലിലെ വിദ്യാഭ്യാസ സാമൂഹിക മേഖലകളിൽ നിറഞ്ഞു നിൽക്കുന്ന VC ഇസ്മായിൽ സാഹിബാണ് നിർവഹിക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ US ബേസ്ഡ് കമ്പനിയായ ജോൺസൺ കൺട്രോൾസിന്റെ ഫൈനാൻസ് ആൻഡ് ഓപ്പറേഷൻസ് മാനേജറാണ്. അദ്ദേഹം ഇപ്പോൾ UAEയിൽ നിന്നും നമ്മോടൊപ്പം ചേരുന്നു. ഉദ്ഘാടന കർമ്മത്തിനായി അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. 12 ക്ലാസ്സിൽ പാസ്സായ കുട്ടികളും അതുപോലെ അവരുടെ രക്ഷിതാക്കളും അതുപോലെ അവരെ ബന്ധപ്പെട്ടവരുമാണ് ഈ മീറ്റിങ്ങിലുള്ളത്. ഇവിടെ ഇപ്പൊ ഞാൻ 35 ആൾക്കാർ പാർട്ടിസിപ്പന്റ് ആയിട്ട് കണ്ടു. അതിലിപ്പം എത്ര ആൾക്കാരാണ്, കുട്ടികൾ എത്ര രക്ഷിതാക്കളുണ്ട് എന്നുള്ളത് വ്യക്തമായിട്ട് അറിയില്ല. എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് 12ാം ക്ലാസ്സിനേക്കാളും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 10ാം ക്ലാസ് കുട്ടികളാണ്. കാരണം 10ാം ക്ലാസ് കുട്ടികൾ ഇപ്പൊ എന്താ കണ്ടുവരുന്ന പറഞ്ഞാല് 10th കഴിഞ്ഞ ഉടനെ തന്നെ അവര് വലിയ ആവേശത്തിൽ എല്ലാവരും സയൻസും മാത്സും ഒക്കെ എടുത്ത ആവേശത്തില് പിന്നെ 10th 2 വർഷം പഠിച്ചതിന് ശേഷമാണ് അവർക്ക് പലപ്പോഴും കാര്യബോധം ഉണ്ടായി അവര് വീണ്ടും കോമേഴ്സ് പോലത്തെ മറ്റുള്ള വിഷയങ്ങളിലേക്ക് മാറാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അതൊരു പക്ഷെ അവർക്ക് കുറെ ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ അവര് ഉദ്ദേശിച്ച രീതിയിൽ ഈ ഡിഗ്രി തലങ്ങളിൽ മാർക്ക് കിട്ടാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പം ശരിയായ ഒരു ബോധം 10ാം ക്ലാസ്സിൽ നിന്ന് വെച്ച് 10 കഴിഞ്ഞ ഉടനെ തന്നെ ഒരു തീരുമാനം എടുക്കുന്ന ആ ഒരു ഘട്ടത്തിൽ തന്നെ രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കുക. നമ്മളിപ്പോ പരമ്പരാഗതമായിട്ട് എഞ്ചിനീയർമാർ അല്ലെങ്കിൽ ഡോക്ടർമാർ, ഈ 2 കാര്യങ്ങളാണ് എല്ലാ രക്ഷിതാക്കളും അവരെ മക്കളാകാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ അതൊന്നും അല്ല ലോകം വളരെ ഇപ്പൊ മാറിയിരിക്കുകയാണ്. ഈ 2 കാര്യം വെച്ച് നമ്മുടെ ഈ കോമേഴ്സ് ആയാലും ഹ്യൂമാനിറ്റീസ് അതുപോലത്തെ സ്റ്റഡീസിലും എല്ലാ മേഖലകളിലും ഇപ്പം വളരെ നല്ല സാധ്യതകളും എല്ലാം ഉണ്ട്. അപ്പൊ ആ കാര്യങ്ങൾ ഇപ്പൊ പണ്ടൊക്കെ നടന്നു വരുന്ന കഴിഞ്ഞാല് ഈ മെഡിസിനും അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് സീറ്റ് കിട്ടാത്തവരാണ് ഈ കോമേഴ്സ് കാര്യങ്ങളിലേക്ക് പോകുന്നത്. പക്ഷെ അത് ആ തെറ്റായ ധാരണ നമ്മുടെ മുൻനിരയിലുള്ള ഈ പ്രവർത്തകര് മാറ്റിയെടുക്കണം. അതിനുള്ള ശ്രമം വേണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കൂടുതലായൊന്നും ഞാൻ സംസാരിക്കുന്നില്ല. നമ്മുടെ ഈ സംരംഭത്തിൽ നമ്മൾ ക്ഷണം സ്വീകരിച്ച് ഇവിടെ നമുക്ക് വേണ്ടി ട്രെയിനിങ് തരുന്ന ട്രെയിനേഴ്സ്, അതുപോലെ ഇതിൽ ജോയിൻ ചെയ്തിരിക്കുന്ന രക്ഷിതാക്കൾ, കുട്ടികൾ, ഇതിന്റെ സംഘാടനം, എല്ലാവർക്കും എല്ലാ ആശംസകളും നേരുന്നു. ഈ ഒരു സംരംഭം വളരെ വിജയത്തിലെത്തട്ടെ. നമ്മൾ പ്രതീക്ഷിച്ച അത്ര പാർട്ടിസിപ്പൻസ് ഇല്ല, പക്ഷെ ഇതൊരു തുടക്കം എന്ന രീതിയിൽ വീണ്ടും നമ്മുടെ ഈ പ്രവർത്തനം വളരെ ശക്തമായി നടത്തി നമ്മുടെ സമൂഹത്തിനു വേണ്ടിയിട്ട് നല്ല നിലയുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ സീഡിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരുപക്ഷെ ഞാനിപ്പം കുറച്ച് സമയം കഴിയുമ്പോൾ ഈ മീറ്റിംഗിൽ നിന്ന് ലീവ് ചെയ്യും. കാരണം എനിക്ക് ഡ്യൂട്ടി ഉണ്ട്, ജോയിൻ ചെയ്യാൻ
ഡ്യൂട്ടി ഉള്ളത് കൊണ്ട് ഇൻഷാ അല്ലാഹ് എല്ലാവിധ ആശംസകളും നേരുന്നു. പടച്ചവന്റെ നാമത്തിൽ ഈ ഒരു സംരംഭം ഉദ്ഘാടനയായി പ്രഖ്യാപിക്കുന്നു. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. അടുത്തതായിട്ട് പിന്നെ നമ്മുടെ കാര്യത്തിലേക്ക് വരാം. ഇന്നത്തെ പ്രോഗ്രാം ലീഡ് ചെയ്യുന്നത് നമ്മുടെ രണ്ട് ആൾക്കാരാണ്. ഒന്ന് റമീസ് പാറാൽ, അദ്ദേഹം സിജിയുടെ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ആണ്. പിന്നെ പ്രമുഖ കാരിയർ കൗൺസിലറാണ്. അതുപോലെ ആഷിഫ് പുഴക്കല് മറ്റൊരു സിജി കാരിയർ കൗൺസിലറാണ്. അതുകൂടാതെ കാരിയർ ഹെഡ് കൂടിയാണ് അദ്ദേഹം. പിന്നെ സ്റ്റേറ്റ് റിസോഴ്സ് പേഴ്സൺ കൂടിയാണ് കാരിയർ കൗൺസിലിങ്ങിന്റെ. അപ്പോ അവർ രണ്ടുപേരെയും ഞാൻ ഇതിലേക്ക് ക്ഷണിക്കുകയാണ്. ഇനി ഞാൻ കൺട്രോൾ അവരിലേക്ക് കൊടുക്കുകയാണ്. ബാക്കി കാര്യങ്ങൾ ഇനി അങ്ങോട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവർ രണ്ടുപേര് കൂടി കൈകാര്യം ചെയ്തതാണ്. നമുക്ക് ഈ കോവിഡ്-19 പശ്ചാത്തലത്തില് നമ്മുടെ റിസൾട്ടും അതുപോലെ തന്നെ അലോട്ട്മെന്റ് പ്രോസസ്സും എല്ലാം ഡിലേ ആയിരിക്കുകയാണ്. പക്ഷേ നമ്മുടെ സർക്കാരും ആരോഗ്യ പ്രവർത്തകരും പോലീസും ഒക്കെ പറയുന്നത് പോലെ തന്നെ നമുക്ക് ഭീതിയല്ല, ജാഗ്രതയാണ് വേണ്ടത്. ഒരുപക്ഷെ ചില രക്ഷിതാക്കളും കുട്ടികളും ആശങ്കയിലാണ്. ഇനി എന്ത് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ മാർക്ക് അവരുടെ ഇരിക്കുകയാണ്. ആ ഒരു ഭീതി അകറ്റാൻ വേണ്ടിയിട്ടും നയിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഏതായാലും സീഡിന്റെ പ്രവർത്തകർക്ക് ഞങ്ങളുടെ എല്ലാവിധ ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഈ സെഷൻ ഞങ്ങൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് 10th കഴിഞ്ഞ് പോകുന്ന കുട്ടികൾക്ക് ഹയർ സെക്കൻഡറിയും അതോടൊപ്പം തന്നെ അതിനുശേഷം വരാവുന്ന VHSC അതുപോലെ ഡിപ്ലോമ പോളിടെക്നിക് പോലെയുള്ള തൊഴിലധിഷ്ഠിത മേഖലയിലേക്ക് പോകാനുള്ള കരിയർ ഗൈഡൻസ് എന്നുള്ളതിൽ ആദ്യ ഭാഗവും, രണ്ടാം ഭാഗം എന്നുള്ളതിൽ +2 കഴിഞ്ഞ 3 സ്ട്രീമിലെയും കുട്ടികൾക്ക് സയൻസ് കുട്ടികളുടെ ഇനി അങ്ങോട്ടുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ്, കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് എടുത്തു കഴിഞ്ഞാൽ ഇനി അങ്ങോട്ടേക്കുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ്, ആ രീതിയിലാണ് സെഷൻസ് നമ്മൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. അപ്പൊ ആദ്യം നമ്മൾ 10th കഴിഞ്ഞ കുട്ടികൾക്ക് ഹയർ സെക്കൻഡറിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്ലാസ് ആണ്, കരിയർ ഗൈഡൻസ് ക്ലാസ് ആണ് ഇവിടെ കൈകാര്യം ചെയ്യുന്നത്. അതിനുശേഷം റമീസ് സാർ നമ്മുടെ തൊഴിലധിഷ്ഠിത മേഖലയായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നതായിരിക്കും. ഇപ്പോൾ ഈ സ്ക്രീൻ നമുക്കറിയാം, നമ്മുടെ കേരള SSLCയും അതുപോലെ തന്നെ CBSEന്റെ ഒക്കെ റിസൾട്ട് വന്നു കഴിഞ്ഞു. നിലവിൽ നമ്മുടെ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾക്ക് കുറേയൊക്കെ കുട്ടികൾ ആശങ്കയിലാണ്. പ്രത്യേകിച്ച് ഈ ഏകജാലക പ്രവേശനം കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ അക്ഷയ കേന്ദ്രങ്ങളിലും മറ്റ് കാര്യങ്ങളിലൊക്കെ പോയി ചെയ്ത് പ്രിന്റ് ഔട്ട് സ്കൂളിൽ സമർപ്പിച്ചു. ഈ സമയമാകുമ്പോഴത്തേക്കും ക്ലാസ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ വർഷം ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചു കഴിഞ്ഞു, ഡിലേ വന്നിട്ടുണ്ട്. ഏതായാലും ആ ഡിലേ എന്ന് പറയുന്നത് ലോകത്താകമാനമുള്ളതാണ്. കോവിഡ് എന്ന് പറയുന്ന ഒരു പാൻഡമിക് സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ അതിനൊക്കെ നമ്മൾ തരണം ചെയ്ത് മുന്നോട്ട് പോകും. നമ്മുടെ ഹയർ സെക്കൻഡറി ഇന്നോ നാളെയായി നോട്ടിഫിക്കേഷൻ വരും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ 24-ന് ഓൺലൈൻ ആപ്ലിക്കേഷന് വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റീസ് ഓൺലൈൻ ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് 24 മുതൽ ഈ ജൂലൈ 24 മുതൽ തുടങ്ങുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ആ കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ നമുക്കറിയാം, ഓൺലൈൻ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. മറ്റൊരാളുടെ സഹായം ഇല്ലാതെ ചെയ്യാൻ വേണ്ടി പറ്റുന്നത് തന്നെയാണ്. അതിന്റെ വെബ്സൈറ്റ് ആണ് www.hscap.kerala.gov.in എന്നുള്ളത്. ഹയർ സെക്കൻഡറിയിൽ 46 കോഴ്സുകളാണുള്ളത്. അതിൽ 10 എണ്ണം സയൻസ് കോഴ്സാണ്. സയൻസ് കോഴ്സിൽ തന്നെ 3 എണ്ണം മാത്സ് ഇല്ലാത്ത കോഴ്സുകളുണ്ട്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഈ വർഷം CBSEയിൽ കാതലായിട്ടുള്ള മാറ്റം 10ാം ക്ലാസ്സിൽ വന്നിട്ടുണ്ടായിരുന്നു. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാത്സിനെ സ്പ്ലിറ്റ് ചെയ്ത് ബേസിക് എന്നും സ്റ്റാൻഡേർഡ് എന്നും 2ആയി തരംതിരിച്ചിട്ടുണ്ട്. മാത്സ് സ്റ്റാൻഡേർഡ് പഠിച്ച കുട്ടികൾക്ക് മാത്രമേ ഹയർ സ്റ്റഡീസിന് പോകുന്ന സമയത്ത് സയൻസ് ഗ്രൂപ്പിൽ മാത്സ് കോമ്പിനേഷനുള്ള സയൻസ് എടുക്കാൻ വേണ്ടി പറ്റും. ബേസിക് എടുത്ത കുട്ടിയാണെങ്കിൽ ഹയർ സ്റ്റഡീസിന് പോകുന്ന സമയത്ത് മാത്സ് കോമ്പിനേഷൻ ഇല്ലാത്ത സയൻസ് ഗ്രൂപ്പാണ് എടുക്കാൻ വേണ്ടി സാധിക്കുക. ഉദാഹരണത്തിന്, ഒരു കുട്ടി ബേസിക് ആണ് പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ ഓൺലൈൻ ആപ്ലിക്കേഷന്റെ സമയത്ത് തന്നെ കുട്ടിയുടെ ഓപ്ഷൻ കൊടുക്കുന്ന സമയത്ത് ബേസിക് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് കുട്ടിക്ക് നമ്മുടെ അവസാനം ഓപ്ഷൻ കൊടുക്കുന്നത് ഏതൊക്കെ സ്കൂളിലാണ് കോമ്പിനേഷൻ അത് കൊടുക്കുന്ന സമയത്ത് സയൻസ് മാത്സ് കോമ്പിനേഷൻ അതിൽ കാണാൻ വേണ്ടി കഴിയില്ല. പിന്നെ ആ കുട്ടിക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുന്നത് മാത്സ് ഇല്ലാത്ത 3 സയൻസ് കോമ്പിനേഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഹോം സയൻസ്, സൈക്കോളജി പോലെയുള്ള ആ
ഏതെങ്കിലും ഒരു കോമ്പിനേഷൻ കൊടുക്കാം, അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസോ കൊമേഴ്സോ കൊടുക്കേണ്ടതായിട്ട് വരും. സ്റ്റാൻഡേർഡ് സയൻസ് പഠിച്ച കുട്ടിയൊക്കെ ആണെങ്കിൽ എല്ലാ കോമ്പിനേഷനിലേക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അതാണ് ഈ വർഷത്തെ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയിൽ ഓൺലൈൻ ആപ്ലിക്കേഷനിൽ കൊണ്ടുവന്നിരിക്കുന്ന മാറ്റം. ഇത് ഡിപ്പാർട്ട്മെന്റ് പുറത്ത് ഔദ്യോഗികമായി അറിയിക്കാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ ഔദ്യോഗികമായി ഏതായാലും അടുത്ത് തന്നെ വരും. ഇത് ഞങ്ങൾക്കുള്ള സ്റ്റേറ്റ് റിസോഴ്സ് പേഴ്സൺസിനുള്ള മീറ്റിംഗിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളോട് പറയുകയാണ്. അതോടൊപ്പം മറ്റൊരു കാര്യം കൂട്ടിച്ചേർക്കാനുള്ളത്, കഴിഞ്ഞ വർഷം നമ്മളൊക്കെ കുട്ടികളൊക്കെ ചെയ്തത് അല്ലെങ്കിൽ രക്ഷിതാക്കളൊക്കെ ചെയ്തത് ഇതിന്റെ പ്രിന്റ് ഔട്ട് അവിടെ സ്കൂളിൽ കൊണ്ട് ഏൽപ്പിക്കുന്ന ഒരു പരിപാടിയായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. അത് മാറി ഈ വർഷം ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് വരികയാണെല്ലാം. അതുകൊണ്ട് തന്നെ കുട്ടികൾ പേയ്മെന്റും അവസാനം നമ്മൾ ഫോം വെരിഫൈ ചെയ്തതിനു ശേഷം പേയ്മെന്റിന് വേണ്ടിയിട്ട് ഓപ്ഷൻസ് ഉണ്ട്. ഓൺലൈൻ പേയ്മെന്റ് ആവാം, അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ആവാം. അപ്പൊ ഈ ട്രഷറി വഴിയാണ് ഈ വർഷത്തെ പേയ്മെന്റ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ പേയ്മെന്റ് നടത്തി കഴിഞ്ഞാൽ ഏതെങ്കിലും ബോണസ് പോയിന്റ് ഉണ്ടെങ്കിൽ, കുട്ടി അപ്ലൈ ചെയ്യുന്ന സമയത്ത് ബോണസ് പോയിന്റ് ഉണ്ടെങ്കിൽ ആ ബോണസ് പോയിന്റിന് വേണ്ടിയിട്ട് സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതുണ്ട്. അതിപ്പോ NCCയോ ഗൈഡ്സോ സ്പോർട്സോ ആർട്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, നീന്തലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ കോപ്പി സ്കൂളിൽ ഒരു ബോക്സ് നിക്ഷേപിച്ചിട്ടുണ്ടാവും. അവിടെ കൊണ്ടുപോയിട്ട് ഇടേണ്ടതാണ്, ഈ പ്രിന്റ് ഔട്ടിന്റെ കോപ്പി ഉൾപ്പെടെ. അല്ല എങ്കിൽ മറ്റ് സർട്ടിഫിക്കറ്റ്സ് ബോണസ് പോയിന്റിന് ഒന്നും ഇല്ല എങ്കിൽ പ്രിന്റ് ഔട്ട് സ്കൂളിൽ സമർപ്പിക്കേണ്ട ആവശ്യം ഈ വർഷം മുതൽ ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് എല്ലാം മാറുകയാണ്. പേയ്മെന്റ് അടക്കം ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് മാറുകയാണ്. പ്രത്യേകിച്ച് ഹയർ സെക്കൻഡറി മേഖലയെ പറഞ്ഞ സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞു 10 കോമ്പിനേഷൻ എന്ന് പറയുന്നത് നമ്മുടെ സയൻസ് മേഖലയുമായി ബന്ധപ്പെട്ടുള്ളതാണ്. 4 കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ കൊമേഴ്സ് മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. മറ്റ് 32 കോമ്പിനേഷൻസ്, 46 കോമ്പിനേഷൻസിൽ 32 ഹ്യൂമാനിറ്റീസ് മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അതിൽ തന്നെ ഹ്യൂമാനിറ്റീസ് മേഖലയിൽ പുതിയ ഒരുപാട് കോമ്പിനേഷൻസ് ഇപ്പോൾ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. സാധാരണ നമ്മൾ ഹിസ്റ്ററി, ഇക്കണോമിക്സ്, പൊളിറ്റിക്സ് പറയുന്നതോടൊപ്പം തന്നെ പുതിയ കോമ്പിനേഷൻസ് പ്രധാനമായും വന്നിരിക്കുന്നത് ഒന്ന് നമ്മുടെ ജേർണലിസമാണ്. അതുപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്സ് വന്നിട്ടുണ്ട്. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, ഹ്യൂമാനിറ്റീസ് കുട്ടികൾക്ക് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ പഠിക്കാനുള്ള അവസരമുണ്ട്. കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ഉണ്ട്, സൈക്കോളജി ഉണ്ട്. അത്തരത്തിലുള്ള ഓപ്ഷൻസ് കോമ്പിനേഷന് വേണ്ടിയിട്ടുള്ള അവസരമുണ്ട്. പിന്നെ നമുക്ക് കണ്ണൂർ ജില്ലയിൽ ഗവൺമെന്റ് എയ്ഡഡ് 144 സ്കൂളുകളാണ് ഉള്ളത്. അതിൽ തന്നെ ഒരു സ്കൂൾ റെസിഡൻഷ്യൽ പട്ടുവമാണ്, മറ്റൊരു സ്പെഷ്യൽ സ്കൂളുണ്ട്, അൺഎയ്ഡഡ് 26. അങ്ങനെ 170 സ്കൂളുകളാണ് ഹയർ സെക്കൻഡറിയിൽ +1 പ്രവേശനത്തിന് വേണ്ടിയിട്ടുള്ളത്. CBSE ഞാൻ നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഈ വർഷം മാത്സ് ബേസിക്കും സ്റ്റാൻഡേർഡും ആയതുകൊണ്ടുള്ള ഒരു ഇതുണ്ട്. സ്ക്രീൻ എന്തോ ഒരു പ്രശ്നം വരുന്നുണ്ട്. നമുക്ക് ഏകദേശം 30,000 സീറ്റാണ് ഗവൺമെന്റിലുള്ളത്. അപ്പോൾ അതിൽ തന്നെ കേരള CBSE കുട്ടികളും അതുപോലെ തന്നെ മറ്റു കുട്ടികളൊക്കെ ICSE ഒക്കെ വരുന്ന സമയത്ത് ഒരുപാട് കുട്ടികൾ പുറമേ അഡ്മിഷൻ കിട്ടാതെ വരാനൊരു സാധ്യതയുണ്ട്. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ സീറ്റ് വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള അലോട്ട്മെന്റ് കൂടിയായിരിക്കും ഈ വർഷം ഉണ്ടാവുക എന്ന് ഒരു കാര്യം കൂടി അവർ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന്റെ വിശദ വിവരങ്ങൾ ഔദ്യോഗികമായി തന്നെ അറിയിക്കുന്നതായിരിക്കും. അപ്പൊ കുട്ടികൾ ഓൺലൈൻ ആപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ 24 മുതൽ ഓൺലൈൻ ആപ്ലിക്കേഷൻ തുടങ്ങുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ ആധാർ കാർഡ് മാൻഡേറ്ററി അല്ല, നിർബന്ധമല്ല, പക്ഷെ എന്നാലും ഭാവിയിൽ ആധാർ കാർഡ് എന്തായാലും സ്കൂളിൽ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ആധാർ കാർഡിന്റെ കാര്യം ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങളുടെ ഫോൺ നമ്പർ, ഗ്രേസ് മാർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ NCC, സ്കൗട്ട്, രാജ്യപുരസ്കാർ പോലെയുള്ള സ്വിമ്മിങ് ജില്ലാ സ്പോർട്സ് കൗൺസിലിന്റെ സർട്ടിഫിക്കറ്റ് 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടി തന്നെ ആയിരിക്കണം. ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 ഗ്രേഡ് പോയിന്റിനുള്ള അർഹതയുണ്ട്. അത്തരത്തിലുള്ള ഗ്രേസ് മാർക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രം അതിന്റെ കോപ്പി നിങ്ങൾ സ്കൂളിൽ വെച്ചിരിക്കുന്ന ബോക്സിൽ നിക്ഷേപിക്കണം. അല്ല എങ്കിൽ എല്ലാം ഓൺലൈൻ രീതിയിലേക്കാണ് മാറുന്നത്. അപ്പോൾ സെയിം ജില്ലയായാലും പഞ്ചായത്തായാലും പിന്നെ അതുപോലെ തന്നെ ടൈ വന്നു കഴിഞ്ഞാൽ, ഒരേ മാർക്ക് വന്നു കഴിഞ്ഞാൽ ക്ലബ് സർട്ടിഫിക്കറ്റ് കൂടി ഹാജരാക്കേണ്ടതായിട്ട് വരും. അപ്പം അങ്ങനെ എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രം സ്കൂളിൽ നിക്ഷേപിക്കുക, അല്ലെങ്കിൽ മുഴുവനായിട്ടും ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് ഈ വർഷം മാറുകയാണ്. അതുകൊണ്ട് തന്നെ കുട്ടികളോട് പ്രത്യേകിച്ച് പറയാനുള്ളത്, രക്ഷിതാക്കളോട് 10ാം ക്ലാസ് കഴിഞ്ഞ രക്ഷിതാക്കളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് ഇത് വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അക്ഷയ കേന്ദ്രത്തിലോ അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രത്തിൽ പോകണമെന്നല്ല ഞാൻ പറയുന്നത്. മറ്റ് നമ്മൾ നേരത്തെ സർക്കാർ ഒക്കെ പറയുന്ന പോലെ തന്നെ സാമൂഹ്യ അകലം പാലിച്ചുകൊണ്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. കൂട്ടമായിട്ടുള്ള ഇതൊന്നും അതിനൊന്നും ആവശ്യമില്ല. 1ാം അലോട്ട്മെന്റ് വരുന്നത് ഓഗസ്റ്റ് 16 ഫസ്റ്റ് അലോട്ട്മെന്റ് വരിക. അതിനുമുമ്പ് ട്രയൽ ഉണ്ടാവും. മിക്കവാറും ഓഗസ്റ്റ് 18 19 സെക്കൻഡ് അലോട്ട്മെന്റ് വരിക. എന്റെ സ്ക്രീനിൽ ആരോ വരച്ച് കളിക്കുന്നുണ്ട്. ആരോ ദയവ് ചെയ്ത് ഒന്ന് ആ മൗസ് മാറ്റി കഴിഞ്ഞാൽ സ്ക്രീനിലേക്ക് വരുന്നുണ്ട്. അത് ആരുടെ ഭാഗത്തുനിന്ന് വരുന്നെന്ന് അറിയില്ല. എന്തായാലും എന്റെ ഭാഗത്തുനിന്നല്ല.
അതുകൊണ്ട് ആ കാര്യം കൂടി ഒന്ന് ശ്രദ്ധിക്കുക. ഇതാണ് ഹയർ സെക്കൻഡറി മേഖലയായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഹയർ സെക്കൻഡറിയിൽ 3 കോമ്പിനേഷൻസ് ഉള്ളത്. ഒന്ന് സയൻസ് ആണ്, മറ്റൊന്ന് കോമേഴ്സ് ആണ്, മറ്റൊന്ന് ഹ്യൂമാനിറ്റീസ് ആണ്. ഇതിന്റെ അനന്ത സാധ്യതകൾ എന്താണെന്നുള്ളത് 3 കോമ്പിനേഷനും എടുത്തു കഴിഞ്ഞാൽ പോകാൻ പറ്റുന്ന ഹയർ സ്റ്റഡീസ് മേഖല എന്നുള്ളത് ഇങ്ങനെയുള്ള സെഷൻസിൽ ഞങ്ങൾ വിശദമായി പറയുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഏകജാലക പ്രവേശനവുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് ഉണർത്താനുള്ളത്. ഇനി അതിനുശേഷം 10ാം ക്ലാസ്സിന് ശേഷം പോകേണ്ട മറ്റ് VHSC അതുപോലെ തന്നെ പോളിടെക്നിക് അങ്ങനെയുള്ള ഒരുപാട് കോഴ്സുകളുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ കരിയർ പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. എനിക്ക് തോന്നുന്നു ഈ സെഷൻ കഴിഞ്ഞതിന് ശേഷം കരിയർ പ്ലാനിങ്ങിലേക്കും കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് മേഖലയിലേക്കും വരാമെന്നാണ് അല്ലെ റമീസ് സാറേ? ഗുഡ് മോർണിംഗ്. നേരത്തെ ആഷിദ് സാറ് +1 അഡ്മിഷനായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സൂചിപ്പിച്ചത്. 10ാം ക്ലാസ് കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ വ്യാപകമായിട്ടുള്ളതാണ് ഹയർ സെക്കൻഡറി സ്കൂളുകൾ. അതേപോലെ തന്നെ ഹയർ ലെവൽ സ്റ്റഡീസിനൊക്കെ പോകുന്ന ആളുകൾ തീർച്ചയായും തിരഞ്ഞെടുക്കേണ്ടത് ഹയർ സെക്കൻഡറി കോഴ്സ് തന്നെയാണ്. ഇനി ഞാനിപ്പോൾ ഇവിടെ സൂചിപ്പിക്കാൻ പോകുന്നത് 10ാം ക്ലാസ് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഒരു തൊഴിലധിഷ്ഠിതമായിട്ടുള്ള കോഴ്സുകളിലേക്ക് പോകണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവും. ഹയർ സ്റ്റഡീസിനൊന്നും പോകാൻ താല്പര്യമില്ല. ഒരു 2 കൊല്ലോ അല്ലെങ്കിൽ ഒരു കൊല്ലം 3 കൊല്ലം ഒക്കെ പഠിച്ചിട്ട് ഒരു തൊഴിൽ മേഖലയിലേക്ക് പോകണം എന്ന് ആഗ്രഹിക്കുന്നവരാ തീർച്ചയായും അവർക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട ചില കോഴ്സുകളാണ് ഇവിടെ പരിചയപ്പെടുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് VHSC. നമുക്കറിയാം ഹയർ സെക്കൻഡറിന്റെ അതേ തുല്യമായിട്ടുള്ള കോഴ്സ് തന്നെയാണ്. അതോടൊപ്പം തന്നെ നമുക്കൊരു വൊക്കേഷണൽ സബ്ജക്റ്റ്, ഒരു തൊഴിലധിഷ്ഠിതമായിട്ടുള്ള ഒരു വിഷയം പഠിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ഇപ്പോൾ കണ്ണൂരിൽ തന്നെ നമുക്കറിയാം കണ്ണൂർ മുനിസിപ്പൽ ഹയർ സെക്കൻഡറി സ്കൂളുണ്ട്, VHSC ആണ്. അപ്പൊ അവിടെ സ്പോർട്സ് ആണ്, എഡ്യൂക്കേഷൻ ആണ്, ഫിസിക്കൽ എഡ്യൂക്കേഷൻ ആണ് ഒരു വൊക്കേഷണൽ സബ്ജക്ട്. അപ്പൊ അത്തരം കോഴ്സ് കഴിയുന്ന ആളുകൾക്ക് ഭാവിയിൽ ഫിസിക്കൽ എഡ്യൂക്കേഷന്റെ മേഖലയിലേക്ക് വരാം. ഇപ്പൊ ഒരു അഗ്രികൾച്ചർ കോഴ്സ് VHSCയിൽ പഠിക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായും ആ കോഴ്സ് കഴിഞ്ഞിട്ട് ആ കുട്ടിക്ക് വേണമെങ്കിൽ നാളെ അഗ്രികൾച്ചർ അസിസ്റ്റന്റ് ആയിട്ട് വരാം കൃഷി ഓഫീസിൽ. ആ രൂപത്തിൽ 35ഓളം വൊക്കേഷണൽ സബ്ജക്റ്റുകൾ വിവിധ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളുകളിലായിട്ട് കാണാൻ സാധിക്കും. അപ്പൊ ഇതിലെല്ലാം ഒരു ഗുണം നമുക്കൊന്ന് ഹയർ സെക്കൻഡറി കഴിഞ്ഞിട്ട് പോകാൻ പറ്റുന്നത് പോലെ തന്നെ എല്ലാ ഹയർ എഡ്യൂക്കേഷനും പോകാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഒരു തൊഴിൽ മേഖലയിലേക്ക് പ്രവേശിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് ആ ഒരു തൊഴിൽ മേഖലയിലേക്ക് വരാനും വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പഠനത്തിലൂടെ സാധിക്കുന്നതാണ്. മറ്റൊന്നുള്ളത് ഹയർ സെക്കൻഡറി കോഴ്സ് ഉള്ളത് IHRD നടത്തുന്ന ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളാണ്. ഇതും +2 ലെവലുള്ള കോഴ്സ് തന്നെയാണ്. പക്ഷെ ഇവിടെ 2 തരത്തിലുള്ള ഗ്രൂപ്പാണുള്ളത്, ഫിസിക്കൽ സയൻസ് ഗ്രൂപ്പും ഇന്റഗ്രേറ്റഡ് സയൻസ് ഗ്രൂപ്പും. ഇതിലുള്ള ഒരു പ്രത്യേകത ടെക്നിക്കൽ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഹയർ സെക്കൻഡറി കോഴ്സാണ്. ഇതിൽ പാർട്ട് 2 സാധാരണ ഇതിൽ നമ്മുടെ ഹയർ സെക്കൻഡറിയിൽ കാണുന്നത് സെക്കൻഡ് ലാംഗ്വേജ് ആണ്. അതിന് പകരം ഇവിടെ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് IT ആണ് വരുന്നത്. പിന്നെ 2 ഗ്രൂപ്പിലോ ഫസ്റ്റ് ഗ്രൂപ്പിൽ വരുന്നത് മാത്സും ഇലക്ട്രോണിക്സ് സിസ്റ്റം ആണ്. സെക്കൻഡ് ഗ്രൂപ്പിൽ വരുന്നത് മാത്സും ബയോളജി ഗ്രൂപ്പുമാണ്. അപ്പോൾ ഹയർ സെക്കൻഡറി കഴിഞ്ഞിട്ട് പോകാൻ പറ്റുന്ന എല്ലാ ടെക്നിക്കൽ കോഴ്സുകൾക്കും അതുപോലെ തന്നെ ഹയർ സ്റ്റഡീസിനും പോകാവുന്ന പ്രധാനപ്പെട്ട ഒരു ഹയർ സെക്കൻഡറി കോഴ്സാണ് ടെക്നിക്കൽ ഹയർ സെക്കൻഡറി കോഴ്സ്. ഇത് നമ്മുടെ ജില്ലയിലില്ല, കണ്ണൂർ ജില്ലയിലില്ല. അടുത്തുള്ളത് നമുക്ക് കോഴിക്കോട് ജില്ലയിലാണ്. പിന്നെ ഉള്ളത് ടെക്നിക്കൽ കോഴ്സിൽ താല്പര്യമുള്ള കുട്ടിയാണ്. 10ാം ക്ലാസ് കഴിഞ്ഞ് അധികമൊന്നും പഠിക്കാൻ താല്പര്യമില്ല, ഒരു 2-3 വർഷം പഠിച്ചിട്ട് പോകാൻ താല്പര്യമുള്ള ഒരു തൊഴിൽ മേഖലയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തിരഞ്ഞെടുക്കാവുന്നതാണ് നമുക്ക് പോളിടെക്നിക്. 3 കൊല്ലത്തെ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ കോഴ്സാണ് പോളിടെക്നിക്കിൽ കൊടുക്കുന്നത്. അതിൽ സിവിൽ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ഇങ്ങനെ വ്യത്യസ്തമായ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളിൽ 3 വർഷത്തെ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ കോഴ്സാണ്. അപ്പോൾ ഈ കോഴ്സ് കഴിയുന്നതിലൂടെ നമുക്ക് സ്വയം തൊഴിൽ മേഖലയിലേക്ക് വരാം. അതല്ലെങ്കിൽ പ്രൈവറ്റ് കമ്പനികളിൽ ടെക്നീഷ്യനായിട്ട് സൂപ്പർവൈസറായിട്ട് വരാം. പിന്നെ അതല്ലെങ്കിൽ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിൽ KSEB, PWD, റെയിൽവേ ഇങ്ങനെയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ, BSNL ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിലൊക്കെ ജൂനിയർ എഞ്ചിനീയർ ആയിട്ട് വരാനുള്ള അവസരങ്ങൾ, സാധ്യതകൾ ഇത്തരത്തിലുള്ള കോഴ്സുകൾ കഴിഞ്ഞാൽ. അപ്പൊ ഇതിന്റെ അപേക്ഷ വിളിച്ചിട്ടില്ല. ഈ വർഷത്തെ അപേക്ഷ മിക്കവാറും അടുത്ത് തന്നെ വിളിക്കും. നമുക്ക് കണ്ണൂർ ജില്ലയിൽ ഒന്ന് തോട്ടടയിലുണ്ട് പോളിടെക്നിക്, ഗവൺമെന്റ് പോളിടെക്നിക്. പിന്നെ ഒന്ന് മട്ടന്നൂർ ഗവൺമെന്റ് പോളിടെക്നിക് ഉണ്ട്. മറ്റൊന്നുള്ളത് നമുക്ക് പയ്യന്നൂർ വുമൻസ് റെസിഡൻഷ്യൽ പോളിടെക്നിക് ആണ്. ഈ 3 പോളിടെക്നിക്കാണ് നമുക്ക് ഗവൺമെന്റ് പോളിടെക്നിക് കണ്ണൂർ ജില്ലയിലുള്ളത്. വേറെ ഒന്നുള്ളത് നമുക്കറിയാം കല്യാശ്ശേരിയിൽ EK നായനാർ മെമ്മോറിയൽ മോഡൽ പോളിടെക്നിക്. മോഡൽ പോളിടെക്നിക് IHRDന്റെ അണ്ടറിൽ വരുന്നതാണ്. അതിന് വേറെ തന്നെയാണ് അപേക്ഷ വിളിക്കുക. മോഡൽ പോളിടെക്നിക് കണ്ണൂരിനടുത്ത് കല്യാശ്ശേരിയിൽ. അപ്പൊ ഇതും നമുക്ക് ഉപയോഗപ്പെടുത്താവുന്ന പോളിടെക്നിക്കുകൾ. 3 കൊല്ലം ഒരു എഞ്ചിനീയറിംഗ് ഡിപ്ലോമ കഴിഞ്ഞ് തൊഴിൽ മേഖലയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ തിരഞ്ഞെടുക്കാവുന്നതാണ്. മറ്റൊന്ന് ഇപ്പൊ 3 കൊല്ലം പഠിക്കാൻ കഴിയില്ല, 2 കൊല്ലം അല്ലെങ്കിൽ 1 കൊല്ലം പഠിച്ചിട്ട് ഒരു ടെക്നിക്കൽ കോഴ്സ് പഠിച്ചിട്ട് തൊഴിൽ മേഖലയിലേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ITI കോഴ്സ് തിരഞ്ഞെടുക്കാം.
ധാരാളം തൊഴിൽ സാധ്യതയുള്ള മേഖലയാണ്. ടെക്നിക്കൽ താല്പര്യമുള്ള കുട്ടികളാണെങ്കിൽ ITI കോഴ്സ് 1 കൊല്ലത്തെ കോഴ്സ് ഉണ്ട്, 2 കൊല്ലത്തെ കോഴ്സ് ഉണ്ട്. ഇപ്പോൾ വയർമാൻ ആവാം, ഇലക്ട്രീഷ്യൻ ആവാം, പ്ലംബർ ആവാം, അതേപോലെ തന്നെ AC മെക്കാനിക്ക്, ഫ്രിഡ്ജ് മെക്കാനിക്ക്, റെഫ്രിജറേഷൻ മെക്കാനിക്ക്, സിവിൽ ഡ്രാഫ്റ്റ്മാൻ, ഇലക്ട്രിക്കൽ ഡ്രാഫ്റ്റ്മാൻ, ഇങ്ങനെയുള്ള മെക്കാനിക്കൽ ഡ്രാഫ്റ്റ്മാൻ, ഓട്ടോമൊബൈൽ, ടർണർ, ഫിറ്റർ, ഇങ്ങനെ കുറേ മേഖലകളിൽ വ്യത്യസ്തമായ കോഴ്സുകൾ ITI നടത്തുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം കണ്ണൂർ ജില്ലയിൽ നമുക്ക് അടുത്ത് തോട്ടടയിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഗവൺമെന്റ് ITI ഉണ്ട്. അതും ഇപ്പൊ അടുത്ത് നോട്ടിഫിക്കേഷൻ വിളിക്കുന്ന സമയത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ മറ്റൊന്ന് പ്രധാനമായിട്ടുള്ളത് അറബിക്ക് പഠനം നടത്താൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇപ്പൊ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് നമുക്ക് നേരിട്ട് കോളേജിൽ ചേരാൻ പറ്റുന്ന ഒരു സൗകര്യമാണ് അഫ്ദൽ ഉലമ പ്രിലിമിനറി കോഴ്സിന് ചേരാം. കണ്ണൂർ യൂണിവേഴ്സിറ്റിക്ക് കീഴിൽ 2 ഗവൺമെന്റ് എയ്ഡഡ് അറബിക് കോളേജുകളാണുള്ളത്. രണ്ടും തലശ്ശേരി ഭാഗത്താണ്. ഒന്ന് പാറാൽ ദാറുൽ ഇർഷാദ് അറബിക് കോളേജ്, മറ്റൊന്ന് കടവത്തൂർ നുസ്രത്തുൽ ഇസ്ലാം അറബിക് കോളേജ്. അപ്പൊ അവിടെ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഹോസ്റ്റൽ സൗകര്യം കൂടിയുണ്ട്. നുസ്രത്തുൽ ഇസ്ലാം അറബിക് കോളേജ് കടവത്തൂര്. പാറാലാണെങ്കിൽ ഹോസ്റ്റൽ സൗകര്യം ആയിട്ടില്ല. ഇവിടെ നമുക്ക് കണ്ണൂർ യൂണിവേഴ്സിറ്റിന്റെ 2 വർഷത്തെ റെഗുലർ ആയിട്ടുള്ള അഫ്ദൽ ഉലമ പ്രിലിമിനറി അറബിക് കോഴ്സാണുള്ളത്. നേരത്തെ ഈ കോഴ്സ് കഴിഞ്ഞാൽ പ്രൈമറി സ്കൂളിൽ അധ്യാപകനാകുമായിരുന്നു. ഇപ്പൊ അത് മാറി. ഈ കോഴ്സ് 2 വർഷത്തെ കഴിഞ്ഞാലും നിങ്ങൾ എന്ത് വേണം, 2 കൊല്ലത്തെ മലപ്പുറത്തും പ്രൈമറി സ്കൂളിൽ അറബി ഭാഷാ അധ്യാപകനായിട്ട് വരാം. അപ്പൊ അങ്ങനെ വരാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നമുക്ക് അഫ്ദൽ ഉലമ പ്രിലിമിനറി 2 വർഷത്തെ കോഴ്സിൽ ചേർന്നിട്ട് ആ രൂപത്തിൽ വരാം. ഇനി ആ പ്രൈമറി സ്കൂളിൽ അറബി അധ്യാപക പരിശീലനത്തിന് പോകുന്നില്ലെങ്കിൽ നമുക്ക് ഹയർ സ്റ്റഡീസിന് പോകാനുള്ള സൗകര്യം ഈ കോഴ്സ് കഴിഞ്ഞാലുണ്ട്. മറ്റൊന്ന് നമുക്ക് ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ഇപ്പൊ ഓരോ ജില്ലയിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഉണ്ടാകുക. ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ഒരു 12 മാസത്തെ കോഴ്സാണ്. 9 മാസം തിയറി പരിശീലനവും അതുപോലെ 3 മാസം പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആയിട്ടുള്ള പരിശീലനം. ഇപ്പോൾ ഹോട്ടൽ മാനേജ്മെന്റ് മേഖലയിലും അതുപോലെ തന്നെ ഹോസ്പിറ്റാലിറ്റി മേഖല, ടൂറിസം സെക്ടർ, ഇങ്ങനെയുള്ള മേഖലകളിലൊക്കെ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ്. കണ്ണൂർ ടൗണിൽ തന്നെ ഓണ്ടൻ റോഡിലാണ് ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രവർത്തിക്കുന്നത്. ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഈ അടുത്ത് നിങ്ങൾക്ക് ഇവിടെ പഠിച്ചു കഴിഞ്ഞാൽ 1 കൊല്ലത്തെ കോഴ്സാണ്. 1 കൊല്ലം പഠിച്ചിട്ട് നമുക്ക് ഒരു തൊഴിൽ മേഖലയിലേക്ക് വരാവുന്ന കോഴ്സാണ്. ഞാൻ വരാം. നിനക്ക് അതിന്റെ ഇടയ്ക്ക് ഞാൻ ഇറങ്ങുമ്പോ വീട്ടിലൊരു ഇലക്ട്രീഷ്യൻ മ്യൂട്ട് ചെയ്യണം. സംസാരിക്കുന്ന ആളൊന്ന് മ്യൂട്ട് ചെയ്യണം. ഓക്കെ, സംസാരിക്കുന്നവരൊന്ന് മ്യൂട്ട് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ നാട്ടിൽ ധാരാളം കോപ്പറേറ്റീവ് കോളേജുകൾ, കോപ്പറേറ്റീവ് ബാങ്കുകൾ, കോപ്പറേറ്റീവ് സൊസൈറ്റികൾ, കോപ്പറേറ്റീവ് ഹോസ്പിറ്റലുകൾ, ധാരാളം കോപ്പറേറ്റീവ് സ്ഥാപനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പൊ അത്തരം സഹകരണ സ്ഥാപനങ്ങളിൽ ജോലി കിട്ടണമെങ്കിൽ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് 1 വർഷത്തെ JDC എന്നുള്ള കോഴ്സാണ് കഴിയേണ്ടത്. അപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് JDC എന്നുള്ള 1 വർഷത്തെ കോഴ്സ് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള ഏതെങ്കിലും സഹകരണ സ്ഥാപനങ്ങളിൽ, ഹോസ്പിറ്റലാവാം, ബാങ്ക് ആവാം, സൊസൈറ്റി ആവാം, മറ്റേതെങ്കിലും സ്ഥാപനം, അപ്പൊ അത്തരം സ്ഥാപനങ്ങളിൽ ഉദ്യോഗസ്ഥനാവണമെങ്കിൽ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് JDC, ജൂനിയർ ഡിപ്ലോമ ഇൻ കോർപ്പറേഷൻ, ആ കോഴ്സാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ. പിന്നെ അതേപോലെ തന്നെ നമുക്ക് വളരെയധികം തൊഴിൽ സാധ്യതയുള്ള മറ്റൊരു മ്യൂട്ട് ചെയ്യണേ സംസാരിക്കുന്ന ആള്. അപ്പൊ ധാരാളം തൊഴിൽ സാധ്യതയുള്ള എന്നാൽ ഇതിപ്പോ ആരും അധികം പോകാത്ത ഒരു കോഴ്സാണ് പരിചയപ്പെടുത്തുന്നത്. നമുക്ക് കണ്ണൂർ ജില്ലയിൽ തന്നെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രവർത്തിക്കുന്നത് കണ്ണപുരത്താണ്. ഗവൺമെന്റ് കൊമേഴ്ഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ട് കണ്ണപുരം. കണ്ണൂർ ജില്ലയിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, അത് കണ്ണപുരത്താണ് പ്രവർത്തിക്കുന്നത്, പഴയങ്ങാടി റൂട്ടില്. അപ്പൊ അവിടെ ഗവൺമെന്റ് കൊമേഴ്ഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇവിടെ 2 വർഷത്തെ 2 years ഡിപ്ലോമ ഇൻ സെക്രട്ടേറിയൽ പ്രാക്ടീസ് എന്നുള്ള കോഴ്സാണുള്ളത്. 2 years സെക്രട്ടേറിയൽ പ്രാക്ടീസ്, 2 കൊല്ലത്തെ ഡിപ്ലോമ കോഴ്സ്. ഇതിൽ നമ്മൾ അവിടെ പഠിക്കുന്നത് ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ് ലോവർ, ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ് ഹയർ, മലയാളം ടൈപ്പ് റൈറ്റിംഗ് ലോവർ, പിന്നെ അതേപോലെ തന്നെ കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിങ്, ഷോർട്ട് ഹാൻഡ്, ഇങ്ങനെയുള്ള കോഴ്സുകളാണ് ഇത് പഠിക്കുന്നത്. അപ്പൊ ഇവിടുത്തെ 2 കൊല്ലത്തെ പഠനത്തിലൂടെ നമുക്ക് എല്ലാ ഗവൺമെന്റ് ഡിപ്പാർട്ടുകളിലും നമുക്കറിയാം LD ടൈപ്പിസ്റ്റ് ഉണ്ടാവും. അപ്പൊ ടൈപ്പിസ്റ്റ് ആയിട്ട് നമുക്ക് ജോലിയിലേക്ക് വരാം. അതേപോലെ തന്നെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ വിളിക്കുന്ന സമയത്ത് LD ക്ലർക്കിന്റെ പോസ്റ്റിലേക്ക് വരണമെങ്കിൽ നമുക്ക്, പിന്നെ അതേപോലെ ഡാറ്റ ആൻഡ് ഓപ്പറേറ്റർ, ഇതിലൊക്കെ വരണമെങ്കിൽ ഈ LD ടൈപ്പിസ്റ്റിന്റെ പരീക്ഷ പാസ്സായിരിക്കണം, അല്ലെങ്കിൽ ആ ഒരു കഴിവ് നമുക്കുണ്ട്. പിന്നെ അതുപോലെ സ്റ്റെനോഗ്രാഫി, ധാരാളം പോസ്റ്റുകൾ കേരളത്തിലും കേന്ദ്ര ഗവൺമെന്റിലൊക്കെ ഒഴിവ് വരാറുണ്ട്. അപ്പൊ അതിലൊക്കെ നമുക്ക് പോകണമെങ്കിൽ ഈ ഒരു കോഴ്സ് കഴിഞ്ഞാൽ ഇത്തരം മേഖലകളിലേക്ക് ധാരാളം അവസരങ്ങളുണ്ടാവും. പിന്നെ നമുക്കറിയാം ധാരാളം കൺസ്ട്രക്ഷൻ വർക്ക് നടക്കാറുണ്ട്. അതിനൊക്കെ ഈ ടെക്നിക്കൽ ആയിട്ടുള്ള ടെക്നീഷ്യന്മാരെയും ഓപ്പറേറ്റേഴ്സിന്റെ
ആവശ്യമാണ്. അപ്പൊ അത്തരം മേഖലകളിലേക്ക് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഷോർട്ട് ടേം ആയിട്ട് 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾ കോഴ്സ് നടത്തുന്ന ഒരു സ്ഥാപനം ചവറയിൽ, കൊല്ലം ജില്ലയിലെ ചവറയിലുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൺസ്ട്രക്ഷൻ ഉള്ള സ്ഥാപനം. പിന്നെ നമുക്ക് കണ്ണൂരിൽ തന്നെയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹാൻഡ്ലൂം ടെക്നോളജി. കണ്ണൂർ തോട്ടടയിലാണ്, ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ടെക്സ്റ്റൈൽ ടെക്നോളജിയിൽ 3 കൊല്ലത്തെ ഡിപ്ലോമ കോഴ്സാണ് ഇവിടുന്ന് കിട്ടുക. അപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ചേർന്നിട്ട് ഈ കോഴ്സ് കഴിഞ്ഞാൽ നമുക്ക് നേരിട്ട് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീസിലേക്ക്, തൊഴിൽ മേഖലയിലേക്ക് പ്രവേശിക്കാൻ ആവശ്യമായ 3 കൊല്ലത്തെ ഡിപ്ലോമ കോഴ്സാണ് ഇതിലൂടെ നമുക്ക് ലഭിക്കും. ഇനി അതുപോലെ തന്നെ കൊച്ചിയിൽ സിഫ്നെറ്റ് എന്ന് പറഞ്ഞൊരു സ്ഥാപനമുണ്ട്, സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് നോട്ടിക്കൽ ആൻഡ് എഞ്ചിനീയറിംഗ് ട്രെയിനിങ്. ഈ മീൻപിടുത്തവുമായി ബന്ധപ്പെട്ട ധാരാളം വെസൽസ്, അതേപോലെ തന്നെ ബോട്ട്, വള്ളങ്ങൾ, ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ട മേഖലയിൽ ടെക്നീഷ്യൻ ആവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സിഫ്നെറ്റിലുള്ള 2 കൊല്ലത്തെ കോഴ്സ്, വെസൽ നാവിഗേറ്റർ, മറൈൻ ഫിറ്റർ, ഇങ്ങനെയുള്ള കോഴ്സാണ്. 10ാം ക്ലാസ്സാണ് ഇതിന്റെ യോഗ്യത. കൊച്ചിയിലാണ് സ്ഥാപനം, കേന്ദ്ര ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. എൻട്രൻസ് പരീക്ഷയുണ്ട്, ഇപ്പൊ അപേക്ഷിക്കാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ NTTF ഒരു തൊഴിൽ പ്രൈവറ്റ് സംവിധാനമാണെങ്കിലും ധാരാളം പിന്നെ പ്രൈവറ്റ് സെക്ടറിലുള്ള കമ്പനികളിൽ ജോലി സാധ്യതയുള്ള ഒരു കോഴ്സാണ് NTTFിലുള്ള 3 കൊല്ലത്തെ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ കോഴ്സ്. ഇതും 10ാം ക്ലാസ് കഴിഞ്ഞവർക്ക് പോകാവുന്നതാണ്. പിന്നെ കണ്ണൂർ കരിമ്പത്ത് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, റൂഡ് സെറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്. വളരെ ഷോർട്ട് ടേം ആയിട്ടുള്ള കോഴ്സുകൾ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരാഴ്ചത്തെ കോഴ്സ്, 3 മാസത്തെ കോഴ്സ്, 10 മാസത്തെ കോഴ്സ്, അങ്ങനെ പലതരത്തിലുള്ള കോഴ്സ് ഉണ്ട്. സൗജന്യമായിട്ട് പഠിക്കാൻ പറ്റുന്ന പലതരത്തിലുള്ള ഷോർട്ട് ടേം ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കോഴ്സ്, പ്ലംബിങ്, ഇലക്ട്രിക്കൽ, കേക്ക് മേക്കിംഗ്, ബിസിനസ് മാനേജ്മെന്റ്, ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി, പിന്നെ തേനീച്ച വളർത്തൽ, മസാല പൗഡർ, അങ്ങനെയുള്ള കുറെ ഷോർട്ട് ടേം ആയിട്ടുള്ള കോഴ്സ്. ഏതെങ്കിലും ഒരു ചെറിയൊരു കോഴ്സ് നടത്തിയിട്ട് തൊഴിൽ മേഖലയിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നമുക്ക് റൂഡ് സെറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് കണ്ണൂർ കളിപ്പറമ്പ് കരിമ്പത്താണ്, അത് നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ കൊച്ചിയിലുള്ള വളരെ പ്രധാനപ്പെട്ട സിപ്പെറ്റ്, സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പ്ലാസ്റ്റിക് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി. അമൃത്സർ ക്യാമ്പസ് ഉണ്ട്, കൊച്ചിയിലും ഇതിന്റെ ഒരു ക്യാമ്പസ് ഉണ്ട്. അവിടെ പ്ലാസ്റ്റിക് ടെക്നോളജിയിൽ 3 കൊല്ലത്തെ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ കോഴ്സ് ലഭിക്കാം. JEE എന്നുള്ള എൻട്രൻസ് പരീക്ഷ ഉണ്ട്, ആ പരീക്ഷ വഴി നമുക്ക് അതിലേക്ക് വരാം. അങ്ങനെ പ്ലാസ്റ്റിക് ഇൻഡസ്ട്രീസിൽ ധാരാളം തൊഴിൽ സാധ്യതയുള്ള ഒരു കോഴ്സാണത്. ഓക്കെ, അപ്പൊ ഇതോടുകൂടി നമ്മൾ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് പോകാൻ പറ്റുന്ന തൊഴിലധിഷ്ഠിതമായിട്ടുള്ള കോഴ്സുകളാണ് ഞാൻ പരിചയപ്പെടുത്തിയത്. ഇത്രയും നേരം റമീസ് സാറ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 10ാം ക്ലാസ്സിന് ശേഷം ഹയർ സെക്കൻഡറി അല്ലാതെ പോകാൻ പറ്റുന്ന മറ്റ് മേഖലകളെ കുറിച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ 10ാം ക്ലാസ് ആയാലും +2 കുട്ടികളായാലും നമ്മളൊരു കരിയർ ചൂസ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഫാക്ടേഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ കരിയർ പ്ലാനിങ്ങിന്റെ ഭാഗമായി ഒരുപാട് ഫാക്ടേഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. നമ്മൾ കരിയർ എന്ന് പറയുന്നത് ഇറ്റ്സ് എ പ്രോഗ്രസ് ത്രൂ ലൈഫ് എന്നാണ്. നമ്മുടെ ജീവിതത്തിലുള്ള ഉയർച്ചയാണ് കരിയർ എന്ന് പറയുന്നത്. അത് ഏത് മേഖലയിൽ നമുക്ക് കരിയർ കണ്ടെത്താൻ വേണ്ടി പറ്റും. നമ്മുടെ നേരത്തെ ഉദ്ഘാടന സെഷനിൽ നമ്മുടെ ഇസ്മായിൽ സാറിനല്ല ഉദ്ഘാടനം ചെയ്തത്, അദ്ദേഹം പറഞ്ഞതുപോലെ നമ്മൾ നേരത്തെ പഴയ തലമുറയാണെങ്കിൽ ഡോക്ടർ, എഞ്ചിനീയർ എന്നുള്ള രീതിയിൽ മാത്രം ചിന്തിക്കുന്നവരായിരുന്നു. ഇന്ന് പുതിയ തലമുറക്ക് വ്യക്തമായിട്ടുള്ള ധാരണ ലഭിക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള ക്ലാസ്സുകളിലൂടെ. ഏതൊക്കെ മേഖലയിൽ പോയി കഴിഞ്ഞാൽ ഉന്നത മേഖലകളിൽ എത്താൻ വേണ്ടി പറ്റും, ഏതൊക്കെ കോഴ്സുകൾ എടുത്തു കഴിഞ്ഞാൽ എന്നുള്ള വ്യക്തമായിട്ടുള്ള ധാരണ സീഡ് പോലെയുള്ളയും അതുപോലെ തന്നെ സിജി പോലെയുള്ള സംഘടനകൾ ചെയ്തു വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മളൊരു കരിയർ ചൂസ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്യുമെന്ന് പറഞ്ഞു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് നമ്മുടെ ഇന്നർ പൊട്ടൻഷ്യൽ ആണ്, നമ്മുടെ ആപ്റ്റിറ്റ്യൂഡ് ആണ്. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ടു ബി കൺസിഡർഡ് ബിഫോർ ചൂസിങ് എ കരിയർ ഈസ് ആപ്റ്റിറ്റ്യൂഡ്. എന്തോ ചെറിയൊരു പ്രശ്നം വന്നുവല്ലോ, സ്ക്രീൻ ഷെയറിങ്. റമീസ് ഷെയറിങ് കാണുന്നില്ലേ? Yes. The most important factor to be considered before choosing a career is aptitude. നമ്മുടെ ഇന്നർ പൊട്ടൻഷ്യൽ, നമ്മുടെ ഉള്ളിലുള്ള കഴിവ് എന്താണെന്നുള്ളത് ജന്മവാസന അല്ലെങ്കിൽ സർഗവാസന കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റാണ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഇത് ഒരു സൈക്കോമെട്രിക് ടൂൾ ആണ്. ഇത് ഉപയോഗിച്ചിട്ട് തന്നെ വിവിധ ആപ്റ്റിറ്റ്യൂഡുകളെ നമുക്ക് കണ്ടെത്താൻ വേണ്ടി പറ്റും. അതിൽ നമ്മുടെ CGN, സെന്റർ ഫോർ ഇൻഫർമേഷൻ ഗൈഡൻസ് ഇന്ത്യയുടെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ട്. CDAT എന്നുള്ളതിൽ ഹയർ സെക്കൻഡറി ഡിപ്പാർട്ട്മെന്റിന്റെ ടെസ്റ്റ് നടക്കുന്നുണ്ട്. KDAT, കേരള ഡിഫറൻഷ്യൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്നുള്ളതിൽ ഞാൻ മാത്രമേ ഇപ്പൊ ഹോസ്റ്റലുള്ളൂ തോന്നുന്നു അല്ലേ? ഒരാളെ അഡ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതെ, ഒരാളെ അതിൽ ഹോസ്റ്റലുള്ളൂ, കാരണം അതില് കോ ഹോസ്റ്റ് ആക്കാനുള്ള ഓപ്ഷൻ കാണുന്നില്ല. ശരി ശരി, നിങ്ങൾ തന്നെ അഡ്മിറ്റ് ഞാൻ ചെയ്തു. ഓക്കെ. മറ്റൊരു ഘടകം എന്ന് പറയും, നമ്മൾ പറഞ്ഞു ആപ്റ്റിറ്റ്യൂഡാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ആപ്റ്റിറ്റ്യൂഡ് മാത്രമല്ല മറ്റൊരുപാട് ഫാക്ടേഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. പക്ഷെ ആപ്റ്റിറ്റ്യൂഡിന് നമ്മൾ പ്രാധാന്യം നൽകുന്നത്, ആപ്റ്റിറ്റ്യൂഡ് ഒരിക്കലും ചേഞ്ച് ചെയ്യില്ല. നമ്മൾ
പ്രായം കൂടുന്നതിനനുസരിച്ച് അതിന്റെ പെർസെൻറ്റേജ് ആ പ്രൊപ്പോർഷൻ ആയിട്ടാണ് കൂടുന്നത്. നമ്മുടെ അബ്സ്ട്രാക്റ്റിലും അതുപോലെ തന്നെ വേർബൽ ആയാലും ന്യൂമറിക്കൽ ആയാലും എല്ലാം കൂടുന്നത് ഒരേ പ്രൊപ്പോർഷനിലായിരിക്കും കൂടുക. അതുകൊണ്ട് ആപ്റ്റിറ്റ്യൂഡ് പ്രധാനമായും കൺസിഡർ ചെയ്യണമെന്ന് പറയുന്നത് നമ്മുടെ ഇന്നർ പൊട്ടൻഷ്യലാണ്, നമ്മുടെ ഉള്ളിലുള്ള സർഗ്ഗവാസന. ഈ കുട്ടിക്ക് സയൻസ് എടുക്കാൻ പറ്റുമോ, അല്ലെ കൊമേഴ്സ് ആണ് അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് മേഖലയിലേക്കാണോ ഇവർക്ക് പോകാൻ വേണ്ടി പറ്റുന്നുള്ളത് കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ളതാണ് നമ്മുടെ ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. റിപ്പീറ്റ് ചെയ്തു. മറ്റൊന്ന് നമ്മുടെ ഇൻട്രസ്റ്റ് ആണ്, നമ്മുടെ താല്പര്യം എന്ന് പറയും. കുട്ടികൾക്ക് ആപ്റ്റിറ്റ്യൂഡ് ചിലപ്പം ഒരു കുട്ടിക്ക് എഞ്ചിനീയറിങ്ങിനും മെഡിസിനും അതുപോലെ തന്നെ സിവിൽ സർവീസിനും ലോ മേഖലയിലും ജേർണലിസത്തിലും എല്ലാറ്റിലും ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട്. പക്ഷെ ആ എല്ലാ കോഴ്സും ആ കുട്ടിക്ക് ഒരുമിച്ച് എടുക്കാൻ വേണ്ടി കഴിയില്ല. അപ്പൊ അവന്റെ അവിടെ ഇൻട്രസ്റ്റ് താല്പര്യമാണ് നോക്കുക. അപ്പോൾ അതിൽ തന്നെ ഏറ്റവും ഉയർന്ന താല്പര്യം ഏതാണോ ആ കോഴ്സ് അവർക്ക് എടുക്കാവുന്നതാണ്. നമ്മുടെ ഇൻക്ലിനേഷൻ ടുവേർഡ്സ് പെർട്ടിക്കുലർ വൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു പ്രത്യേക ഒരു ജോലിയോടുള്ള മമത. നമ്മൾ രണ്ടാമതായിട്ട് കൺസിഡർ ചെയ്യേണ്ടത് നമ്മുടെ ഇൻട്രസ്റ്റ് ആണ്. അപ്പൊ അടുത്തത് നമ്മൾ പറയുന്നത് നമ്മുടെ ഇൻട്രസ്റ്റ് ആണ്, ഇൻക്ലിനേഷൻ ടുവേർഡ്സ് എ പെർട്ടിക്കുലർ വൊക്കേഷൻ ആണ്. അടുത്തത് നമ്മുടെ എബിലിറ്റി ആണ്, നമ്മളൊരു കരിയർ അല്ലെങ്കിൽ ഒരു ജോലി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ സ്കിൽ ടു ഡു എ വർക്ക് ആണ് നമ്മുടെ എബിലിറ്റി എന്ന് പറയുന്നത്. നമ്മളൊരു കരിയർ ചൂസ് ചെയ്യുന്ന സമയത്ത്, പ്ലാൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആപ്റ്റിറ്റ്യൂഡ് നോക്കണം, ഇൻട്രസ്റ്റ് നോക്കണം, നമ്മുടെ എബിലിറ്റി നോക്കണം. മറ്റൊന്ന് നമ്മുടെ ഫാമിലിയുടെ സപ്പോർട്ടാണ്. നമ്മളിപ്പോ പ്രത്യേകിച്ച് പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ ഇന്നത്തെ കുട്ടികൾക്കൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യം രക്ഷിതാക്കളെ ചെയ്തു കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു മകനോ മകളോ ആയിക്കഴിഞ്ഞാൽ നല്ല ഏതെങ്കിലും എൻട്രൻസ് എക്സാം, നീറ്റോ ജെഇഒ പോലെയുള്ള എഴുതിയിട്ട് ഓൾ ഇന്ത്യ തലത്തിലുള്ള എക്സാം ഒക്കെ കിട്ടിയിട്ട് കേരളത്തിനൊക്കെ പുറത്തു പോയിട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ ഫാമിലിയുടെ സപ്പോർട്ട് എന്ന് പറയുന്ന വലിയൊരു ഘടകമാണ്. അത്തരത്തിൽ നമ്മുടെ ഫാമിലിയുടെ സപ്പോർട്ട് നമ്മളൊരു കരിയർ ചൂസ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ച് കൺസിഡർ ചെയ്യേണ്ടത്. ഇപ്പൊ നമുക്കൊക്കെ അറിയാം, നമ്മുടെ സമൂഹത്തിൽ തന്നെ ഒരുപാട് കുട്ടികൾ പഠിച്ച് കഴിഞ്ഞതിന് ശേഷം ഫാമിലിയുടെ സപ്പോർട്ട് ഇല്ലാതെ കരിയറിലേക്ക് എത്തിപ്പെടാൻ പറ്റാത്ത ഒരുപാട് കുട്ടികളുണ്ട്. നമ്മളൊരു കരിയർ ചൂസ് ചെയ്യുന്ന സമയത്ത് തന്നെ ആദ്യം തന്നെ നമ്മുടെ ഫാമിലിയുടെ സപ്പോർട്ട് നമ്മൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. മറ്റൊന്ന് നമ്മുടെ പേഴ്സണാലിറ്റിയാണ്. നമ്മുടെ രണ്ട് തരത്തിലാണ് പ്രധാനപ്പെട്ട പേഴ്സണാലിറ്റി പറയുന്നത്. ഒന്ന് ഇൻട്രോവേർട്ട് ആണ്, മറ്റൊന്ന് എക്സ്ട്രോവേർട്ട് ആണ്. ഇൻട്രോവേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ അടങ്ങി ഒതുങ്ങി ഇരിക്കുന്ന അന്തർമുഖൻ എന്ന് പറയും. എക്സ്ട്രോവേർട്ട് എന്ന് പറഞ്ഞാൽ ബഹിർമുഖനക്കാരുമായിട്ട് നന്നായിട്ട് ഇടപെടുന്ന, ഇന്ററാക്ട് ചെയ്യുന്ന പേഴ്സണാലിറ്റി ഉള്ള ആളെയാണ് എക്സ്ട്രോവേർട്ട് എന്ന് പറയുന്നത്. ഇൻട്രോവേർട്ടിന് പറഞ്ഞിരിക്കുന്ന ഒരുപാട് കരിയേഴ്സ് ഉണ്ട്. ഈ അടങ്ങി ഒതുങ്ങിയിരിക്കുന്ന പയ്യന് പറഞ്ഞ കരിയർ ആരെയാണ് നമ്മുടെ ഫൈനാൻസ് മേഖലയിലായാലും അതുപോലെ തന്നെ റിസർച്ച് മേഖല, സയന്റിസ്റ്റ് മേഖല, ആ മേഖലയൊക്കെ ഇൻട്രോവേർട്ട് പേഴ്സണാലിറ്റി ആണെങ്കിൽ നന്നായിട്ട് കരിയർ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. അതേസമയം എക്സ്ട്രോവേർട്ട് മേഖലയാണെങ്കിൽ സമൂഹമായിട്ട് നന്നായിട്ട് ഇടപെടാൻ കഴിവുള്ള കുട്ടികളാണെങ്കിൽ അത്തരത്തിലുള്ള കഴിവുള്ള കുട്ടികൾക്ക് പറഞ്ഞിരിക്കുന്നതാണ് ടീച്ചിങ്, ജേർണലിസം, റേഡിയോ ജോക്കി, അതുപോലെ തന്നെ ലീഗൽ മേഖല, സിവിൽ സർവീസ്, അത്തരത്തിലുള്ള മേഖലയിലൊക്കെ പോകുന്ന സമയത്ത് എക്സ്ട്രോവേർട്ട് പേഴ്സണാലിറ്റി ആയിരിക്കണം. പൊതുവെ അടങ്ങി ഒതുങ്ങി ഇരിക്കുന്ന ഒരു കുട്ടിയെ കൊണ്ടുപോയിട്ട് ടീച്ചിങ് മേഖലയിലേക്ക് തള്ളിയിട്ട് കഴിഞ്ഞാൽ ഒരുപക്ഷെ ആ കരിയറിനോട് തന്നെ ആ കുട്ടിക്ക് ഒരു നീരസം ഉണ്ടാവുകയും അത് ഒരുപക്ഷെ ഭാവി തലമുറയെ പോലും ബാധിക്കാനുള്ള ഒരു സാധ്യത ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ കരിയർ ചൂസ് ചെയ്യുമ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ് നമ്മുടെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. പേഴ്സണാലിറ്റി നമുക്ക് അളക്കാൻ വേണ്ടി പറ്റും. MBTI പോലെയുള്ള ടെസ്റ്റുകൾ ഉപയോഗിച്ചിട്ട് പേഴ്സണാലിറ്റി കൂടി അളക്കാൻ വേണ്ടി പറ്റും. മറ്റൊന്ന് നമ്മുടെ വാല്യൂസ് ആണ്, നമ്മുടെ മൂല്യങ്ങളാണ്, സദാചാര മൂല്യങ്ങളാണ്. എല്ലാ മതത്തിലും എല്ലാ വിഭാഗത്തിലും മൂല്യങ്ങളുണ്ട്. നമ്മൾ കരിയർ ചൂസ് ചെയ്യുമ്പോൾ നമ്മുടെ മൂല്യങ്ങൾ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. ചില കോഴ്സുകൾ ഒക്കെ എടുക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ എയറോസ്റ്റസ് എന്നുള്ളത് അറിയാം. നമ്മൾ ഫ്ലൈറ്റിൽ പെൺകുട്ടികൾക്ക് +2 ക്വാളിഫിക്കേഷനിൽ പോകാൻ വേണ്ടി പറ്റുന്നതാണ് എയറോസ്റ്റസ് എന്ന് പറയുന്നത്. അപ്പൊ എയറോസ്റ്റസ് കരിയർ എടുക്കുമ്പോൾ പൊതുവെ മുസ്ലിം കുട്ടിയാണെങ്കിൽ ആ കുട്ടി പ്രത്യേകിച്ച് എയർ ഇന്ത്യയിൽ സാരി ആയിരിക്കും, അല്ലാതെ മറ്റെന്തെങ്കിലും വിദേശ രാജ്യങ്ങളിലുള്ള എയറോസ്റ്റസിന്റെ ടെസ്റ്റ് എഴുതി കിട്ടിക്കഴിഞ്ഞാൽ അതിൽ പോവുകയാണെങ്കിൽ, കരിയറിൽ പോവുകയാണെങ്കിൽ ഒരുപക്ഷെ അവരുടെ ഡ്രസ് കോഡ് നമ്മുടെ മത വിഭാഗത്തുമായിട്ട് യോജിച്ച ആണെന്നില്ല. അതുപോലെ തന്നെ ബ്രാഹ്മിൺ വിഭാഗത്തിലുള്ള ഒരു കുട്ടിയാണെങ്കിൽ അവര് നോൺ വെജ് കഴിക്കുന്നവരല്ല. എല്ലാ മതങ്ങളും ഒന്ന് തന്നെയാണ്, ലോകത്തൊറ്റ മതമേ ഉള്ളൂ, അത് മനുഷ്യ മതമാണ്. ഇപ്പോ ബ്രാഹ്മിണുള്ള കുട്ടിയാണെങ്കിൽ ഹോട്ടൽ മാനേജ്മെന്റ് കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ അവൻ നോൺ വെജുമായോ അല്ലെങ്കിൽ ലിക്കറുമായോ ഇടപെടേണ്ട പറ്റും. നമ്മുടെ കോഴ്സ് ഒക്കെ എടുക്കുന്ന അങ്ങനെ വേണമെന്നല്ല, സാധ്യതയുണ്ട്. അങ്ങനെയുള്ള കോഴ്സുകൾ എടുക്കുന്ന സമയത്ത് നമ്മുടെ ബിലീഫ്സ്, കോഡ് ഓഫ് എത്തിക്സ്, വാല്യൂസ് ഒക്കെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. ഇത്രയാണ് നമ്മൾ ഒരു കരിയർ ചൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്ന് പറയുന്നത്. ഒന്ന് ആപ്റ്റിറ്റ്യൂഡ്, മറ്റൊന്ന് ഇൻട്രസ്റ്റ്, മറ്റൊന്ന് നമ്മുടെ എബിലിറ്റി, മറ്റൊന്ന് ഫാമിലിയുടെ സപ്പോർട്ട്, മറ്റൊന്ന് പേഴ്സണാലിറ്റി, പിന്നെ പേഴ്സണൽ വാല്യൂസ്. പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് പറഞ്ഞത്. ഇത് കൂടാതെ മറ്റ് ഒരുപാട് ഘടകങ്ങളുണ്ട്. നമ്മുടെ ഫൈനാൻഷ്യൽ സെറ്റപ്പ് എങ്ങനെയാണ് അത് നമുക്ക് ഫാമിലി ആയിട്ട് സപ്പോർട്ട് ചെയ്ത് പറയാം. അതുപോലെ തന്നെ നമ്മുടെ കോഴ്സിന്റെ ഡ്യൂറേഷൻ, നേരത്തെ റമീസ് സാർ പറഞ്ഞതുപോലെ പെട്ടെന്ന് കരിയർ കണ്ടെത്തുകയാണെങ്കിൽ 2 വർഷത്തെയോ അല്ലെങ്കിൽ 3 വർഷത്തെയോ ഡിപ്ലോമ കോഴ്സിലൂടെ നമുക്ക് പെട്ടെന്ന് കരിയർ മേഖലയിലേക്ക് കടന്നു പോകാൻ വേണ്ടി പറ്റും. അതേസമയം നല്ല കുറച്ചുകൂടി ഫോക്കസ് ഓറിയന്റഡ് ആയിട്ട്, കരിയർ ഓറിയന്റഡ് ആയിട്ട്, ഫ്യൂച്ചർ ഓറിയന്റഡ് ആയിട്ട് പോകുന്ന കുട്ടികൾക്ക് ഹയർ സെക്കൻഡറി മേഖലയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള 3
സ്ട്രീമിലേക്ക് പോയി ആ രീതിയിലേക്ക് കരിയറിലേക്ക് എത്താൻ വേണ്ടി പറ്റും. ആ രീതിയിലാണ് നമ്മുടെ കരിയർ പ്ലാനിങ്ങുമായിട്ട് മുന്നോട്ട് പോകേണ്ടത്. ഇനി പറയാനുള്ളത് നമ്മുടെ മൂന്ന് മേഖല എന്ന് പറയുന്നത് ഒന്ന് സയൻസ്, കോമേഴ്സ്, മറ്റൊന്ന് ഹ്യൂമാനിറ്റീസ് ആണ്. ഈ മൂന്ന് മേഖലയിലുമുള്ള കരിയർ ഓപ്പർച്യൂണിറ്റീസ് ആണ്. അപ്പൊ അതിൽ നമ്മൾ ഇതിനെ സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്ന ഒന്ന് സയൻസ് എന്നും മറ്റൊന്ന് ആർട്സ് എന്നുള്ളതിലാണ്. ആർട്സിലാണ് നമ്മൾ കോമേഴ്സ്, ഹ്യൂമാനിറ്റീസ് പറയുന്നത്. മറ്റൊന്നുള്ളത് സയൻസ് ആണ്. ഈ കരിയർ പ്ലാനിങ് കഴിഞ്ഞതിന് ശേഷം റമീസ് സാറ് സയൻസ് മേഖലയുമായി ബന്ധപ്പെട്ടുള്ള കരിയർ ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാന്നുള്ളത് പറയും. പ്രത്യേകിച്ച് 10ാം ക്ലാസ് കഴിഞ്ഞ് വരുന്ന കുട്ടികൾ ഓപ്ഷൻ കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് ഈ സയൻസ് മേഖലയിലുള്ള കോഴ്സുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നെങ്കിൽ നിങ്ങൾ സയൻസ് എടുത്താൽ മതി, അല്ലെങ്കിൽ നിങ്ങൾക്ക് കോമേഴ്സോ ഹ്യൂമാനിറ്റീസോ എടുക്കാം. പൊതുവെ പഴയ ട്രെൻഡാണ് ആദ്യം സയൻസ്, പിന്നെ കോമേഴ്സ്, പിന്നെ ഹ്യൂമാനിറ്റീസ് എന്നുള്ളത്. ആ രീതിയൊക്കെ മാറി വന്നു കഴിഞ്ഞു. ഇനി അങ്ങോട്ടേക്കുള്ള തലമുറ പൊതുവെ ചിന്തിക്കുന്നത് അവന്റെ ആപ്റ്റിറ്റ്യൂഡ് എന്താണ്, അവന്റെ ഇൻട്രസ്റ്റ് എന്താണ്, പേഴ്സണാലിറ്റി എന്താണ്, ആ രീതിയിൽ ചിന്തിച്ചിട്ട് കരിയർ ഫോക്കസ് ചെയ്യുന്ന കാലഘട്ടം വന്നു കഴിഞ്ഞു. മറ്റുള്ളവർ എന്താണ് എന്നുള്ള, അല്ല നിങ്ങൾ എന്താണെന്നുള്ളത് നിങ്ങൾ അറിയുക. അതിനുശേഷം നിങ്ങളുടെ കരിയർ ചൂസ് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോവുക. ബാക്കിയുള്ളവർ പറയുന്നത് അവരുടെ വ്യൂ പോയിന്റ് നിങ്ങളെ കാണുന്നതാണ്. നിങ്ങൾ ആദ്യം നിങ്ങൾ ആരാണെന്നുള്ളത് മനസ്സിലാക്കുക. ഓരോ കുട്ടിക്കും അസസ് ചെയ്യാൻ വേണ്ടി പറ്റും. നിങ്ങൾക്ക് അസസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലാണ് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ സൗജന്യമായിട്ട് ഓൺലൈൻ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു സിജിയുടെ തന്നെ പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് കേഡാറ്റും ഉണ്ടാക്കിയിരിക്കുന്നത്. സിജിയുടെ സിഡാറ്റ് എന്നുള്ള സിജീസ് ഡിഫറൻഷ്യൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്നുള്ള ടെസ്റ്റ് ഉണ്ട്. ഇനി നമ്മൾ 3 മേഖലയായിട്ട് തരംതിരിയാണ്. സയൻസ് മേഖലയും കോമേഴ്സ് ഹ്യൂമാനിറ്റീസ് മേഖലയായിട്ടുള്ള കരിയർ ഓപ്പർച്യൂണിറ്റീസ് 10ാം ക്ലാസ് പോകുന്ന കുട്ടികൾക്കും അതോടൊപ്പം തന്നെ +2 കഴിഞ്ഞ് വരുന്ന കുട്ടികൾക്കും ഒരുപോലെ ഉപകാരപ്പെടുന്ന സെഷൻസ് ആണ് ഇനി വരാൻ വേണ്ടി പോകുന്നത്. ആ സെഷൻസ് കഴിയുന്നവരെ നിങ്ങൾ ഇതിൽ കണ്ടിന്യൂ ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ എല്ലാ സംശയ നിവാരണത്തിനും ഞങ്ങൾ മറുപടി തന്നതിന് ശേഷം മാത്രമേ ഇതിൽ നിന്ന് ലെഫ്റ്റ് ആയിട്ട് പോവുകയുള്ളൂ. അതുകൊണ്ട് ഈ പ്രോഗ്രാം കഴിയുന്നത് വരെ തന്നെ നിങ്ങളിൽ തുടരുക. സയൻസ് മേഖലയുമായി ബന്ധപ്പെട്ടുള്ള മെഡിക്കൽ എഞ്ചിനീയറിംഗ്, പാരാമെഡിക്കൽ, അലൈഡ് കോഴ്സുകൾക്കുള്ള സാധ്യതകളെ കുറിച്ച് സംസാരിക്കുന്നത് റമീസ് സാറായിരിക്കും. ഇനി നമ്മൾ കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കരിയറിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതിനുശേഷം റമീസ് സാറ് സയൻസ് മേഖലയെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതായിരിക്കും. 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾ കോമേഴ്സ് എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ +2 കഴിഞ്ഞ് പോകുന്ന കുട്ടികൾ, +2 കോമേഴ്സ് കഴിഞ്ഞ കുട്ടികളുടെ സാധ്യതകളെ കുറിച്ചിട്ടാണ് പറയാൻ വേണ്ടി പോകുന്നത്. കൊമേഴ്സിൽ പ്രധാനമായിട്ടും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് അക്കൗണ്ട്സ്, ഓഡിറ്റിംഗ്, ടാക്സേഷൻ, മാനേജ്മെന്റ്, ഫൈനാൻസ് പോലെയുള്ള മേഖലയാണ് കൊമേഴ്സ് മേഖലയുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ടിട്ട് പറയുന്നത്. അതിൽ തന്നെ കൊമേഴ്സ് കുട്ടികൾക്ക് ഗ്രാജുവേഷനിൽ തന്നെ കൺവെൻഷണൽ ഡിഗ്രിയിൽ പ്രൊഫഷണൽ ടച്ചുള്ള ഡിഗ്രി എന്ന് പറയുന്നത് ബികോമിനെയാണ്. പ്രത്യേകിച്ച് കൊമേഴ്സ് കുട്ടികളോട് പറയാനുള്ളത്, നിങ്ങൾ ഡിഗ്രി ലെവലിലേക്കാണ് പോകുന്നുണ്ടെങ്കിൽ കോമേഴ്സ് കഴിഞ്ഞ് നിങ്ങൾ ബികോം കിട്ടിയിട്ടില്ലെങ്കിൽ മാത്രമേ BBA എടുക്കാൻ വേണ്ടി പാടുള്ളൂ. BBA എടുക്കുകയാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായും MBA ചെയ്യണം. BBAക്ക് ഇൻഡിപെൻഡന്റ് വാല്യൂ ഇല്ല. MBA ആണെങ്കിൽ കുറെ കൂടി ഇൻഡിപെൻഡന്റ് വാല്യൂ കിട്ടും. ഇനി അല്ല അക്കൗണ്ട്സ് മേഖലയാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ ബികോം ആയിരിക്കും നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ല കോഴ്സ് എന്ന് പറയുന്നത്. അതിൽ തന്നെ ഒരുപാട് കോമ്പിനേഷൻസ് ഉണ്ട്. ഫൈനാൻസ്, കോർപ്പറേഷൻ, ടാക്സേഷൻ, മാർക്കറ്റിംഗ്, ഫൈനാൻസ് മാനേജ്മെന്റ് പോലെയുള്ള പുതിയ കോഴ്സുകൾ, വിവോ കോഴ്സുകൾ അടക്കം വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബികോം ഇല്ലെങ്കിൽ നമ്മൾ ബികോമിന്റെ തുടർച്ചയായിട്ട് തന്നെ നമുക്ക് MFA, മാസ്റ്റർ ഓഫ് ഫൈനാൻസ് അഡ്മിനിസ്ട്രേഷൻ, അല്ലെങ്കിൽ മാസ്റ്റർ ഓഫ് ഫൈനാൻസ് കൺട്രോൾ പോലെയുള്ള കോഴ്സുകളൊക്കെ പോവാം. ചാർട്ടേഡ് കോഴ്സുകൾ ഏത് സയൻസ് ആയാലും കോമേഴ്സ് ആയാലും പോകാൻ വേണ്ടി പറ്റുന്ന കോഴ്സുകളാണ് ചാർട്ടേഡ് കോഴ്സുകൾ എന്ന് പറയുന്നത്. അതിൽ ഒന്നാമത് നമ്മൾ പറയുന്നത് ചാർട്ടേഡ് അക്കൗണ്ടൻസി ആണ്. ചാർട്ടേഡ് അക്കൗണ്ടൻസിക്ക് 3 ലെവലാണ് ഉള്ളത്. കഴിഞ്ഞ 1 വർഷം മുമ്പ് വരെ ചെറിയൊരു അമെൻമെന്റ് വന്നു. ചാർട്ടേഡ് അക്കൗണ്ടൻസിയുടെ 3 ലെവൽ എന്ന് പറയുന്നത് ഫൗണ്ടേഷൻ, ഇന്റർ, പ്രൊഫഷണൽ എന്നാണ്. ഫൗണ്ടേഷൻ +2 കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഫൗണ്ടേഷൻ എഴുതാം. ഫൗണ്ടേഷനിൽ 4 പേപ്പർ ഉണ്ടാവും. അതിൽ 2 പേപ്പർ ഒബ്ജക്റ്റീവും മറ്റൊന്ന് 2 പേപ്പർ ഡിസ്ക്രിപ്റ്റീവ് ആയിരിക്കും. ഫൗണ്ടേഷൻ ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്ററിലേക്ക് പോവാം. ഇന്ററിൽ 8 പേപ്പർ ഉണ്ടാവും. ഇന്റർ കഴിയുമ്പോൾ തന്നെ നിങ്ങൾ ഒരു ചാർട്ടേഡ് അക്കൗണ്ടിന്റെ കീഴിൽ 3 വർഷം ആർട്ടിക്കിൾഷിപ്പ് ചെയ്യണം. അത് കഴിഞ്ഞിട്ടാകുമ്പോൾ നിങ്ങൾ ഫൈനലിലേക്ക് പോകും. ഫൈനലിൽ ഏകദേശം 8 പേപ്പർ തന്നെയാണ് വരുന്നത്. കഴിഞ്ഞ് വരുന്നത് 4.5 വർഷം കൊണ്ട് സമർത്ഥനായ വിദ്യാർത്ഥിക്ക്, ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള വിദ്യാർത്ഥിക്ക് ചാർട്ടേഡ് അക്കൗണ്ടൻസി കോഴ്സ് ഒരു 4.5 വർഷം കൊണ്ട് കംപ്ലീറ്റ് ചെയ്ത് വരാൻ വേണ്ടി പറ്റും. ഇത് നിങ്ങളുടെ ഫുൾ A+ ഒന്നല്ല, ചാർട്ടേഡ് അക്കൗണ്ടൻസി കോഴ്സിലേക്ക് പോകുമ്പോൾ നിർണ്ണയിക്കുന്ന ഘടകം എന്ന് പറയുന്നത് നിങ്ങൾ എത്രത്തോളം ഡെഡിക്കേറ്റഡ് ആണ്, നിങ്ങൾ എത്രത്തോളം ഡിവോട്ടഡ് ആണ്, അതിനനുസരിച്ചിട്ടാണ് ചാർട്ടേഡ് അക്കൗണ്ടൻസി കോഴ്സിൽ നിങ്ങളുടെ പ്രൊഫിഷ്യൻസി അല്ലെങ്കിൽ നിങ്ങൾ എത്രത്തോളം അതിലേക്ക് ഡെവലപ്പ് ചെയ്ത് വരും എന്നുള്ളത് പറയാൻ വേണ്ടി പറ്റുന്നത്. മറ്റൊന്ന് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ചാർട്ടേഡ് കോഴ്സ് ആണ്. ചാർട്ടേഡ് എന്ന് പറയാനുള്ള കാരണം തന്നെ സ്റ്റാറ്റ്യൂട്ടറി പദവിയുള്ള സ്റ്റാറ്റ്യൂട്ടറി ബോർഡ് പാർലമെന്റിൽ പാസ്സാക്കിയിരിക്കുന്നതുകൊണ്ടാണ് ഇതിന് ചാർട്ടേഡ് എന്ന് പറയുന്നത്. സ്റ്റാറ്റ്യൂട്ടറി ബോഡികളാണ് ഇതൊക്കെ.
മറ്റൊന്ന് ICMA ആണ്, കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടന്റ് ആണ്. നേരത്തെ ഇതിന്റെ പേര് ICW എന്നായിരുന്നു. ഇപ്പൊ അത് മാറ്റിയിട്ടാണ് ICMA എന്നാക്കി, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ട്. ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചാർട്ടേഡ് അക്കൗണ്ടൻസിന്റെ അതേ രീതിയിൽ തന്നെ 3 സ്റ്റേജസ് ആയിട്ടാണ് ICMAയും പോകുന്നത്. അപ്പൊ അതിൽ കോസ്റ്റ് അക്കൗണ്ടിങ് ഉണ്ടാവും, മാനേജ്മെന്റ് അക്കൗണ്ടിങ് ഉണ്ടാവും. ചാർട്ടേഡ് അക്കൗണ്ടന്റ് കമ്പനിയിൽ കമ്പൽസറി ആണ്. ടേൺ ഓവർ കമ്പനീസ് ആക്ട് അമെന്റ്മെന്റ് പ്രകാരം 2013 പ്രകാരം ടേൺ ഓവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ കൂടുതലുള്ള എല്ലാ കമ്പനികളിലും ചാർട്ടേഡ് അക്കൗണ്ടന്റും ഒരു കമ്പനി സെക്രട്ടറി നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കേണ്ടതാണ്. മറ്റൊന്ന് കമ്പനി സെക്രട്ടറി ആണ്. കമ്പനി സെക്രട്ടറിഷിപ്പിൽ ഈ വർഷം കാര്യമായിട്ടുള്ള മാറ്റം വന്നിട്ടുണ്ട്. കമ്പനി സെക്രട്ടറിഷിപ്പ് നേരത്തെ ഡിഗ്രി കഴിഞ്ഞവർക്ക് അതിന്റെ ഫൗണ്ടേഷൻ ഇല്ലാതെ നേരിട്ട് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇന്റർ എന്ന് പറയുന്നത്, ഇന്ററിന്റെ പേര് എക്സിക്യൂട്ടീവ് ആണ്, എക്സിക്യൂട്ടീവിലേക്ക് പോകാൻ പറ്റുമായിരുന്നു. ഈ വർഷം വന്നിരിക്കുന്ന മാറ്റം എല്ലാവരും CEE എന്ന് പറയുന്ന കമ്പനി സെക്രട്ടറീസ് എക്സിക്യൂട്ടീവ്സ് എൻട്രൻസ് എക്സാമിനേഷൻ എന്ന് പറയുന്ന എക്സാം എഴുതിയതിനു ശേഷം മാത്രമേ അതിന്റെ എക്സിക്യൂട്ടീവിലേക്ക്, രണ്ടാമത്തെ കടമ്പയിലേക്ക് പോകാൻ വേണ്ടി പറ്റൂ. +2 കുട്ടികളാണെങ്കിൽ നേരത്തെ CE എക്സാം എഴുതാം. ഇനി അത് കഴിഞ്ഞതിന് ശേഷം എക്സിക്യൂട്ടീവ് പോവാം. എക്സിക്യൂട്ടീവ് 8 പേപ്പർ, അതിനുശേഷം ഫൈനൽ 8 പേപ്പർ. ചാർട്ടേഡ് അക്കൗണ്ടൻസി ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഹാൻഡിൽ ചെയ്യുന്ന അക്കൗണ്ട്സ്, ഓഡിറ്റ്, ടാക്സേഷൻ മേഖലയാണ് പ്രധാനമായും ഹാൻഡിൽ ചെയ്യുന്നത്. അതേസമയം ഒരു കമ്പനി സെക്രട്ടറി ഹാൻഡിൽ ചെയ്യുന്ന അതിന്റെ ലീഗൽ ആസ്പെക്ട്സ് ആണ്. മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ പോലെയുള്ള സിഗ്നേച്ചറി പദവിയുള്ള ഒരു പോസ്റ്റാണ് കമ്പനി സെക്രട്ടറി എന്ന് പറയുന്നത്. മറ്റൊന്ന് CIMA, ICMAയുടെ UK വേർഷനാണ് CIMA. ചാർട്ടേഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് അക്കൗണ്ടന്റ് ആണ്. അത് UK വേർഷൻ ആണെന്നേ ഉള്ളൂ. പൗണ്ട് സ്റ്റേർലിംഗിൽ പേയ്മെന്റ് അടച്ചുകൊണ്ട് ഓൺലൈൻ പേയ്മെന്റ് നമുക്ക് ഓൺലൈൻ കോഴ്സ് വഴി പഠിക്കാൻ പറ്റുന്നതാണ്. ACCA എന്ന് പറയുന്നത് ചാർട്ടേഡ് അക്കൗണ്ടൻസി ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറെ കൂടി സിമ്പിൾ ആയിട്ടുള്ള കോഴ്സാണ്. അസോസിയേഷൻ ചാർട്ടേഡ് സർട്ടിഫൈഡ് അക്കൗണ്ടന്റ് ആണ്. അവിടെ വരുന്ന സർട്ടിഫൈഡ് അക്കൗണ്ടന്റ് ആണ്. CA പോലെ തന്നെ ആർട്ടിക്കിൾഷിപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. വിദേശ രാജ്യങ്ങളിൽ പോവുകയാണെങ്കിൽ ACCA കുറെ കൂടി ബെറ്റർ ആയിരിക്കും. സിമ്പിൾ ആയതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ നിൽക്കുന്ന കുട്ടികളാണെങ്കിൽ CE ആയിരിക്കും കുറെ കൂടി നന്നായിട്ട് വരിക. മറ്റൊന്ന് CFA, ഫൈനാൻഷ്യൽ അനലിസ്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള, ബജറ്റിംഗുമായി ബന്ധപ്പെട്ടുള്ള, ഇക്വിറ്റി ട്രേഡിംഗുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കോഴ്സാണ് സർട്ടിഫൈഡ് ഫൈനാൻഷ്യൽ അനലിസ്റ്റ് എന്ന് പറയുന്നത്. അതും ഒരു ചാർട്ടേഡ് കോഴ്സാണ്. CPAയും CFEയും US ബേസ്ഡ് കോഴ്സാണ്. CAക്ക് ഈക്വലന്റ് ആയിട്ടുള്ള US കോഴ്സാണ് CPA, സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടന്റ് എന്ന് പറയുന്നത്. അത് US പേയ്മെന്റ്, ഡോളറിലാണ് പേയ്മെന്റും കാര്യങ്ങളൊക്കെ വരിക. CFE എന്ന് പറഞ്ഞാൽ USലുള്ള ഓഡിറ്റിംഗുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കോഴ്സാണ്. ഇത്രയാണ് ചാർട്ടേഡ് കോഴ്സുകൾ ഉള്ളത്. മറ്റൊന്ന്, ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞു, ഇതിന്റെ ഭാഗങ്ങളൊക്കെ. കമ്പനി സെക്രട്ടറി, പോസ്റ്റ് ഗ്രാജുവേഷനിലേക്ക് വരുന്ന സമയത്ത് ഹയർ സ്റ്റഡീസിലേക്ക് പോകുമ്പോൾ കൊമേഴ്സ് കുട്ടികൾക്ക് ഒന്നുകിൽ MCOM എടുക്കാം, അല്ലെങ്കിൽ MBA എടുക്കാം. MBA എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്, MBAയുടെ വാല്യൂ എന്ന് പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ടിനാണ്. നിങ്ങൾ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് കഴിയുന്നു അതിനനുസരിച്ചാണ് ക്യാമ്പസ് റിക്രൂട്ട്മെന്റും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇന്ത്യയിലെ പ്രശസ്തമായിട്ടുള്ള, അല്ലെങ്കിൽ ഇന്റർനാഷണൽ തലത്തിൽ തന്നെ നോക്കിയാൽ, ഏഷ്യയിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ പ്രശസ്തമായിട്ടുള്ള സ്ഥാപനമാണ് നമ്മുടെ IIM, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. നമ്മുടെ കോഴിക്കോട് അടക്കമുണ്ട്. അവിടത്തേക്കുള്ള പ്രവേശന പരീക്ഷ എന്ന് പറയുന്നത് CAT ആണ്. ഏത് ഗ്രാജുവേറ്റ്സിനും CAT സ്കോർ ക്വാളിഫൈ ചെയ്തതിനു ശേഷം IIMലേക്ക് പ്രവേശനം നേടാം. മറ്റ് സ്ഥാപനങ്ങൾക്ക് സേവിയർ ലേബർ റിസർച്ച് SAT ആണ്. പിന്നെ കേരളത്തിൽ മറ്റ് സ്ഥാപനങ്ങളിലേക്ക് MAT ഉണ്ട്. പിന്നെ യൂണിവേഴ്സിറ്റികളിലാണെങ്കിൽ അത്തരത്തിൽ യൂണിവേഴ്സിറ്റി എൻട്രൻസ് എക്സാം നടത്താനുണ്ട്. ഏതായാലും IIMഉം അതുപോലെ തന്നെ ഒരുവിധ എല്ലാ മാനേജ്മെന്റ് സ്ഥാപനങ്ങളിലേക്കും പോകാൻ വേണ്ടി പറ്റുന്നത് CAT സ്കോർ ആണ്. കഴിഞ്ഞ വർഷം CAT സ്കോർ നോക്കിയ സമയത്ത് ഏറ്റവും കൂടുതൽ ക്വാളിഫൈ ചെയ്തത് BTech എഞ്ചിനീയറിംഗ് കഴിഞ്ഞ 20 കുട്ടികൾക്ക് 100% മാർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് എനി ഗ്രാജുവേറ്റ്സ് ആണെന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ്, CAT എഴുതാൻ വേണ്ടിയിട്ട്. നമുക്ക് കോഴിക്കോടാണ് IIM ഉള്ളത്. അതുപോലെ തന്നെ IIMൽ മാത്രമല്ല, മറ്റ് സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ, NITകളിൽ, IITകളിൽ, അതുപോലെ തന്നെ ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി പോലുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലൊക്കെ MBAക്കുള്ള അവസരമുണ്ട്. ഒരുപാട് സ്പെഷ്യലൈസേഷൻ വന്നു കഴിഞ്ഞു. MBA ഇന്റർനാഷണൽ ബിസിനസ് ദേശീയ തലത്തിലുള്ള സെൻട്രൽ ഗവൺമെന്റിന്റെ ഫണ്ടോടുകൂടി പ്രവർത്തിപ്പിക്കുന്ന സ്ഥാപനമാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറിൻ ട്രേഡ് ന്യൂഡൽഹി. അവിടെയും MBA കോഴ്സ് ഉണ്ട്. കൊമേഴ്സ് കുട്ടികൾക്ക് എൻട്രൻസോടുകൂടി പോകാൻ വേണ്ടി പറ്റുന്ന സ്ഥാപനമാണ്. ഈവന്റ് മാനേജ്മെന്റ് മേഖലയിൽ കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഇപ്പോൾ കൂടി വരികയാണ്. അതിലും നിങ്ങൾക്ക് കണ്ടെത്താം. പോർട്ട് ആൻഡ് ഷിപ്പിംഗ് മാനേജ്മെന്റ്, പല തുറമുഖമൊക്കെ വന്നതോടുകൂടിയിട്ട് പോർട്ട് ആൻഡ് ഷിപ്പിംഗ് മാനേജ്മെന്റ്, കാർഗോ ഹാൻഡ്ലിംഗ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മേഖലയിൽ നല്ല കരിയർ ഓപ്പർച്യൂണിറ്റീസ് കണ്ടെത്താൻ പറ്റുന്നതാണ് MBA പോർട്ട് ആൻഡ് ഷിപ്പിംഗ് മാനേജ്മെന്റ്. മാരിടൈം യൂണിവേഴ്സിറ്റി പ്രശസ്തമായ സ്ഥാപനമാണ്. അതുപോലെ തന്നെ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, ഗുഡ്സിന്റെ മൂവ്മെന്റ്, ഹോൾസെയിലറും റീറ്റെയിലറും അല്ലെങ്കിൽ പ്രൊഡ്യൂസറും കൺസ്യൂമറും തമ്മിലുള്ള ആ ഗുഡ്സിന്റെ മൂവ്മെന്റ് ഇടയിൽ വരുന്ന കണക്ഷൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോഴ്സുകൾ. ഇത്തരത്തിലുള്ള കോഴ്സുകളൊക്കെ എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്, PG സ്പെഷ്യലൈസേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ കൂടുതൽ കരിയർ ഓപ്പർച്യൂണിറ്റീസ് കണ്ടെത്താൻ വേണ്ടി പറ്റൂ. MBA പോലെയുള്ളത്. ഫുഡ് ടെക്നോളജിയിൽ ചെരുപ്പിന്റെ രൂപകൽപ്പനയും ഡിസൈനിങ്ങുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലെ പ്രശസ്തമായിട്ടുള്ള സ്ഥാപനം NIDയിൽ പോലും ഇതിന്റെ കോഴ്സുകൾ നൽകുന്നുണ്ട്.
ഡിസൈനിങ് കോഴ്സുകൾ നൽകുന്നുണ്ട്. ബാച്ചുലർ ഓഫ് ഡിസൈനിങ് ആണ്. ഏത് പ്ലസ് ടുക്കാർക്കും പോകാൻ വേണ്ടി പറ്റുന്ന കോഴ്സാണ്. ഫുഡ് ടെക്നോളജി സെൻട്രൽ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. ബാങ്കിങ് ആൻഡ് ഫൈനാൻസ് ആയിട്ട് ബന്ധപ്പെട്ടിട്ട് പറയുകയാണെങ്കിൽ ബാങ്ക്സിലൊക്കെ SBI സെപ്പറേറ്റ് ആണ് വിളിക്കുക. മറ്റ് നാഷണലൈസ്ഡ് ബാങ്കുകൾക്ക് ഗ്രാജുവേഷന് ശേഷം ഒരു എക്സാം ആണ് നടന്ന IBPS എന്നുള്ള ബോർഡാണ്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിങ് പേഴ്സണൽ സെലക്ഷൻ ആണ്. ആ രീതിയിൽ ബാങ്കിലൊക്കെ കരിയർ ഓപ്പർച്യൂണിറ്റീസ് കണ്ടെത്താം. സ്റ്റാർട്ടിംഗ് സാലറി ഒരു 40,000 to 50,000 കൊടുക്കെ നാഷണലൈസ്ഡ് ബാങ്കുകൾ ഇപ്പോൾ നൽകുന്നുണ്ട്. ഇൻഷുറൻസ് മേഖലയിൽ വരികയാണെങ്കിൽ ആക്ച്വറൽ സയൻസ് എന്നാണ് ഇൻഷുറൻസ് മേഖലയിലുമായി ബന്ധപ്പെട്ട് പറയുന്നത്. റിസ്ക് അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കറിയാം, നമ്മൾ അത്രമാത്രം വണ്ടികളായാലും എന്തായാലും നഷ്ടസാധ്യതകളുണ്ട്. ആ റിസ്ക് നമ്മൾക്ക് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കോഴ്സാണ് ആക്ച്വറൽ സയൻസ് എന്ന് പറയുന്നത്. മാത്സുമായി ബന്ധപ്പെട്ടുള്ള കണക്ഷനുള്ള കുട്ടികൾക്ക് BSc ആക്ച്വറൽ സയൻസ് അല്ലെങ്കിൽ BA ആക്ച്വറൽ സയൻസ് പോലെയുള്ള കോഴ്സുകൾ എടുക്കാം. ട്രാവൽ ആൻഡ് ടൂറിസം നല്ലൊരു സാധ്യതയാണ്. ട്രാവൽ ആൻഡ് ടൂറിസത്തിൽ കേരളത്തിൽ തന്നെ പ്രശസ്തമായിട്ടുള്ള സ്ഥാപനമുണ്ട്, കിഡ്സ്, കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രാവൽ ആൻഡ് ടൂറിസം സ്റ്റഡീസ്. അവിടെ ഗ്രാജുവേഷൻ കോഴ്സുകളും അതുപോലെ തന്നെ MBA കോഴ്സുകൾ അടക്കം നൽകുന്ന സ്ഥാപനമാണ് കിഡ്സ്. നമ്മുടെ തിരുവനന്തപുരത്തും കോട്ടയത്തൊക്കെ ഉള്ളത്. BTS പോലുള്ള ബാച്ചുലർ ഓഫ് ടൂറിസം സ്റ്റഡീസ് പോലുള്ള ഗ്രാജുവേഷൻ കോഴ്സുകളുണ്ട്. കൂടുതൽ MBA കോഴ്സുകളായിരിക്കും കൂടുതൽ അഭികാമ്യം. അതുപോലെ തന്നെ നമ്മുടെ IATA, FIATA, UFTA പോലെയുള്ള കോഴ്സുകൾ, ഡിപ്ലോമ കോഴ്സുകൾ 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾക്ക് തന്നെ എയർപോർട്ട് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് കാർഗോ ഹാൻഡ്ലിംഗുമായി ബന്ധപ്പെട്ടുള്ള ഡിപ്ലോമ കോഴ്സുകളാണ് IATA, FIFTA, UFTA പോലെയുള്ള ഇന്റർനാഷണൽ ബോഡീസ് നൽകുന്ന ഡിപ്ലോമ കോഴ്സുകൾ. ഇത് കഴിഞ്ഞ 2 മാസം മുമ്പുള്ള പത്രക്കെട്ടാണ്. ഒരു 3 മാസം കോവിഡിന് മുമ്പ് വന്നാണ് ട്രാവൽ ആൻഡ് ടൂറിസത്തിന്റെ സാധ്യതകളെ കുറിച്ചിട്ട്. എയറോസ്റ്റസിന്റെ നേരത്തെ പറഞ്ഞിരുന്നു, +2 ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടി പറ്റുന്നതാണ് എയറോസ്റ്റസ്. അതിന് കോച്ചിങ് നൽകുന്ന സ്ഥാപനങ്ങളുണ്ട്. എയർ ഇന്ത്യ കഴിഞ്ഞ വർഷം, ഈ വർഷമല്ല കഴിഞ്ഞ വർഷം വിളിച്ചതാണ് ക്യാബിൻ ക്രൂ അടക്കമുള്ളത്. ഹോട്ടൽ മാനേജ്മെന്റിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് എക്സാം ആണ് ഓൾ ഇന്ത്യ തലത്തിൽ വരുന്നത്. JEE, ജോയിന്റ് എൻട്രൻസ് എക്സാമിനേഷൻ. നമ്മുടെ IIT-കളിലേക്ക് പോകുന്ന JEE അല്ല, ഇത് ഹോട്ടൽ മാനേജ്മെന്റ്, നാഷണൽ കൗൺസിൽ ഫോർ ഹോട്ടൽ മാനേജ്മെന്റ് കാറ്ററിംഗ് ടെക്നോളജി നടത്തുന്ന എക്സാം ആണ് JEE എന്ന് പറയുന്നത്. ഈ കോഴ്സ് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ കേരളത്തിൽ ദേശീയ തലത്തിലുള്ള സ്ഥാപനം എന്ന് പറയുന്നത് കോവളമാണ്. കോവളത്തുണ്ട്. അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെന്റിന് ഹോട്ടൽ മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് കോഴിക്കോടുണ്ട്. പിന്നെ സെൽഫ് ഫൈനാൻസിംഗിൽ മൂന്നാറിലും വയനാടൊക്കെ ഉണ്ട്. അവിടെയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഹോട്ടൽ മാനേജ്മെന്റ് 3 വർഷത്തെ ബാച്ചലർ ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജി പറയുന്ന കോഴ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് കോഴ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ എക്സാം എഴുതിയിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. 6 സെമസ്റ്റർ ആണ് ഉണ്ടാകുക. ഒരു സെമസ്റ്ററിന് ഏകദേശം 38,000 രൂപയോളം ഫീസ് വരും. കരിയർ ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പഠിക്കുകയാണെങ്കിൽ, ദേശീയ തലത്തിലുള്ള കോവളം പോലെയുള്ള സ്ഥാപനങ്ങളൊക്കെ പഠിക്കുകയാണെങ്കിൽ കുറെ കൂടി കരിയർ ഓപ്പർച്യൂണിറ്റീസ്, ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അതിന്റെയൊക്കെ ഡേറ്റ് നേരത്തെ കഴിഞ്ഞു. ഇപ്പൊ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ എക്സാമും കാര്യങ്ങളൊക്കെ മാറി വന്നുള്ളൂ. ഇതാണ് കൊമേഴ്സ് മേഖലയുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട കോഴ്സുകൾ എന്ന് പറയുന്നത്. ഇനി ഹ്യൂമാനിറ്റീസ് മേഖലയുമായി ബന്ധപ്പെട്ട് 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾ ഹ്യൂമാനിറ്റീസ് എന്തുകൊണ്ട് എടുക്കണം, അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് +2 കഴിഞ്ഞ കുട്ടികൾ ഇനി അങ്ങോട്ട് എങ്ങനെയാണ് നിങ്ങളുടെ കരിയർ ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് പ്രധാനമായും പറയുന്നത്. ഈ ഫോട്ടോസൊക്കെ കാണിച്ചത് നമുക്ക് ഇവരൊക്കെ അറിയുന്നത് കൊണ്ടാണ്. ഇവരൊക്കെ വന്നിരിക്കുന്നത് സിവിൽ സർവീസ് മേഖലയുമായി ബന്ധപ്പെട്ടുള്ളതാണ്. UPSC നടത്തുന്ന 23 മേഖലകളിലേക്കുള്ള പ്രവേശന പരീക്ഷയാണ് സിവിൽ സർവീസ്. അതിൽ ആദ്യ കടമ്പ എന്ന് പറയുന്നത് പ്രിലിമിനറി അല്ലെങ്കിൽ CSAT ആണ്. 2 പേപ്പറാണ് ഉണ്ടാകുക ജനറലുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്. പിന്നെ അതിനുശേഷമാണ് മെയിൻ വരുന്നത്. മെയിനിൽ 9 പേപ്പറിൽ 7 പേപ്പർ ജനറലും 2 പേപ്പർ നമ്മുടെ ഓപ്ഷണൽ ഇലക്റ്റീവ്സും ആയിരിക്കും. അതിനുശേഷം പിന്നെ പേഴ്സണാലിറ്റി ടെസ്റ്റാണ് വരിക. നമ്മുടെ നേരത്തെ പറഞ്ഞ മെയിനിൽ 1750 മാർക്കും പേഴ്സണാലിറ്റി ടെസ്റ്റും ഇന്റർവ്യൂവിലും കൂടി 275 മാർക്ക്, 2025 മാർക്കിന്റെ ക്വാളിഫയിങ് എക്സാം ആണ് UPSC നടത്തുന്ന സിവിൽ സർവീസ്. കഴിഞ്ഞ വർഷം വന്നിരിക്കുന്ന മാറ്റം എന്ന് പറഞ്ഞാൽ, ഈ വർഷത്തോടുകൂടി വന്നിരിക്കുന്ന മാറ്റം, നേരത്തെ റാങ്ക് വൈസ് ആണ്. ടോപ്പിൽ വരുമ്പോൾ IAS, IFS, IPS അങ്ങനെയാണ് പോകുന്നത്. ഈ വർഷം ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് കൂടി നടത്തിയിട്ട് ഈ ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടോ, അഡ്മിനിസ്ട്രേറ്റീവ് IAS ഓഫീസർ ആനുള്ള ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടോ, അല്ലെങ്കിൽ IFS-നുള്ള ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടോ എന്നുകൂടി നോക്കിയതിന് ശേഷമായിരിക്കും ഈ പദവികൾ നൽകുക എന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. അതാണ് ഈ വർഷം വരാൻ വേണ്ടിയിട്ട് പോകുന്ന മാറ്റം എന്ന് പറയുന്നത്. മറ്റൊന്ന്, കൊമേഴ്സ് കഴിഞ്ഞ് പോകുന്ന കുട്ടികൾക്ക്, ഹ്യൂമാനിറ്റീസ് കഴിഞ്ഞ് പോകുന്ന കുട്ടികൾ പ്രധാനമായും ഹ്യൂമാനിറ്റീസ് എടുക്കുന്നതിന് കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് HSCE എക്സാം എഴുതാൻ വേണ്ടിയിട്ടാണ്, ഹ്യൂമാനിറ്റീസ് ആൻഡ് സോഷ്യൽ സയൻസ് എൻട്രൻസ് എക്സാമിനേഷൻ. IIT മദ്രാസിൽ 5 വർഷത്തെ ഇന്റഗ്രേറ്റഡ് കോഴ്സ് ഉണ്ട്. അതിൽ ഡെവലപ്മെന്റൽ സ്റ്റഡീസും അതുപോലെ തന്നെ ഇക്കണോമിക്സിലും 5 വർഷത്തെ PG ആണ്, ഇന്റഗ്രേറ്റഡ് PG ആണ്. +2 കഴിഞ്ഞ ഉടനെ തന്നെ ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു എക്സാമാണ് HSCE എന്ന് പറയുന്നത്. നമ്മുടെ മലയാളി കുട്ടികളൊക്കെ അവിടെയൊക്കെ പ്രവേശനം നേടിയിട്ടുണ്ട്. ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് ആണ്. ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ 100% ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് ആയി എന്ന് തന്നെ പറയാം. അതോടൊപ്പം തന്നെ മറ്റ് സെൻട്രൽ യൂണിവേഴ്സിറ്റികളും ഇന്റഗ്രേറ്റഡ് PG 5 വർഷത്തെ PG കോഴ്സുകൾ നൽകുന്നുണ്ട്.
അപ്പോൾ ഹ്യൂമാനിറ്റീസ് കുട്ടികൾ ഒട്ടും തന്നെ ആകുലപ്പെടേണ്ടതില്ല. കാരണം നമ്മുടെ കേരളത്തിൽ ആണ് ഇന്നൊക്കെ ഹ്യൂമാനിറ്റീസിന് ട്രെൻഡ് കുറവ്. പക്ഷെ ഇന്ന് അതൊക്കെ മാറി വന്നു. ഹ്യൂമാനിറ്റീസിന് അനന്ത സാധ്യതകൾ ഉണ്ട് എന്നുള്ളത് നമ്മുടെ ജനങ്ങളും അതുപോലെ തന്നെ കുട്ടികളും തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. മറ്റൊന്ന്, ഹ്യൂമാനിറ്റീസ് ആൻഡ് സോഷ്യൽ സയൻസ് ഇക്കണോമിക്സ് മേഖലയിൽ നമ്മൾ മൈക്രോ ഇക്കണോമിക്സ് മാത്രമല്ല, ഇക്കണോമിക്സ് മേഖലയിൽ നല്ല സാധ്യതയുള്ളതാണ്. അതിൽ തന്നെ നമുക്കറിയാം, ഞാൻ മൻമോഹൻ സിംഗിന്റെ ഫോട്ടോ തന്നെ വെച്ചിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം റിസർവ് ബാങ്കിന്റെ നമ്മുടെ മുൻ പ്രധാനമന്ത്രി ആയിരുന്നെങ്കിലും റിസർവ് ബാങ്കിന്റെ ഗവർണറൊക്കെ ആയിരുന്നു. അത്തരത്തിൽ ഇക്കണോമിക്സ് മേഖലയിൽ പോകാൻ വേണ്ടിയിട്ടുള്ള PG ഇക്കണോമിക്സ് ഉള്ളവർക്ക് എഴുതാൻ വേണ്ടിയിട്ട് പറ്റുന്ന സിവിൽ സർവീസിന്റെ അതേ പ്രാധാന്യം കിട്ടുന്ന ഒരു എക്സാം ഉണ്ട്, IES, ഇന്ത്യൻ ഇക്കണോമിക് സർവീസ്. ആ IES എഴുതി കഴിഞ്ഞാൽ അനന്ത മേഖലയിലേക്ക് വരാം. ഇക്കണോമിക്സിന് IES മാത്രമല്ല, സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ, ഇക്കണോമിക് അനലിസ്റ്റ് പോലെയുള്ള മേഖലകളിലൊക്കെ കടന്നു വരാൻ വേണ്ടി പറ്റും. പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് IIT മദ്രാസ് ഉണ്ട്, ഡൽഹി സ്കൂൾ ഓഫ് ഇക്കണോമിക്സ് ഉണ്ട്, ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്. അത്തരത്തിലുള്ള ഒരുപാട് സ്ഥാപനങ്ങളിലേക്ക് കടന്നു വരാൻ വേണ്ടിയിട്ട് ഇക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പോകാൻ വേണ്ടി പറ്റും. നേരത്തെ പറഞ്ഞിരിക്കുന്ന ഇക്കണോമിക്സിൽ നിന്നും സാധ്യതകൾ ഒരുപാട് മാറി വന്നു. പുതിയ പുതിയ കോഴ്സുകൾ വന്നു. അതിൽ തന്നെ നമ്മുടെ ഇൻഡസ്ട്രിയൽ ഇക്കണോമിക്സ്, ഇന്റർനാഷണൽ ഇക്കണോമിക്സ്, ഫൈനാൻഷ്യൽ ഇക്കണോമിക്സ്, വേൾഡ് ഇക്കണോമിക്സ് പോലെയുള്ള, അഗ്രികൾച്ചറൽ ഇക്കണോമിക്സ് പോലെയുള്ള പുതിയ പുതിയ കോഴ്സുകൾ വന്നു കഴിഞ്ഞു. IES ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. ഇക്കണോമിക്സ് കഴിഞ്ഞ കുട്ടികൾക്ക് അതുമായി ബന്ധപ്പെട്ടിട്ട് പോകാൻ വേണ്ടി പറ്റുന്ന, ഇനി ഒന്നുമില്ലെങ്കിലും കമ്പനികളിലൊക്കെ ഡിമാൻഡ് സപ്ലൈയുമായി ബന്ധപ്പെട്ടിട്ട് അതിന്റെ അനലിസ്റ്റുകളെ വെക്കാറുണ്ട്. പ്രത്യേകിച്ച് വലിയ വലിയ കമ്പനികളിലൊക്കെ അവിടെയൊക്കെ കറി പറ്റാൻ പറ്റുന്ന ഒരു എക്കണോമിക്സ് എന്ന് പറയുന്നത് ലീഗൽ സ്റ്റഡീസുമായി ബന്ധപ്പെട്ടാണ്. ജഡ്ജ് എന്തിനു വേണ്ടി പഞ്ചായത്ത് സെക്രട്ടറി ആയി കഴിഞ്ഞാലും അല്ലെങ്കിൽ മുനിസിപ്പൽ കോർപ്പറേഷൻ സെക്രട്ടറി ആണെങ്കിലും GST ഓഫീസർ ആണെങ്കിലും LLB ആണ് ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത്. GST ഓഫീസർക്ക് അല്ലെങ്കിൽ LLB അല്ലെങ്കിൽ MCOM. അപ്പോൾ അതുകൊണ്ട് തന്നെ ലീഗൽ മേഖലയിലേക്ക് കടന്നു കഴിഞ്ഞാൽ അനന്ത സാധ്യതകളാണുള്ളത്. ഇപ്പൊ ഒരുപാട് പേര് പോകുന്നുണ്ട്. അതിൽ തന്നെ +2 ശേഷം 5 വർഷത്തെ ഇന്റഗ്രേറ്റഡ് LLB ആണെന്ന് പറഞ്ഞു. ദേശീയ തലത്തിലുള്ള സ്ഥാപനങ്ങളുണ്ട്, കേരളത്തിൽ നടത്തുന്ന സ്ഥാപനങ്ങളുണ്ട്. കേരളത്തിൽ 4 ഗവൺമെന്റ് ലോ കോളേജുകളാണുള്ളത്: കാലിക്കറ്റ്, തിരുവനന്തപുരം, തൃശ്ശൂര്, അതുപോലെ തന്നെ എറണാകുളത്ത്. പിന്നെ ഡിഗ്രിക്ക് ശേഷം 3 വർഷത്തെ LLBക്ക് പോവാം. എൻട്രൻസ് എക്സാം ഉണ്ടാവും. ക്വിസാറ്റ് സെപ്പറേറ്റ് എക്സാം ആണ് വിളിക്കുന്നത്, ക്ലാറ്റ് വേറെയാണ്. ക്വിസാറ്റിൻ്റെത് കാറ്റ് ആണ്. നമ്മുടെ ക്ലാറ്റ് എന്ന് പറഞ്ഞാൽ കോമൺ ലോ അഡ്മിഷൻസ് ടെസ്റ്റ് ആണ്. ക്ലാറ്റ് ദേശീയ തലത്തിലുള്ള ലോ യൂണിവേഴ്സിറ്റീസ്, ന്യൂആൽസ് പോലെയുള്ള ദേശീയ തലത്തിലുള്ള ലോ യൂണിവേഴ്സിറ്റീസിലേക്ക് LLB ചെയ്യാൻ വേണ്ടിയിട്ടുള്ള 5 വർഷത്തെ ഇന്റഗ്രേറ്റഡ് LLB ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എൻട്രൻസ് എക്സാം ആണ് ക്ലാറ്റ് എന്ന് പറഞ്ഞ. ഈ വർഷം ക്ലാറ്റ് മാറ്റി വെച്ചിരിക്കുകയാണ് COVID-19 പശ്ചാത്തലത്തിൽ. കേരളത്തിൽ വരികയാണെങ്കിൽ ഒരുപാട് സ്ഥാപനങ്ങളുടെ, എല്ലാ യൂണിവേഴ്സിറ്റികളുടെയും അണ്ടറിൽ സ്ഥാപനങ്ങളുടെ ലോ അക്കാഡമി ഉണ്ട്. ആ മേഖലയിലൊക്കെ പോവാം. ഇനി ജേർണലിസവുമായി ബന്ധപ്പെട്ടിട്ട് പറയുകയാണെങ്കിൽ, ജേർണലിസത്തിൽ പോകുന്ന കുട്ടികളോട് പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്താനുള്ളത്, ജേർണലിസം എന്ന് കണ്ട് വേഗം അങ്ങ് ചാടി പോകരുത്. ജേർണലിസത്തിലേക്ക് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അതിനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്. നിങ്ങൾ ഹാർഡ് വർക്കിംഗ് ആണോ, ഡെഡിക്കേറ്റഡ് ആണോ, നല്ല റീഡിംഗ് സ്കിൽ ഉണ്ടോ, റൈറ്റിംഗ് സ്കിൽ ഉണ്ടോ, അതൊക്കെ നോക്കിയതിനു ശേഷം മാത്രമേ ജേർണലിസം മേഖലയിലേക്ക് പോകാൻ വേണ്ടി പാടുള്ളൂ. ജേർണലിസത്തിൽ പോകുമ്പോൾ പ്രിഫറബിളി ഗ്രാജുവേഷൻ എന്ന് പറയുന്ന ഒരു ലാംഗ്വേജിൽ ഗ്രാജുവേഷൻ എടുക്കുക. BA ഇംഗ്ലീഷോ അല്ലെങ്കിൽ മലയാളോ മറ്റേത് ഹിന്ദിയോ ഏതെങ്കിലും ലാംഗ്വേജിൽ ഗ്രാജുവേഷൻ എടുത്തതിന് ശേഷം പോസ്റ്റ് ഗ്രാജുവേഷൻ MCJ, മാസ്റ്റർ ഓഫ് കമ്മ്യൂണിക്കേഷൻ ജേർണലിസം, ഇനി അല്ല MA ജേർണലിസം, ഇനി അല്ല പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമകൾ, അത്തരത്തിലുള്ള മേഖലയിലൊക്കെ നിങ്ങൾക്ക് ജേർണലിസവുമായി ബന്ധപ്പെട്ട് പോകാൻ വേണ്ടി പറ്റുന്നതാണ്. പ്രിന്റ് മീഡിയ, വിഷ്വൽ മീഡിയ, ഒരുപാട് മേഖലകളിൽ ജേർണലിസവുമായി ബന്ധപ്പെട്ട് കരിയർ ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് കണ്ടെത്താൻ വേണ്ടി പറ്റും. ജേർണലിസവുമായി ബന്ധപ്പെട്ട് പറഞ്ഞു കഴിഞ്ഞാൽ IITയുടെയും IIMന്റെയും അതേ പദവിയുള്ള ഒരു സ്ഥാപനമാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ ന്യൂഡൽഹി. അതുപോലെ തന്നെ JNU, ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി ഒക്കെ ജേർണലിസത്തിൽ നല്ല സ്ഥാപനങ്ങളാണ്. റേഡിയോ ജോക്കി എന്ന് പറഞ്ഞാൽ ഡിപ്ലോമ കോഴ്സാണ്. ഭാഷയുമായി ബന്ധപ്പെട്ടിട്ട് പറയുകയാണെങ്കിൽ ഇംഗ്ലീഷ് ഭാഷ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രമായിട്ടൊരു സ്ഥാപനമുണ്ട്. നമുക്കറിയാം ഹൈദരാബാദിലുള്ള IFLU ആണ്, ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജസ് യൂണിവേഴ്സിറ്റി ഹൈദരാബാദ്. അവിടെ ഇംഗ്ലീഷ് ഭാഷ മാത്രമല്ല വിദേശ ഭാഷകളടക്കം പഠിപ്പിക്കുന്ന കോഴ്സുകളാണ്. 4 വർഷത്തെ ഡിഗ്രി കോഴ്സ് ഉണ്ട്. PhD അടക്കം ചെയ്യാൻ വേണ്ടി പറ്റുന്ന ദേശീയ തലത്തിലുള്ള സ്ഥാപനമാണ് IFLU എന്ന് പറയുന്നത്. IFLUവിന്റെ ഇനിയിപ്പോ വിദേശ ഭാഷകൾ പഠിക്കാൻ വേണ്ടിയിട്ടാലും അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് കൂടുതൽ ഉള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ഒരുപാടുണ്ട്.
അതിനു വേണ്ടിയിട്ട് സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് സെപ്പറേറ്റ് എക്സാം നടത്തുന്നുണ്ട്. ക്വെസറ്റ് എന്ന പേര്, സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് കോമൺ എൻട്രൻസ് ടെസ്റ്റ് എന്നുള്ളതിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്കുള്ള ടെസ്റ്റ് നടക്കുന്നുണ്ട്. അതിൽ നമ്മൾ സെൻട്രൽ യൂണിവേഴ്സിറ്റി ആദ്യം പറയുന്ന സമയത്ത് JNU നമ്മളൊക്കെ കേട്ടതാണ്, ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഒരുപാട് കോഴ്സുകൾ ഹ്യൂമാനിറ്റീസുമായിട്ട് ബന്ധപ്പെട്ടുള്ള അനന്തമായിട്ടുള്ള കോഴ്സുകളാണ് JNUവിലുള്ളത്. ഒരുപാട് മലയാളി കുട്ടികൾ അവിടെ പഠിക്കുന്നുണ്ട്. അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സംഘടനകളുണ്ട്. നമ്മൾ പോകുന്ന സമയത്ത് പ്രത്യേകിച്ചും കുട്ടികളോട് പറയാനുള്ളത്, ദേശീയ തലത്തിലുള്ള എൻട്രൻസ് എക്സാമുകളൊക്കെ എഴുതാം. കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ടതല്ല കരിയർ എന്ന് പറയുന്നത്. നിങ്ങളുടെ ഫാമിലിയുടെ സപ്പോർട്ട് നിങ്ങൾ എടുക്കണം. പിന്നെ മറ്റൊന്ന്, നിങ്ങളെ കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള ഒരു ധാരണ വേണം. മലയാളി കുട്ടികളാണ് ഏറ്റവും കൂടുതൽ പുറമേ പോയിട്ട് മറ്റ് പ്രശ്നങ്ങളിലൊക്കെ പെടുന്നത്. അതൊക്കെ നിങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഒരുപക്ഷെ നിങ്ങളുടെ രക്ഷിതാക്കളും ഭയപ്പെടുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസം ഉണ്ടെങ്കിൽ രക്ഷിതാക്കൾക്കും നിങ്ങളുടെ വിശ്വാസം ഉണ്ടാവും. ആ രീതിയിൽ വിശ്വാസം ആർജിച്ചുകൊണ്ട് നിങ്ങൾക്ക് വ്യക്തമായ ലക്ഷ്യബോധത്തോടുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നല്ല നല്ല സ്ഥാപനങ്ങളിലൊക്കെ പോയി പഠിക്കുവാനും നല്ല കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കണ്ടെത്താൻ വേണ്ടിയിട്ട് സാധിക്കും. മറ്റൊന്ന് ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ്. ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഹ്യൂമാനിറ്റീസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു സ്ഥാപനമാണ്. കൂടുതൽ ഹ്യൂമാനിറ്റീസ് മേഖലയുമായി ബന്ധപ്പെട്ടുള്ളതാണ്. സയൻസും വരുന്നുണ്ട്, എല്ലാ ഇതും വരുന്നുണ്ട്. ജാമിയ മിലിയ ഇസ്ലാമിയ ഡൽഹിയിലുള്ളതാണ്. അവിടെ ബിടെക് കോഴ്സുകളടക്കം ഈ പറഞ്ഞിരിക്കുന്ന സെൻട്രൽ യൂണിവേഴ്സിറ്റികളൊക്കെ ഉണ്ട്. അതൊക്കെ റമീസ് സാർ പിന്നീട് പറയുന്നതായിരിക്കും. ജാമിയ മിലിയ ഇസ്ലാമിയ മാസ് കമ്മ്യൂണിക്കേഷൻ, നേരത്തെ ജേർണലിസവുമായിട്ട് ബന്ധപ്പെട്ടായാലും ഒക്കെ പ്രശസ്തമായിട്ടുള്ള ഒരു സ്ഥാപനമാണ് ജാമിയ മിലിയ ഇസ്ലാമിയ എന്ന് പറയുന്നത്. മറ്റൊന്ന് ഹിന്ദു ബനാറസ് യൂണിവേഴ്സിറ്റി. ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നതും ഹ്യൂമാനിറ്റീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് കോഴ്സുകൾ ഉള്ള സ്ഥാപനമാണ് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി. ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ മാത്രം ഏകദേശം 500ഓളം കോഴ്സുകൾ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ മാത്രം കിടക്കുന്നുണ്ട്. ഡൽഹി യൂണിവേഴ്സിറ്റിയിലേക്കുള്ള അഡ്മിഷൻ എന്ന് പറയുന്നത് എൻട്രൻസ് എക്സാം അല്ല, ക്വെസറ്റിന്റെ അണ്ടറിൽ DUയിലേക്ക് അഡ്മിഷൻ വരുന്നില്ല. കൂടുതലും +2 മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ്. വളരെ കുറച്ച് കോഴ്സുകളിലേക്ക് മാത്രമേ ഡൽഹി യൂണിവേഴ്സിറ്റി എൻട്രൻസ് എക്സാമിന്റെ അടിസ്ഥാനത്തിൽ പ്രവേശനം നടത്തുള്ളൂ. +2 മാർക്കാണ് DUവിന്റെ പ്രധാനപ്പെട്ട പ്രവേശന മാർഗം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഡൽഹി സ്കൂൾ ഓഫ് ഇക്കണോമിക്സ് പ്രശസ്തമായിട്ടുള്ള ഒരു സ്ഥാപനമാണ്. ഇക്കണോമിക്സ് മേഖലയിലൊക്കെ പോകുന്ന കുട്ടികൾക്കുള്ളത്. ഇഫ്ലു ഞാൻ നേരത്തെ പറഞ്ഞു, ഹൈദരാബാദിലാണ്. ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജസ് യൂണിവേഴ്സിറ്റി. സ്റ്റേറ്റിലേക്ക് വരികയാണെങ്കിൽ യൂണിവേഴ്സിറ്റി ഓഫ് മദ്രാസ് ഉണ്ട്, ബോംബെ യൂണിവേഴ്സിറ്റി ഉണ്ട്. അതുപോലെ തന്നെ കേരളത്തിൽ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഭാഷ അല്ലെങ്കിൽ വിദേശ ഭാഷകളൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് ക്വിസാറ്റ് ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയിൽ ക്വിസാറ്റിൽ വിദേശ ഭാഷകളുണ്ട്. കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ, യൂണിവേഴ്സിറ്റി ഓഫ് കേരളയിലുണ്ട്, നമ്മുടെ സ്വന്തം യൂണിവേഴ്സിറ്റി കണ്ണൂർ യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, MG യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ പുതുതായിട്ട് വന്നിരിക്കുന്ന മലയാളം യൂണിവേഴ്സിറ്റി, സാൻസ്ക്രിറ്റ് യൂണിവേഴ്സിറ്റി. അവിടെയൊക്കെ നിങ്ങൾക്ക് ഭാഷകളുമായി ബന്ധപ്പെട്ടിട്ട് ഹ്യൂമാനിറ്റീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോഴ്സുകൾ പഠിക്കാനുള്ള അവസരങ്ങളുണ്ട്. ഫിലിം മേഖലയുമായി ബന്ധപ്പെട്ട് പ്രശസ്തമായിട്ടുള്ള ഓൾ ഇന്ത്യ തലത്തിലുള്ള 2 സ്ഥാപനങ്ങളാണ്. ഒന്ന് ഫിലിംസ് ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് പൂനെ, മറ്റൊന്ന് സത്യജിത് റായ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് കൽക്കട്ടയിലുള്ളത്. ഈ 2 സ്ഥാപനങ്ങളിലും ഡിപ്ലോമ, PG ഡിപ്ലോമ കോഴ്സുകൾ ഡയറക്ടിങ്, ആക്ടിങ്, കഥ, തിരക്കഥ, സംഭാഷണം തുടങ്ങിയ മേഖലകളിലേക്ക് ആ കരിയർ ഓപ്പർച്യൂണിറ്റീസിലെ കുട്ടികൾക്ക് കടന്നു വരാൻ വേണ്ടി പറ്റുന്ന കോഴ്സുകൾ നൽകുന്നുണ്ട്. എൻട്രൻസ് എക്സാം ഉണ്ട്, കുറച്ച് ഫീസ് കൂടുതലാണ്. ഏകദേശം 3500 രൂപയോളം എൻട്രൻസ് എക്സാമിന് വരുന്നുണ്ട്. വരയുമായി ബന്ധപ്പെട്ടുള്ള കുട്ടികൾക്ക് ബാച്ചിലർ ഓഫ് ഫൈനാൻസ് 4 വർഷത്തെ BFA കോഴ്സുകൾ നൽകുന്നുണ്ട്. നമ്മുടെ കേരളത്തിലാണെങ്കിൽ കിഴക്കേ നടയിൽ ഗുരുവായൂരിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മ്യൂറൽ പെയിന്റിംഗ് സ്ഥാപനമുണ്ട്. പിന്നെ ഡൽഹി യൂണിവേഴ്സിറ്റി, പൂനെ യൂണിവേഴ്സിറ്റി പോലെയുള്ള ഒരുപാട് സ്ഥാപനങ്ങളിൽ, ജാമിയ മിലിയ ഇസ്ലാമിയ പിന്നെ സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. ഇന്റീരിയർ ഡിസൈനിങ് ഏത് മേഖലക്കാർക്കും പോകാൻ വേണ്ടി പറ്റുന്നതാണ്. സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസുകാർക്ക് ഒരുപോലെ കടന്നെത്താൻ വേണ്ടി പറ്റുന്ന ഒരു മേഖലയാണ് ഇന്റീരിയർ ഡിസൈനിങ് എന്ന് പറയുന്നത്. കുറെ കൂടി കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഇപ്പോൾ കൂടി വരുന്നുണ്ട് ഇന്റീരിയർ ഡിസൈനിങ്ങിൽ. ഒരുപാട് ആൾക്കാർ ഈ മേഖലയിലേക്കും വരുന്നുണ്ട്. അതുകൊണ്ട് ഈ കോഴ്സ് എടുക്കുന്ന സമയത്ത് നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട്, MG യൂണിവേഴ്സിറ്റിയിലാണ് ഇന്റീരിയർ ഡിസൈനിങ്ങിന്റെ കൂടുതൽ കോഴ്സ് ഉള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നോക്കിയിട്ട് കോഴ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഡിസൈനിങ് പഠിക്കാൻ വേണ്ടിയിട്ട് ഏത് ഗ്രാജുവേറ്റ്സിനും പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ നൽകുന്ന സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഫണ്ടോടുകൂടി പ്രവർത്തിക്കുന്ന സ്ഥാപനമുണ്ട്. നമ്മുടെ CDIT PG ഡിപ്ലോമ ഇൻ ഡിസൈനിങ് കോഴ്സ് നൽകുന്നുണ്ട്. ഫാഷൻ ഡിസൈനിങ് വിശദമായിട്ട് റമീസ് സാർ പറയും. ഫാഷൻ ഡിസൈനിങ്ങിൽ ഡിസൈൻ മേഖല മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഫാഷൻ ടെക്നോളജി റമീസ് സാർ പറയുന്നതായിരിക്കും. ഫാഷൻ ഡിസൈനിങ്ങിൽ 16 നിഫ്റ്റുകളാണ് നമ്മൾ കോളേജ് തലത്തിലുള്ളത്. അതിൽ നമുക്ക് ഒരെണ്ണം ധർമ്മശാലയിലും അങ്ങോട്ടുപറമ്പുള്ള നിഫ്റ്റാണ്. അവിടെ 2 കോഴ്സുകളുണ്ട്, ബാച്ചുലർ ഓഫ് ഫാഷൻ ടെക്നോളജിയും ബാച്ചുലർ ഓഫ് ഡിസൈനിങ്ങും. ബാച്ചുലർ ഓഫ് ഡിസൈനിങ് ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ് ഗ്രൂപ്പുകാർക്കൊക്കെ എടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു കോഴ്സാണ്. ക്യാമ്പസ് പ്ലേസ്മെന്റ് ആണ്. അനിമേഷൻ മേഖലയായിട്ട് ഗ്രാഫിക് ഡിസൈനിങ്, അനിമേഷൻ മേഖലയിലേക്ക് പോകുന്ന കുട്ടികൾക്ക് കരിയർ ഓപ്പർച്യൂണിറ്റീസ് കേരളത്തിൽ കുറവാണെങ്കിലും കേരളത്തിലേക്ക് പുറത്തു പോകുന്ന സമയത്ത് നല്ല സാധ്യതകൾ കണ്ടെത്താൻ വേണ്ടി പറ്റും. നമ്മുടെ നിഫ്റ്റ് ബാംഗ്ലൂരിൽ അടക്കം അനിമേഷന്റെ ഫാഷൻ ഡിസൈനിങ് കോഴ്സുകളുണ്ട്.
അപ്പം അത്തരത്തിലുള്ള പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ പോയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, IIT ബോംബെയിൽ അതിൽ മാസ്റ്റർ PG കോഴ്സാണുള്ളത്. ബിറ്റ്സാറ്റിൽ, ബിർള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിലൊക്കെ ഉണ്ട്. ടീച്ചിങ് മേഖലയിൽ ഏത് കോഴ്സുകാർക്കും വരാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. 10ാം ക്ലാസ്സും PPTTs ഉണ്ടെങ്കിൽ നമുക്ക് LKG UKG കുട്ടികളെ പഠിപ്പിക്കാം. അതോടൊപ്പം തന്നെ 1 മുതൽ 7 വരെ, നിലവിൽ 1 മുതൽ 7 വരെ തന്നെയാണ്. 1 മുതൽ 7 വരെയുള്ള കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ +2 ശേഷം DED, നേരത്തെ TTC ആയിരുന്നു, ഇപ്പോൾ അത് DED ആക്കി, ഡിപ്ലോമ ഇൻ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ എലമെന്ററി എഡ്യൂക്കേഷൻ, DED ക്വാളിഫൈ ചെയ്യുക. അതോടൊപ്പം തന്നെ കേട്ടറ്റ് എന്നുള്ള എക്സാം കൂടി, കേരള ടീച്ചേഴ്സ് എൻട്രൻസ് ടെസ്റ്റ്, എലിജിബിലിറ്റി ടെസ്റ്റ് എന്നുള്ള ടെസ്റ്റ് കൂടി ക്വാളിഫൈ ചെയ്യേണ്ടതുണ്ട്. ഹൈസ്കൂൾ ടീച്ചർ ആണെങ്കിൽ 8 മുതൽ 10 വരെ ആണെങ്കിൽ ഗ്രാജുവേഷന് ശേഷം BED 2 വർഷത്തെ BED പിന്നെ കേട്ടറ്റ് ക്വാളിഫൈ ചെയ്യണം. ഹയർ സെക്കൻഡറിയിലേക്ക് വരുന്ന സമയത്താണെങ്കിൽ 50% മാർക്കോട് കൂടിയിട്ട് BED, 50% മാർക്കോട് PGയും അതേ വിഷയത്തിൽ തന്നെയുള്ള BEDും അതോടൊപ്പം തന്നെ ഈ ഏതെങ്കിലും ഒരു അഡീഷണൽ ക്വാളിഫിക്കേഷൻ, സെറ്റ്, നെറ്റ്, MPhil, MEd, PhD പോലെയുള്ള ഒരു ക്വാളിഫിക്കേഷൻ കൂടി ഉണ്ടായിരിക്കണം. കോളേജ് പ്രൊഫസറായിട്ട്, അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് പോകാൻ വേണ്ടിയിട്ട് PhD നിലവിൽ നിർബന്ധമാക്കിയിട്ടില്ല. ഏതായാലും UGC നോംസ് ഉൾപ്പെടുത്തിയിട്ട് നിർബന്ധമാക്കുമെന്ന് 2020 പറഞ്ഞിരുന്നെങ്കിലും ഇതുവരെ ആയിട്ടില്ല. 55% മാർക്കോട് കൂടിയിട്ട് PGയും അതോടൊപ്പം തന്നെ നെറ്റ്, പിന്നെ സ്റ്റേറ്റ് ലെവൽ എലിജിബിലിറ്റി ടെസ്റ്റ് അതെല്ലായ്പ്പോഴും ഉണ്ട്. PhDയും ഒരു വർഷത്തിന് അനുസരിച്ചിട്ടാണ് കൊടുക്കുക. അപ്പോൾ 55%, നിലവിൽ 50% മാർക്കോട് കൂടിയിട്ട് PGയും നെറ്റുമാണ് കോളേജുകളിലേക്കുള്ള പ്രവേശനം എന്ന് പറയുന്നത്. മത്സര പരീക്ഷകളൊക്കെ നമുക്ക് പിന്നീട് ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് 3 നടക്കുന്നുണ്ട്. അതൊരു പക്ഷേ റമീസ് സാറ് പറയുമായിരിക്കും. ഏതായാലും ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് ഹ്യൂമാനിറ്റീസ് കൊമേഴ്സ് കുട്ടികളുടെ സാധ്യതകളെ കുറിച്ചിട്ടുള്ളതാണ്. ഇനി സയൻസ് കുട്ടികളെ കുറിച്ചിട്ടുള്ള സാധ്യതകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നത് റമീസ് സാറായിരിക്കും. അതിനുശേഷം നമുക്ക് ഗുഡ് മോർണിംഗ് അഗൈൻ. അപ്പോൾ നേരത്തെ ഇവിടെ ആഷിഖ് സാറ് കോഴ്സ് ഹ്യൂമാനിറ്റി മേഖലയുടെ കുറിച്ചാണ് പറഞ്ഞത്. കഴിഞ്ഞാൽ +2 കഴിഞ്ഞ ലാബ് സ്റ്റഡീസ് ആണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതിൽ നമുക്കറിയാം, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഭൂരിഭാഗം കുട്ടികളും ഏത് ആയാലും പിന്നെ സയൻസ് എടുത്തു കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ഉദ്ദേശിക്കുന്ന മേഖലയാണ് മെഡിക്കൽ ഫീൽഡ്. പോലും ഒന്ന് എൻട്രൻസ് പരീക്ഷ എഴുതി നോക്കാം എന്നുള്ള ഇതിന് സാധ്യത ധാരാളം കുട്ടികൾ, ഏകദേശം ഈ വർഷം കേരളത്തിൽ 1,00,000-ലധികം കുട്ടികളാണ് നീറ്റ് വേണ്ടി ചെയ്യുന്നതും അതുപോലെ തന്നെ അതിനുവേണ്ടി അപ്ലൈ ചെയ്തിരിക്കുന്നത്. അപ്പം ഇന്ത്യയിലെ വലിയ ഒരു പരീക്ഷയാണ് നീറ്റ് പരീക്ഷ, നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് എക്സാം. അപ്പൊ ഇന്ത്യയിൽ മെഡിക്കൽ പ്രവേശനത്തിന് കഴിഞ്ഞ വർഷം വരെ 3 പരീക്ഷ ഉണ്ടായിരുന്നു. എയിംസും ജിപ്മറും പ്രത്യേകമായിരുന്നു. ഈ വർഷം അത് മാറി എല്ലാം നീറ്റ് വഴിയാക്കിയിട്ടുണ്ട്. അപ്പൊ ഏത് തരത്തിലുള്ള പ്രവേശനം കിട്ടണമെങ്കിൽ ഇന്ത്യയിൽ നീറ്റ് പരീക്ഷ വഴി മാത്രമേ നമുക്ക് പ്രവേശനം കിട്ടുകയുള്ളൂ. അപ്പൊ അതിൽ തന്നെ നമുക്ക് ഓൾ ഇന്ത്യ കോട്ട ഉണ്ട്. നീറ്റിൽ തന്നെ ഇപ്പോൾ നമുക്കിപ്പോൾ കേരളത്തിലെ ഒരു കുട്ടിക്ക് തമിഴ്നാട്ടിലോ കർണാടകയിലോ ഉള്ള ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ BBS BDS പഠിക്കണമെന്നുണ്ടെങ്കിൽ മെഡിക്കലിന്റെ ഓൾ ഇന്ത്യ കോട്ട കൗൺസിലിങ്ങിലൂടെ നമുക്ക് അതിലേക്ക് വരാം. അതുപോലെ തന്നെ ആയുഷ് കോഴ്സുകൾ, ആയുർവേദ കോഴ്സുകൾ, യുനാനി, സിദ്ധ, ഹോമിയോ ഇങ്ങനെയുള്ള കോഴ്സുകൾ കേരളത്തിലോ കേരളത്തിന് പുറത്തോ ഉള്ള ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് ഓൾ ഇന്ത്യ കോട്ട വഴി അതിലേക്ക് വരാവുന്നതാണ്. അതുപോലെ തന്നെ വെറ്ററിനറി കോഴ്സിനും ഓൾ ഇന്ത്യ കോട്ട അഡ്മിഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇന്ത്യയിൽ നീറ്റ് പരീക്ഷയിലൂടെ നമുക്ക് കോട്ട അഡ്മിഷൻ ഉണ്ട്. അതുപോലെ തന്നെ മെഡിക്കൽ കോളേജുകളിൽ അഡ്മിഷൻ കിട്ടണമെങ്കിലും നീറ്റ് തന്നെയാണ്. മാനേജ്മെന്റ് കോട്ട അഡ്മിഷൻ, അതുപോലെ തന്നെ NRI കോട്ട, കേരളത്തിലോ പുറത്തോ ഉള്ള സ്ഥാപനങ്ങളിൽ NRI കോട്ട അഡ്മിഷൻ, ESI കോട്ട. ചില രക്ഷിതാക്കള് ESI രജിസ്ട്രേഷൻ ഉള്ളവരുണ്ട്. പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് എംപ്ലോയ്മെന്റ് സ്റ്റേറ്റ് ഇൻഷുറൻസ് അതിന്റെ രജിസ്ട്രേഷൻ ഉള്ള ആളുകളാണെങ്കിൽ അവരുടെ മക്കൾക്ക് ESI കോട്ടയുണ്ട്. അതുപോലെ തന്നെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, എയിംസ്, ജിപ്മർ, സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ, പ്രൈവറ്റ് മെഡിക്കൽ കോളേജ്, ഡീംഡ് മെഡിക്കൽ കോളേജ്, ഇവിടെയൊക്കെ അഡ്മിഷൻ കിട്ടണമെങ്കിൽ നീറ്റ് നിർബന്ധമാണ്. നീറ്റ് ക്വാളിഫൈ ചെയ്താൽ മാത്രമേ ഏത് തരത്തിലുള്ള സീറ്റും നമുക്ക് ലഭ്യമാവുകയുള്ളൂ. മറ്റൊന്ന് മനസ്സിലാക്കേണ്ടത്, പല കുട്ടികൾക്ക് ഇപ്പോഴും സംശയമുള്ളതാണ്, നീറ്റിന് അപ്ലൈ ചെയ്താൽ പോരെ, കീമിന് അപ്ലൈ ചെയ്യണോ മെഡിക്കൽ അഡ്മിഷൻ കിട്ടണമെങ്കിൽ? നീറ്റ് മാത്രമാണ് മെഡിക്കൽ പരീക്ഷ നടത്തുന്നത്, ശരിയാണ്. പക്ഷെങ്കിൽ കേരളത്തില് അപ്പോൾ കേരളത്തില് മെഡിക്കൽ പ്രവേശന നടപടികൾ സ്വീകരിക്കുന്നത് കീമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നീറ്റിനെ അപേക്ഷിക്കുന്നതോടൊപ്പം തന്നെ കേരളത്തിലെ മെഡിക്കൽ കോഴ്സുകൾക്ക് പ്രവേശനം കിട്ടണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ കീമിന് അപേക്ഷിച്ചിരിക്കണം. കീം മെഡിക്കൽ പ്രവേശന പരീക്ഷ നടത്തുന്നില്ല. എഞ്ചിനീയറിംഗിനും ഫാർമസിക്കും മാത്രമാണ് കീം പ്രവേശന പരീക്ഷ നടത്തുന്നത്. ബാക്കി
നീറ്റ് മെഡിക്കലിന്റെ പരീക്ഷ നടത്തുന്നത് നീറ്റാണ്. പക്ഷെ ആ നീറ്റിന് അപേക്ഷിച്ചാലും പരീക്ഷ എഴുതിയാലും കീമിന് നിങ്ങൾ അപേക്ഷിക്കൽ നിർബന്ധമാണ്. എങ്ങനെയെങ്കിൽ മാത്രമേ നിങ്ങൾ കേരളത്തിൽ അഡ്മിഷൻ കിട്ടുകയുള്ളൂ. പിന്നെ കേരളത്തിൽ ഈ നീറ്റ് വഴി നീറ്റിന്റെ റാങ്ക് വെച്ചിട്ട് അഡ്മിഷൻ കൊടുക്കുന്ന 10 കോഴ്സുകളുണ്ട്. ഈ സ്ക്രീനിൽ കാണിക്കുന്ന 10 കോഴ്സുകളിൽ ഏതെങ്കിലും ഒന്നിന് നിങ്ങൾക്ക് പ്രവേശനം കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ നീറ്റ് പരീക്ഷ എഴുതണം. BSc അഗ്രികൾച്ചർ, ഫിഷറി സയൻസ്, വെറ്റിനറി സയൻസ്, ഫോറസ്ട്രി, സിദ്ധ, യുനാനി, ആയുർവേദം, ഹോമിയോ, BDS, MBBS ഇതിലേത് കോഴ്സിന് പ്രവേശനം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നീറ്റ് വഴി മാത്രമാണ് കേരളത്തിൽ നമുക്ക് അഡ്മിഷൻ കിട്ടുക. അതല്ലാതെ നീറ്റ് എഴുതാത്ത ഒരു കുട്ടിക്കും ഇതിലൊരു കോഴ്സിനും ഇവിടെ അഡ്മിഷൻ കിട്ടുകയില്ല. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ അതുകൊണ്ട് കേരളത്തിൽ പ്രവേശനം കിട്ടണമെങ്കിൽ കീമിന് പ്രത്യേകം അപ്ലൈ ചെയ്തിരിക്കണം. മറ്റൊന്ന്, കേരളത്തിൽ നമുക്കറിയാം 10 ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളാണുള്ളത്. പരിയാരം, കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ നമ്മുടെ ജില്ലയിലുള്ള ഉൾപ്പെടെ 10 ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളാണ് ഇന്ന് നിലവിലുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല റാങ്ക് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടും. ഇപ്പൊ കഴിഞ്ഞ വർഷം തന്നെ ജനറൽ കാറ്റഗറിയിൽ 1200 കേരള മെഡിക്കലിന്റെ ലാസ്റ്റ് റാങ്ക്. അത് മുസ്ലിം കാറ്റഗറിയിൽ മുസ്ലിം റിസർവേഷനിൽ വരുന്ന സമയത്ത് 1400 സംതിങ് ആണ് പോയത്. അപ്പൊ അത്രയും ടൈറ്റ് കോമ്പറ്റീഷനാണ്. അപ്പൊ നല്ല റാങ്കിൽ വന്നാൽ മാത്രമാണ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നമുക്ക് ചുരുങ്ങിയ ഫീസിൽ പഠിക്കാൻ പറ്റും. അതല്ലെങ്കിൽ പിന്നെ നമ്മൾ പഠിക്കേണ്ടത് സെൽഫ് ഫൈനാൻസിങ് കോളേജിലാണ്. ഇപ്പൊ കഴിഞ്ഞ വർഷം 1410 മുസ്ലിം റാങ്ക് എന്ന് പറഞ്ഞാൽ 1500 മുതൽ അങ്ങോട്ടുള്ളതൊക്കെ പിന്നെ പ്രൈവറ്റ് കോളേജിലാണ് നമ്മൾ പഠിക്കേണ്ടത്. പ്രൈവറ്റ് കോളേജ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ചില കുട്ടികൾക്ക് ഇപ്പോൾ തെറ്റിദ്ധാരണയുണ്ട് ഫീസ് കുറവാന്നുള്ളത്. ഫീസ് പ്രൈവറ്റ് കോളേജിൽ മെറിറ്റ് സീറ്റ് ആണെങ്കിലും ഫീസ് 7 ലക്ഷം 8 ലക്ഷം രൂപയാണ് ഒരു കൊല്ലത്തെ ഫീസ്. അപ്പോൾ ഗവൺമെന്റ് കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ നമുക്കുള്ള ഓപ്ഷൻ പ്രൈവറ്റിലുള്ള മെറിറ്റ് സീറ്റ് എന്ന് പറയുന്നത് 8 ലക്ഷം 7 ലക്ഷം രൂപ ഫീസുള്ള കോഴ്സാണ്, അല്ലെങ്കിൽ ആ സീറ്റാണ്. പിന്നെ ഉള്ളത് NRI സീറ്റാണ്. NRI സീറ്റ് 20 ലക്ഷം രൂപയാണ് കഴിഞ്ഞ വർഷത്തെ ഫീസ്. അപ്പൊ ആ രൂപത്തില് പിന്നെ നല്ല റാങ്ക് വന്നാൽ മാത്രമേ ഗവൺമെന്റിലായാലും പ്രൈവറ്റിലായാലും അഡ്മിഷൻ കിട്ടുകയുള്ളൂ. അപ്പൊ അങ്ങനെ നീറ്റിൽ വരാൻ ആഗ്രഹിക്കുന്ന മെഡിക്കൽ കോളേജിലേക്ക് മെഡിക്കൽ പ്രവേശനം ആഗ്രഹിക്കുന്ന കുട്ടികളാണെങ്കിൽ വളരെ സീരിയസ് ആയിട്ട് അതിന്റെ ഒരു എൻട്രൻസ് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറാവണം. ഈ വർഷത്തെ പരീക്ഷ നടത്താനാണ് തീരുമാനിച്ചത്. നേരത്തെ അത് കോവിഡ് കാരണം ജൂലൈ 26 മാറ്റി, പിന്നെ അത് വീണ്ടും സെപ്റ്റംബർ 13 മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ മെഡിക്കൽ പ്രവേശന പരീക്ഷയിലൂടെ മാത്രമേ അതിലേക്ക് പ്രവേശനം കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇനി എങ്ങനെയാണെന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. പിന്നെ ഇനിയിപ്പോൾ എയിംസിന്റെ പ്രത്യേകത നമുക്കറിയാം, അതിന്റെ ഒരു പല രീതിയാണ്. ഏറ്റവും ടോപ്പ് ലെവലിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ഇന്ത്യയിലെ മെഡിക്കൽ എഡ്യൂക്കേഷൻ റിസർച്ചിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന സ്ഥാപനമാണ് എയിംസ്. അത്തരത്തിലുള്ള ഒരു എയിംസിൽ പ്രവേശനം കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പക്ഷെ ഒരു എയിംസ് തുടങ്ങിയിട്ടില്ല. 15 ക്യാമ്പസുകൾ ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലായിട്ടുണ്ട്. കുറഞ്ഞ ഫീസിൽ ഏകദേശം 5000 രൂപയിൽ താഴെയാണ് ഒരു വർഷത്തെ ഫീസായിട്ട് വരിക. അതേപോലെ തന്നെ നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ വളരെ പ്രധാനപ്പെട്ട മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ജിപ്മർ. പോണ്ടിച്ചേരിയിലാണ്. പോണ്ടിച്ചേരിയിലും കാരക്കലും അതിന്റെ ഓരോ ക്യാമ്പും. അപ്പോൾ ജിപ്മറും വളരെ പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ചുരുങ്ങിയ ഫീസിൽ വളരെ നല്ല മികച്ച സ്ഥാപനത്തിൽ പഠിക്കാൻ പറ്റുന്നതാണ് ജിപ്മറിന്റെ ഒരു പ്രത്യേകത. അപ്പൊ ഇതിലേക്കും ഈ വർഷം മുതൽ പ്രത്യേക പരീക്ഷയില്ല, നീറ്റ് വഴി തന്നെയാണ് പ്രവേശനം. പിന്നെ പട്ടാളത്തിലെ മെഡിക്കൽ കോളേജിൽ ചേർന്ന് പഠിക്കാൻ ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ, പട്ടാളത്തില് കമ്മീഷൻഡ് ഓഫീസർ റാങ്കിൽ മെഡിക്കൽ ഓഫീസറായിട്ട് പ്രവർത്തിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് AFMC പൂനെ, ആംഡ് ഫോഴ്സ് മെഡിക്കൽ കോളേജ് അവിടെ 5 പൈസ ഫീസായിട്ട് കൊടുക്കേണ്ടതില്ല. സൗജന്യമായിട്ട് നിങ്ങൾക്ക് MBBS പഠിക്കാം. പക്ഷെ 8 വർഷം നമ്മൾ കമ്പൽസറി സർവീസ് അതിന് നമ്മൾ തയ്യാറാവാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് നീറ്റ് പരീക്ഷണം, NCCയുടെ കൗൺസിലിങ്ങിന് പങ്കെടുക്കണം. അതിനുശേഷം നമ്മൾ AFMC ഓപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് AFMC ആണ്. അവരുടെ ഒരു സ്ക്രീനിങ് ടെസ്റ്റ് ഉണ്ടാവും, ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടാവും, ടെസ്റ്റ് ഉണ്ടാവും. അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ 115 ആൺകുട്ടികളെയും 30 പെൺകുട്ടികളെയും അങ്ങനെ 145 സീറ്റാണ് അവിടെ ഉള്ളത്. പിന്നെ അതേപോലെ ആഗ്രഹിക്കുന്ന ഒരു മേഖലയാണ് എഞ്ചിനീയറിംഗ് മേഖല. പലർക്കും ഇപ്പൊ സംശയം ഉണ്ടാവും, സാധ്യത ഉണ്ടോ, മറ്റു കാര്യമുണ്ടോ എന്നുള്ളത്. എനിക്ക് പറയാനുള്ളത്, നേരത്തെ മെക്കാനിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ഉള്ള കുട്ടികളാണെങ്കിൽ തീർച്ചയായും എഞ്ചിനീയറിംഗ് കോഴ്സുകൾ സെലക്ട് ചെയ്യാം. ഈ മെക്കാനിക്കൽ ഫീൽഡിലേക്ക് വരുമ്പോഴാണ് നമ്മൾ ഇന്ന് കാണുന്ന രീതിയിലുള്ള പല പ്രശ്നങ്ങളും 100% മെക്കാനിക് ആപ്റ്റിറ്റ്യൂഡ് മാത്സിൽ നല്ല ബാക്ക്ഗ്രൗണ്ട് ഉള്ള കുട്ടികളായി ഈ മേഖലയിൽ വരേണ്ടത്. അങ്ങനെയാണെങ്കിൽ അവർക്ക് ധാരാളം അവസരങ്ങളും സാധ്യതകൾ ഉണ്ടാവും, ഇങ്ങനെയുള്ള പാറ്റുകൾ ഉണ്ടാവുകയില്ല. ആ ഒരു കാര്യം നമ്മൾ പ്രത്യേകം പ്രവേശന പരീക്ഷാ കമ്മീഷണർ എഞ്ചിനീയറിംഗിനെ കുറിച്ചാണ് പറഞ്ഞു വന്നത്. അതേപോലെ തന്നെ കുട്ടികൾക്ക് പലപ്പോഴും ഈ ബ്രാഞ്ച് സെലക്ട് ചെയ്യുന്ന കാര്യത്തിൽ ധാരാളം കൺഫ്യൂഷൻസ് ഉണ്ടാവും. നമ്മൾ ഓരോ ബ്രാഞ്ച് സെലക്ട് ചെയ്യുന്ന സമയത്തും
പിന്നെ ഓരോ ബ്രാഞ്ചിനെ കുറിച്ച് ആദ്യം കൃത്യമായി പഠിക്കണം. ഈ ബ്രാഞ്ചിൽ എന്താണ് പഠിക്കേണ്ടി വരിക, എവിടെയാണ് ജോലി സാധ്യത, എനിക്ക് എത്രത്തോളം ഈ ബ്രാഞ്ച് സൂട്ടബിൾ ആണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ച് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ വേണം നമ്മൾ ബ്രാഞ്ച് സെലക്ട് ചെയ്യേണ്ടത്. എങ്കിൽ മാത്രം നമുക്ക് ആ ഒരു എഞ്ചിനീയറിംഗ് കോഴ്സ് കൊണ്ട് നമുക്ക് ഉദ്ദേശിച്ച തൊഴിൽ മേഖലയിലേക്ക് എത്താൻ സാധിക്കും. ഇപ്പൊ ഒരാൾ എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞാലുള്ള സാധ്യത എവിടെയാണ്? ഒന്ന് പിന്നെ ഹിന്ദുസ്ഥാൻ എയറോലിൻ ലിമിറ്റഡ് പോലെയുള്ള സ്ഥാപനങ്ങൾ, പൊതുമേഖലകൾ, ബന്ധപ്പെട്ട വിമാന കമ്പനികൾ ഉള്ള സ്ഥാപനങ്ങളാണ്. പിന്നെ ISRO പോലുള്ള സ്ഥാപനങ്ങൾ, പിന്നെ DRDO പോലെയുള്ള ഡിഫൻസ് റിസർച്ച് ഓർഗനൈസേഷൻസ്. അപ്പൊ അത്തരം സ്ഥാപനങ്ങൾക്ക് നമ്മൾ പോകാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായും എയറോനോട്ടിക്കൽ സയൻസ് കഴിഞ്ഞാൽ അങ്ങനെയുള്ള അവസരങ്ങളുണ്ടാവും. പിന്നെ അതേപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസ്, സിവിൽ എഞ്ചിനീയറിംഗ്, IT, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, ഇലക്ട്രോണിക്സ്. അപ്പോൾ ഓരോന്നിനെ കുറിച്ച് നമ്മൾ കൃത്യമായി പഠിക്കുകയും മനസ്സിലാക്കുകയും വേണം. ഏകദേശം അധികം ബ്രാഞ്ചുകൾ അവൈലബിൾ ആണ്. ഇപ്പം തന്നെ IT മേഖലയിൽ പുതുതായിട്ട് വന്ന കുറെ ബ്രാഞ്ചുകളുണ്ട്. റോബോട്ടിക്സ്, ഡാറ്റാ സയൻസ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഇങ്ങനെയുള്ള കുറെ ബ്രാഞ്ചുകളുണ്ട്. അപ്പോൾ ഓരോന്നിനെ കുറിച്ച് നമ്മൾ കൃത്യമായി മനസ്സിലാക്കി നമ്മുടെ ആപ്റ്റിറ്റ്യൂഡ് ഏതാണെന്ന് മനസ്സിലാക്കി നമുക്ക് താല്പര്യമുള്ള BRക്ക് പോകാൻ താല്പര്യമുള്ള കുട്ടികളാണെങ്കിൽ നാട്ട എന്നുള്ള പരീക്ഷയാണ് എഴുതേണ്ടത്. അവർ കീമിന് അപ്ലൈ ചെയ്തിരിക്കണം. അതോടൊപ്പം തന്നെ നാഷണൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഇൻ ആർക്കിടെക്ചർ, ഈ ടെസ്റ്റ് വഴിയാണ് നമുക്ക് കേരളത്തിൽ BRക്കിന് അഡ്മിഷൻ കിട്ടുകയുള്ളൂ. നാട്ട എഴുതാത്ത ഒരു കുട്ടിക്കും BRക്കിന് അഡ്മിഷൻ കിട്ടുന്നതല്ല. ഇനി ഇന്ത്യയിൽ നമുക്കറിയാം എഞ്ചിനീയറിംഗിലെ ഏറ്റവും ടോപ്പ് ലെവലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് NITകളും IITകളുമാണ്. ഈ NITയിൽ അഡ്മിഷൻ കിട്ടണമെങ്കിൽ GMAIN പ്രവേശന പരീക്ഷ വഴിയാണ് നമുക്ക് NITയിലേക്ക് അഡ്മിഷൻ. നമുക്കറിയാം ഈ വർഷത്തെ ഒരു GMAIN പ്രവേശന പരീക്ഷ കഴിഞ്ഞു, രണ്ടാമത്തെ നടത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. സെപ്റ്റംബറിലേക്ക് വീണ്ടും മാറ്റിയിരിക്കുകയാണ്. അപ്പൊ NITയും IITയും പ്രവേശനം കിട്ടണമെങ്കിൽ GMAIN പരീക്ഷയാണ് NITയിലേക്ക്. GMAIN പരീക്ഷയിൽ നല്ല റാങ്കുള്ള കുട്ടികൾക്കാണ്, 2.5 ലക്ഷത്തിന്റെ ഉള്ളിൽ വരുന്ന കുട്ടികൾക്കാണ് അഡ്വാൻസ്ഡ് പരീക്ഷ എഴുതാൻ പറ്റുക. ഈ അഡ്വാൻസ്ഡ് പരീക്ഷ എഴുതണമെങ്കിൽ +2 75% മാർക്ക് വേണമെന്ന് കഴിഞ്ഞ വർഷം വരെ നിബന്ധന ഉണ്ടായിരുന്നു. പക്ഷേ ഈ വർഷം ഈ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ആ നിബന്ധന ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ അഡ്വാൻസ്ഡിൽ നല്ല റാങ്കിൽ വന്നാൽ നിങ്ങൾക്ക് IITകളിൽ പ്രവേശനം കിട്ടും. IIT എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും ടോപ്പ് ലെവലിൽ വരുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ് BTechൽ, എഞ്ചിനീയറിംഗിൽ IITകൾ. കേരളത്തിൽ നമുക്കറിയാം സൗത്ത് ഇന്ത്യയിൽ പാലക്കാടും ഒരു IIT അവൈലബിൾ ആണ്. നമ്മുടെ അടുത്ത് മദ്രാസ്, ഹൈദരാബാദ്, തിരുപ്പതി ഒക്കെ ഉണ്ട്. അപ്പോൾ 23 ക്യാമ്പസുകൾ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലായിട്ട് IIT പ്രവർത്തിക്കുന്നു. അപ്പോൾ നല്ല എഞ്ചിനീയറിംഗിലേക്ക് പോകാൻ നല്ല കാലിബറുള്ള കുട്ടികളാണെങ്കിൽ തീർച്ചയായും ഈ GMAIനും അഡ്വാൻസ്ഡ് ഒക്കെ എഴുതിയിട്ട് ഇങ്ങനെയുള്ള ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊക്കെ വരാവുന്നതാണ്. കുസാറ്റിന് സാധാരണഗതിയിൽ കുസാറ്റിലെ BTech കോഴ്സുകൾക്ക് കുസാറ്റ് തന്നെ പ്രത്യേക പരീക്ഷ ഈ വർഷം നടത്താനുള്ള ഇന്നലെ അത് ചെയ്തായിട്ട് വർഷം എൻട്രൻസ് പരീക്ഷ ഉണ്ടായതല്ല. പരീക്ഷ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ക്യാൻസൽ ചെയ്തിരിക്കുകയാണ്. ഈ വർഷം ഇനി +2 മാർക്ക് ബേസിട്ടായിരിക്കും അഡ്മിഷൻ ഉണ്ടാകുക. പിന്നെ അവിടെ പ്രത്യേകത പ്ലേസ്മെന്റ് വളരെ കൂടുതലാണ്. അതോടൊപ്പം തന്നെ പോളിമർ സയൻസ്, നാവൽ ആർക്കിടെക്ചർ, സേഫ്റ്റി, ഫയർ എഞ്ചിനീയറിംഗ്, മറൈൻ എഞ്ചിനീയറിംഗ് ഇങ്ങനെയുള്ള കോഴ്സുകളൊക്കെ അവൈലബിൾ ആണ്. കേരളത്തിൽ നമ്മുടെ കീമിൽ വരാത്ത കുറെ ബ്രാഞ്ചസുകൾ അവിടെ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ PG കോഴ്സുകളുണ്ട്, PhD MSc കോഴ്സുകൾ, മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി, പിന്നെ ഫിസിക്സ്, ഇങ്ങനെയുള്ള സ്റ്റാറ്റിസ്റ്റിക്സ്, ഇതിലൊക്കെ 5 years ഇന്റഗ്രേറ്റഡ് PG കോഴ്സുകൾ കുസാറ്റ് കൊച്ചി ക്യാമ്പസ് അവൈലബിൾ ആണ്. പിന്നെ അതേപോലെ കുട്ടികൾ സംശയം ചോദിക്കുന്നത് മറൈൻ എഞ്ചിനീയറിംഗ് എങ്ങനെയാണ്, മർച്ചന്റ് നേവിയിൽ എങ്ങനെ ജോലി ചെയ്യാം, മറൈൻ എഞ്ചിനീയർ ആയിട്ട് എങ്ങനെ പോകാം. അപ്പൊ അങ്ങനെ കുട്ടികൾക്ക് യൂണിവേഴ്സിറ്റി ഉണ്ട് ചെന്നൈയിലാണ്. അതിന്റെ ക്യാമ്പസ് ചെന്നൈയിലാണ്, യൂണിവേഴ്സിറ്റി ചെന്നൈയിലാണ്, ക്യാമ്പസ് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലായിട്ടാണ്. അപ്പൊ അവിടെ മറൈൻ എഞ്ചിനീയറിംഗ്, നാവൽ ആർക്കിടെക്ചർ, ഷിപ്പ് ടെക്നോളജി, അതുപോലെ തന്നെ കപ്പിത്താനാകുന്ന BSc നോട്ടിക്കൽ സയൻസ് ഇങ്ങനെയുള്ള കോഴ്സുകളിലൊക്കെ വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റിയുടെ ചെന്നൈയിലുള്ള ചെന്നൈ യൂണിവേഴ്സിറ്റിയുടെ എൻട്രൻസ് പരീക്ഷ വഴി നമുക്ക് ഇതിലേക്ക് വരാവുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ നമുക്കറിയാം നമ്മുടെ മുൻ പ്രസിഡന്റ് ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ ഒരു മേഖല ബഹിരാകാശ പഠന ശാസ്ത്ര ഗവേഷണ മേഖലയാണ്. ഫാദർ ഓഫ് ഇന്ത്യൻ മിസൈൽ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അപ്പൊ ആ ഒരു മേഖലയിലേക്ക് നമ്മുടെ കക്കാട് എന്നുള്ള ആളുകൾക്കൊക്കെ ഈ ഒരു ബഹിരാകാശ ഗവേഷണ മേഖല നാളെ അറിയപ്പെടുന്ന ഒരു ശാസ്ത്രത്തിന് വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് തെരഞ്ഞെടുക്കാവുന്ന ഒരു മികച്ച ഒരു സ്ഥാപനമാണ് IIST, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരം. ഇതിലേക്ക് ഇവിടെ BTech എയറോസ്പേസ് എഞ്ചിനീയറിംഗ്, BTech ആവിയോണിക്സ് ഇങ്ങനെയുള്ള കോഴ്സുകളൊക്കെയാണ് ഇവിടെ നടത്തുന്നത്. ISROന്റെ കീഴിലുള്ള സ്ഥാപനമാണ്. നിങ്ങൾക്ക് പിന്നെ സ്കോളർഷിപ്പോടുകൂടി പഠിക്കാം, 5 പൈസ ചെലവ് വരില്ല. ഇനി കോഴ്സ് കഴിഞ്ഞാൽ ISROയിൽ തന്നെ ജൂനിയർ സയന്റിസ്റ്റ് ആയിട്ട് ജോലിയിലേക്കും പ്രവേശിക്കാം. അങ്ങനെ നാളെ ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു ബഹിരാകാശ ഗവേഷകനായിട്ട് വരാൻ താല്പര്യമുള്ളവർക്ക് തീർച്ചയായും സെലക്ട് ചെയ്യാവുന്ന ഒരു സ്ഥാപനമാണ് IIST തിരുവനന്തപുരം.
ഇവിടത്തേക്കുള്ള പ്രവേശന പരീക്ഷ നേരത്തെ പറഞ്ഞു, IIT-യുടെ ജി അഡ്വാൻസ് പരീക്ഷ, അതിൽ നല്ല റാങ്ക് വരുന്ന കുട്ടികൾക്കാണ് ഇതിലേക്ക് പ്രവേശനം കിട്ടുക. നേരത്തെ ആശിഷ് സാർ സൂചിപ്പിച്ചതാണ് ഡിസൈനിങ് കോഴ്സുകൾ. ഡിസൈനിങ്ങിൽ ഇന്ത്യയിൽ ഏറ്റവും അറിയപ്പെടുന്ന സ്ഥാപനമാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈനിങ് അഹമ്മദാബാദ്, ഗുജറാത്തിലാണ്. അതേപോലെ തന്നെ നമ്മുടെ നാട്ടിൽ കണ്ണൂർ ജില്ലയിൽ അടക്കമുള്ള നിഫ്റ്റ് ക്യാമ്പസുകൾ, ഇന്ത്യയിൽ പല ഭാഗങ്ങളിലായിട്ട് 15 ക്യാമ്പസുകൾ പ്രവർത്തിക്കുന്നത് നിഫ്റ്റിന്റെ. അപ്പൊ ആ നിഫ്റ്റിലേക്ക് നമുക്കറിയാം BDS കോഴ്സുകളുണ്ട്, BF ടെക് കോഴ്സുകൾ, ബാച്ചലർ ഓഫ് ഫാഷൻ ടെക്നോളജി കോഴ്സിലേക്ക് വന്നെങ്കിൽ +2 ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് പഠിച്ച കുട്ടികൾക്കാണ് പറ്റുക. BDS കോഴ്സ് ആണെങ്കിൽ +2 ഏത് ടീമിലുള്ള വരാം. നിഫ്റ്റ് ഇന്ത്യ ഡിസൈനിങ്ങിൽ ഏറ്റവും ടോപ്പിൽ വരുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടാണ് നിഫ്റ്റ്. പിന്നെ അതേപോലെ തന്നെ ചില കുട്ടികൾ ഈ മെഡിക്കൽ എഞ്ചിനീയറിംഗ് ഒന്നും താല്പര്യമില്ലാത്ത കുട്ടികളുണ്ടാവും. ബേസിക് സയൻസിൽ, പ്യുവർ സയൻസ്, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജിയിലൊക്കെ താല്പര്യമുള്ളവരും അതേപോലെ തന്നെ അതിന്റെ റിസർച്ചിലൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർ, നാളെ കണ്ണൂരിലെ അല്ലെങ്കിൽ ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു ശാസ്ത്രജ്ഞനാവാൻ ആഗ്രഹിക്കുന്നവരൊക്കെയാണെങ്കിൽ തിരഞ്ഞെടുക്കാവുന്ന ഒരു സ്ഥാപനമാണ് ഐസർ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്. കേരളത്തിൽ തിരുവനന്തപുരത്ത് ഒരു ക്യാമ്പസ് ഉണ്ട്. തിരുവനന്തപുരം ഉൾപ്പെടെ 7 ക്യാമ്പസുകളാണ് ഇന്ത്യയിൽ വിവിധ സ്ഥലങ്ങളിലായിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ ഐസർ പോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് നൈസർ. ഇത് ഭുവനേശ്വറിൽ മാത്രം ഒറ്റ ക്യാമ്പസേ ഉള്ളൂ. അതിന് നെക്സ്റ്റ് മറ്റുള്ള പരീക്ഷ അതുവഴിയാണ്. 5 ഇന്റഗ്രേറ്റഡ് കോഴ്സുകളാണ് 2 സ്ഥാപനങ്ങളിലും. പറയുന്ന സമയം സൂചിപ്പിച്ചിരുന്നു, അഗ്രികൾച്ചർ കോഴ്സിലേക്ക് വരണമെങ്കിലും നീറ്റ് വഴിയാണ് വരാൻ സാധ്യത. അഗ്രികൾച്ചർ എൻട്രൻസ് പരീക്ഷ. അപ്പൊ അതുവഴി നമുക്ക് കേരളത്തിനും പുറത്തുമുള്ള അഗ്രികൾച്ചർ ഗവൺമെന്റ് കോളേജുകളിൽ നമുക്ക് പാരാമെഡിക്കൽ കോഴ്സുകളെ കുറിച്ചിട്ട് പറയാം. നമുക്കറിയാം ഏറ്റവും കൂടുതൽ സ്കോപ്പുള്ള പാരാമെഡിക്കൽ കോഴ്സ് ഏതെന്ന് പറഞ്ഞാൽ നഴ്സിംഗ് ആണ്. നമ്മൾ കുട്ടികളോട് പ്രത്യേകിച്ച് പറയുന്നത്, കോഴ്സ് എടുക്കുന്ന സമയത്ത് കോഴ്സിന്റെ ഓപ്പണിനേക്കാൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഓപ്പണിങ്സ് ആണ്. ഒരു കോഴ്സ് കഴിഞ്ഞാൽ എത്രമാത്രം നിങ്ങൾക്ക് സാധ്യതകൾ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇതിനു മുമ്പ് നേരത്തെ പറഞ്ഞത് കോമേഴ്സ് ഹ്യൂമാനിറ്റീസ് കുട്ടികളുടെ സാധ്യതകളാണ്. ഇനിയിപ്പോൾ മെഡിക്കൽ എഞ്ചിനീയറിംഗ് മേഖലയുമായി ബന്ധപ്പെട്ടുള്ള റമീസ് സാർ പറഞ്ഞു, പാരാമെഡിക്കലുമായി ബന്ധപ്പെട്ടുള്ള തുടരുകയാണ്. അതിനുശേഷം നിങ്ങളുടെ സംശയ നിവാരണത്തിന് വേണ്ടിയിട്ടുണ്ടായിരിക്കുന്നതാണ്. നഴ്സിംഗിന് എൻട്രൻസ് എക്സാം ഇല്ല കേരളത്തിൽ. മറ്റ് എയിംസ് ഒക്കെ ജിപ്മറൊക്കെ എൻട്രൻസ് എക്സാം നടത്തുന്നുണ്ട്. കേരളത്തിലാണെങ്കിൽ +2 മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് നഴ്സിംഗിലേക്കുള്ള പ്രവേശനം എന്ന് പറയുന്നത്. ഫാർമസി എന്ന് പറയുന്നത് ബിഫാമിനാണെങ്കിൽ ഡിഫാം എടുക്കരുത് എന്ന് തന്നെയാണ് ഞങ്ങൾ കുട്ടികളോട് സജസ്റ്റ് ചെയ്യുന്നത്. ബിഫാം ബേസ്ഡ് ആണ് എല്ലാം ഇപ്പോൾ പോകുന്നത്. അതുകൊണ്ട് തന്നെ ബാച്ചലർ ഓഫ് ഫാർമസിക്ക് ബിഫാമിനായിട്ട് കേരളത്തിൽ എൻട്രൻസ് എക്സാം ഇല്ല. നടക്കുന്നത് കേരളത്തിൽ എഞ്ചിനീയറിംഗിന് വേണ്ടിയിട്ട് കീം എൻട്രൻസ് എക്സാം നടത്തുന്നുണ്ട്. അതിൽ 2 പേപ്പറാണ് ഉള്ളത്. ഫിസിക്സ് കെമിസ്ട്രി എന്ന ഫസ്റ്റ് പേപ്പറും മാത്സ് എന്ന സെക്കൻഡ് പേപ്പറും. ഫിസിക്സ് കെമിസ്ട്രി ഫസ്റ്റ് പേപ്പറാണ്. ബിഫാം ആഗ്രഹിക്കുന്ന കുട്ടി കേരളത്തിൽ എക്സാം എഴുതേണ്ടത്. കീമാണ് അതിന്റെ എൻട്രൻസ് എക്സാം എന്ന് പറയുന്നത്. MLT ആണ്. ഇനി പറയുന്ന കോഴ്സുകൾക്ക് കേരളത്തിൽ MLT ആയാലും റേഡിയോളജിക്കൽ ടെക്നോളജി ആയാലും, MLT എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ മെഡിക്കൽ ലാബുമായി ബന്ധപ്പെട്ടുള്ളതാണ്. റേഡിയോളജിക്കൽ ടെക്നോളജി എന്ന് പറഞ്ഞാൽ എക്സ്റേ, CT സ്കാൻ, MRI പോലെയുള്ള കോഴ്സുകളാണ്. ഓപ്റ്റോമെട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫ്താൽമോളജിസ്റ്റിനെ അസിസ്റ്റ് ചെയ്യുന്ന കോഴ്സാണ് ഓപ്റ്റോമെട്രി. അല്ലേ? യെസ്. ഡയാലിസിസ് ടെക്നോളജി എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൽ ഒരുവിധ ഒട്ടുമിക്ക പാരാമെഡിക്കൽ കോഴ്സുകളും, ഞാൻ നേരത്തെ പറഞ്ഞ ബിഫാം മാത്രമാണ് കീമിന്റെ എൻട്രൻസ് എക്സാം ഫസ്റ്റ് പേപ്പർ കൺസിഡർ ചെയ്യുന്നത്. ബാക്കി കോഴ്സുകൾക്കൊന്നും തന്നെ എൻട്രൻസ് എക്സാം ഇല്ല. +2 മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് പ്രവേശനം വരുന്നത്. അനസ്തേഷ്യ ടെക്നോളജി, ബ്ലഡ് ബാങ്ക് എന്ന് പറഞ്ഞാൽ PG സുവോളജിക്കാർക്ക് പോകാൻ വേണ്ടി PG കോഴ്സുകളാണ് കൂടുതലുള്ളത്. അതുപോലെ തന്നെ മറ്റൊരു കോഴ്സാണ് കാർഡിയോവാസ്കുലർ ടെക്നോളജി. 4 വർഷത്തെ ഹാർട്ടുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാർഡിയോളജിസ്റ്റിനെ അസിസ്റ്റ് ചെയ്യേണ്ട കോഴ്സാണ് CBT അല്ലെങ്കിൽ കാർഡിയോവാസ്കുലർ ടെക്നോളജി എന്ന് പറയുന്നത്. നമുക്കിത് സീറ്റുകൾ വളരെ പരിമിതമാണ്. കേരളത്തിൽ നമ്മളിപ്പോൾ കണ്ണൂർ ജില്ലയിൽ പറയുകയാണെങ്കിൽ പരിയാരത്ത് ആണ് ഇതിന്റെ ഡിപ്ലോമ കോഴ്സ് ഉള്ളത്. കേരളത്തിലാണെങ്കിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജും കോഴിക്കോട് മെഡിക്കൽ കോളേജിലുമാണ് ഇതിന്റെ സീറ്റുള്ളത്. മറ്റൊന്ന് ക്ലിനിക്കൽ പെർഫ്യൂഷൻ ടെക്നോളജി അല്ലെങ്കിൽ കാർഡിയോ പെർഫ്യൂഷൻ ടെക്നോളജിയാണ്. ഇത് ഓപ്പൺ ഹാർട്ട് സർജറിയുമായി ബന്ധപ്പെട്ടും അതിന്റെ മെഷീനറീസ്, എക്യുപ്മെന്റ്സ്, അതിന്റെ വെസൽസുമായി ബന്ധപ്പെട്ടുള്ള കോഴ്സാണ് പെർഫ്യൂഷൻ ടെക്നോളജി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ 4 സീറ്റും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ 2 സീറ്റുമാണ് ഉള്ളത്. ഈ കോഴ്സുകളൊക്കെ എടുക്കുന്ന സമയത്ത്, കാർഡിയോളജിയുമായി റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സ് എടുക്കുന്ന സമയത്ത് കുട്ടികളോട് പ്രത്യേകിച്ച് പറയാനുള്ളത്, ഇതിന്റെ ഓപ്പണിങ്സ് എന്ന് പറഞ്ഞ് ലിമിറ്റഡ് ആവും. കാരണം കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിലുള്ള മെഡിക്കൽ കോളേജ് പോലെയുള്ള വലിയ സ്ഥാപനങ്ങളിൽ മാത്രമേ ഇതിന്റെ അവസരം ഉണ്ടാവുകയുള്ളൂ. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് എനിക്ക് തോന്നുന്നു സംശയ നിവാരണത്തിലേക്ക് കടക്കാം.
ഇപ്പൊ മെഡിക്കൽ, എഞ്ചിനീയറിംഗ്, അതോടൊപ്പം തന്നെ അലൈഡ് മേഖലകളിലൊക്കെയുള്ള സാധ്യതകളാണ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസിന്റെ സാധ്യതകളാണ് പറഞ്ഞിരിക്കുന്നത്. ഏത് കോഴ്സ് എടുത്തു കഴിഞ്ഞാലും അതിൻ്റെതായ സാധ്യതകളുണ്ട് എന്ന് മനസ്സിലാക്കുക. ആദ്യം നിങ്ങൾ ആരാണെന്നുള്ളത് തിരിച്ചറിയുക. കുട്ടികളോടും രക്ഷിതാക്കളോടും പ്രത്യേകിച്ച് പറയാനുള്ളത്, കുട്ടിയുടെ പൊട്ടൻഷ്യൽ എന്താണെന്നുള്ളത് കണ്ടെത്തിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള കോഴ്സുകൾ എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വിജയങ്ങളിലേക്ക് എത്താൻ വേണ്ടി സാധിക്കും. അതിനു വേണ്ടിയിട്ട് അവരെ പ്രാപ്തരാക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അതിനുള്ള നിവാരണത്തിനുള്ള സമയമാണ്. അതിനുശേഷം നമ്മൾക്ക് വൈൻഡപ്പ് ചെയ്യാവുന്നതാണ്. റമീസ് സാർ എത്തിയിട്ടുണ്ട്. സംശയങ്ങൾ നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ ചോദിക്കാം. ചോദിച്ചോളൂ. ഇവിടെ പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാവാം, ഇനി പറയാത്ത കോഴ്സുകളെ കുറിച്ചാവാം, നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാം. നിങ്ങൾക്ക് ധൈര്യമായിട്ട് നേരിട്ട് ചോദിക്കാം കേട്ടോ. വോയിസിൽ ചോദിക്കാം, അല്ലെങ്കിൽ ചാറ്റ് ബോക്സിൽ ഇടാം. നിങ്ങളുടെ സംശയങ്ങൾ തീർക്കാൻ പറ്റിയ അവസരമാണ്. നിങ്ങളുടെ മുമ്പിൽ 2 നല്ല എക്സ്പേർട്സ് ഉണ്ട്. പെട്ടെന്ന് ചോദ്യങ്ങൾ ചോദിക്കാം. ഒന്ന് വന്നിരിക്കും, നമുക്ക് പെട്ടെന്ന് പറഞ്ഞു. കാരണം കഴിഞ്ഞ ഇതിൽ 10 മണിക്ക് തുടങ്ങിയിട്ട് 12:45 വരെ സംശയ നിവാരണമായിട്ട് പോയ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അത് വരുന്ന സമയത്തുമായി ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യാം. ഒന്ന് വന്നിരിക്കുന്നത് സൈക്കോളജി കോഴ്സുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ഇപ്പോൾ സൈക്കോളജി കോഴ്സുമായിട്ട് പറയുകയാണെങ്കിൽ BSc സൈക്കോളജി എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് MSc സൈക്കോളജി എടുക്കാം. ഇനിയല്ല PG സ്പെഷ്യലൈസ് ചെയ്യുകയാണെങ്കിലാണ് കുറച്ചുകൂടി സ്കോപ്പ് ഉണ്ടാകുക. അതിൽ MA സൈക്കോളജി എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി സാധ്യത. അല്ല, MA അല്ലെങ്കിൽ MSc സൈക്കോളജി എടുക്കുന്നതാണ് കുറച്ച് സ്കോപ്പ് കാണുന്നത്. അതിൽ തന്നെ ക്ലിനിക്കൽ സൈക്കോളജിയും അതോടൊപ്പം തന്നെ കൗൺസിലിംഗ് സൈക്കോളജിയും ഉണ്ട്. സൈക്കാട്രി എന്ന് പറയുന്നത് വ്യത്യസ്തമായിട്ടുള്ളതാണ്. MBBS ശേഷം സ്പെഷ്യലൈസ് ചെയ്യുന്ന മേഖലയാണ് സൈക്കാട്രി എന്ന് പറയുന്നത്. കൗൺസിലിംഗ് എന്ന് പറയുന്നത് തെറാപ്പിയിലൂടെയാണെങ്കിൽ, അതേസമയം സൈക്കാട്രി എന്ന് പറയുന്ന മെഡിസിൻ ഉൾപ്പെടെയുള്ളതാണ് സൈക്കാട്രിയുമായി ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത്. കേരളത്തിൽ പ്രശസ്തമായിട്ടുള്ള സൈക്കോളജിയുടെ സ്ഥാപനങ്ങൾ, ഇന്ത്യയിലുള്ള പ്രശസ്തമായിട്ടുള്ള സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് നിംഹാൻസ് ബാംഗ്ലൂർ സൈക്കോളജിയുടെ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. അതുപോലെ തന്നെ എയിംസ് ന്യൂഡൽഹി സൈക്കോളജിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ന്യൂറോ സയൻസുമായിട്ട് ബന്ധപ്പെട്ട സൈക്കോളജിയായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആണ്. അവിടെയൊക്കെ അവസരങ്ങളുണ്ട്. കേരളത്തിലും പഠിക്കാനുള്ള സാധ്യതകളുണ്ട്. കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ഹൃദയറാമിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ സൈക്കോളജിയുടെ ഉണ്ട്, കൗൺസിലിംഗ് തെറാപ്പിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. അത് ഇനി ഗ്രാജുവേറ്റ്സ് ആണ്. ഏത് ഗ്രാജുവേറ്റ്സിന് പോവാം. റമീസ് സാർ ലൈനിലുണ്ടല്ലോ അല്ലേ? ഹലോ. ഇനി അടുത്തൊരു ചോദ്യം വന്നിരിക്കുന്നത് FARM-D കോഴ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. FARM-D കോഴ്സ് എന്ന് പറയുന്നത് US-ലുള്ള ഫാർമക്കോളജി കോഴ്സിന്റെ ഇന്ത്യൻ വേർഷനാണ് FARM-D. 6 വർഷമാണ് ഇതിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. കേരളത്തിൽ ഗവൺമെന്റ് എയ്ഡഡ് കോളേജുകളിൽ FARM-D കോഴ്സ് ഇല്ല. എല്ലാം സെൽഫ് ഫൈനാൻസിങ് കോളേജുകളാണ്. ഇപ്പൊ നമുക്കിപ്പോ അവിടുത്തെ പ്രസന്റ് വോയിസ് ക്ലിയർ അല്ല. റമീസ് സാർ FARM-D കുറിച്ച് പറയുന്നതാണോ? എന്താ ക്ലിയർ ആയിട്ടില്ല. FARM-D ഞാൻ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ. അപ്പോ എന്ന് പറഞ്ഞ 6 വർഷത്തെ PhD കോഴ്സാണ്, ഡോക്ടറേറ്റ് കോഴ്സാണ് FARM-D എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ത്യയിൽ ഇപ്പോൾ നിലവിൽ മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്യുന്നത് സാധാരണ നമ്മുടെ MBBS അല്ലെങ്കിൽ MD കഴിഞ്ഞ ഡോക്ടേഴ്സ് തന്നെയാണ്. വിദേശ രാജ്യങ്ങളിൽ ഡയഗ്നോസിസ് ഡോക്ടേഴ്സും മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്യുന്നത് FARM-D കഴിഞ്ഞ ഡോക്ടേഴ്സുമാണ്. ഇന്ത്യയിൽ അങ്ങനെ ഒരു പദവി അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള അംഗീകാരം അവർക്ക് FARM-D കഴിഞ്ഞവർക്ക് കിട്ടാത്തത് കൊണ്ട് തന്നെ FARM-D കോഴ്സിന് വലിയൊരു വ്യാപകമായിട്ടുള്ള സ്കോപ്പ് എന്ന് പറയാൻ ഇപ്പോൾ നിലവിൽ വന്നിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം. കേരളത്തിൽ ഗവൺമെന്റ് എയ്ഡഡ് കോളേജുകളിൽ FARM-D കോഴ്സ് ഇല്ല, സെൽഫ് ഫൈനാൻസിങ് കോളേജുകളാണ് ഉള്ളത്. റമീസ് സാർ, മറ്റൊരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് BTech റോബോട്ടിക്സ് കണ്ണൂർ എവിടെയാണുള്ളതാണ്? കണ്ണൂരില്ല. BTech റോബോട്ടിക്സ് ഇപ്പോൾ കേരളത്തിൽ തുടങ്ങിയിട്ടുണ്ട്. കോട്ടയം, എറണാകുളം ഭാഗത്തുള്ള ചില കോളേജുകളിലാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഈ വർഷം മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ കണ്ണൂർ ഭാഗത്തില്ല. IIT-കളിലാണ് റോബോട്ടിക്സ് കൂടുതലായിട്ടും. IIT-കളിലൊക്കെ നേരത്തെ ഉള്ളതാണ്. അപ്പൊ അത്തരം സ്ഥാപനങ്ങളിൽ പോകണമെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും. BARC-നെ കുറിച്ചിട്ട് വിശദീകരിക്കാൻ IIT-ലേക്ക് BARC-നെ കുറിച്ചിട്ട് പറയാൻ വേണ്ടിയിട്ട് BARC-നെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് ബാച്ചലർ ഓഫ് ആർക്കിടെക്ചർ 5 വർഷത്തെ കോഴ്സാണ്. നല്ല ക്രിയേറ്റിവിറ്റി ഉള്ള കുട്ടികളാണെങ്കിൽ ധൈര്യത്തിൽ തിരഞ്ഞെടുക്കാം. അത്യാവശ്യം നല്ല ഡ്രോയിങ് സ്കില്ല്, ഒരു വിഷ്വലൈസേഷൻ, ഇമാജിനേഷൻ ഒക്കെ ഉള്ള കുട്ടികളാണെങ്കിൽ ധൈര്യത്തിൽ തിരഞ്ഞെടുക്കാവുന്ന ഒരു മേഖലയാണ് BARC. 5 കൊല്ലത്തെ കോഴ്സാണ്. അപ്പൊ അതിലേക്ക് പോകണമെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച നാട്ട എന്നുള്ള ടെസ്റ്റാണ് എഴുതേണ്ടത്, നാഷണൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഇൻ ആർക്കിടെക്ചർ. അപ്പൊ അതോടൊപ്പം തന്നെ നിങ്ങൾ കീമിന് അപ്ലൈ ചെയ്തിരിക്കണം. നാട്ട സ്കോർ വെച്ചിട്ട് കീം റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കിയിട്ടാണ്
ഇവിടെ കേരളത്തിൽ ബി ആർക്കിന് അഡ്മിഷൻ കൊടുക്കുന്നത്. കേരളത്തിലെ കണ്ണൂർ ജില്ലയിൽ ഒരു സ്ഥാപനമുണ്ട്, പയ്യന്നൂര് ഭാഗത്തുള്ള ഒരു കോളേജിൽ ബി ആർക്ക് ഉണ്ട്. പിന്നെ കോഴിക്കോട്, മലപ്പുറം, തൃശ്ശൂർ, എറണാകുളം ഭാഗത്തൊക്കെ കുറെ കോളേജുകളിൽ ബി ആർക്ക് അവൈലബിൾ ആണ്. ഗവൺമെന്റ് കോളേജിൽ 4 കോളേജിൽ മാത്രമാണ് ഗവൺമെന്റ് കോളേജിൽ ബി ആർക്ക് ഉള്ളത്. ബാക്കിയെല്ലാം സെൽഫ് ഫൈനാൻസിങ് കോളേജാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല റാങ്കിൽ കുട്ടികൾക്കാണ് ബി ആർക്കിന് ഗവൺമെന്റ് കോളേജിൽ അഡ്മിഷൻ കിട്ടുക. ഓക്കെ. മറ്റൊന്ന് MBA ഓപ്പറേഷണൽ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടാണ്. അതിൽ ഡിസ്റ്റൻസിൽ എവിടെയൊക്കെ ഉള്ളതാണ്. ഡിസ്റ്റൻസ് ഡിഗ്രി എന്ന് പറയുന്നത് ഓപ്പൺ ഡിഗ്രി എന്നുള്ളത് കണക്കാക്കുന്നത് ഇപ്പം MBAക്ക് വാല്യൂ ഇല്ല, PSC അപ്രൂവ്ഡ് അല്ല. പക്ഷെ ഡിസ്റ്റൻസ് ചെയ്യുകയാണെങ്കിൽ IGNOU ആണ് കുറച്ചുകൂടി നല്ല രീതിയിൽ സ്റ്റാൻഡേർഡ് ഗവൺമെന്റിൽ തന്നെ വരുന്നത്. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആണ്. പിന്നെ അതുപോലെ തന്നെ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിലും MBA ഡിസ്റ്റൻസ്, സെൻട്രൽ ഗവൺമെന്റിന്റെ യൂണിവേഴ്സിറ്റിയാണ് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി. അവിടെയും MBA ഓപ്പറേഷൻ മാനേജ്മെന്റ് പോലെയുള്ള കോഴ്സുകൾ ഡിസ്റ്റൻസ് ആയിട്ട് ചെയ്യാനുള്ള അവസരമുണ്ട്. പിന്നെ മറ്റൊന്ന് കാർഡിയാക് കെയറിന് സ്കോപ്പ് ഉണ്ടോ എന്നുള്ളതാണ്. എനിക്ക് കാർഡിയോവാസ്കുലർ ടെക്നോളജി ആയിരിക്കും. കാർഡിയോവാസ്കുലർ ടെക്നോളജി ഹൃദയ ശസ്ത്രക്രിയ നടത്തുന്ന ഓപ്പറേഷൻ തിയേറ്ററുകളിൽ, അപ്പൊ അത്തരത്തിലുള്ള ടോപ്പ് ലെവലിൽ വരുന്ന സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളൊക്കെയാണ് ഈ കാർഡിയാക്ക് പോലുള്ള കോഴ്സുകൾ കഴിഞ്ഞാൽ അവസരങ്ങളുണ്ട്. സാധാരണ ഹോസ്പിറ്റലിലൊന്നും ചിലപ്പോൾ കാർഡിയാക് വാസ്കുലർ ടെക്നോളജിന്റെ അങ്ങനെയുള്ള ആളുകൾ ചിലപ്പോൾ സാധ്യത ഉണ്ടായെന്ന് വരുന്നില്ല. എന്നാലും വലിയ വലിയ ടോപ്പ് ലെവലുള്ള ഹോസ്പിറ്റലുകളിലൊക്കെ അത്തരത്തിലുള്ള സാധ്യതകൾ ഉണ്ടാവും. പിന്നെ കേരളത്തിൽ അത് 3-4 സ്ഥാപനങ്ങളിലുണ്ട്. പക്ഷേ ഓരോ സ്ഥാപനത്തിലും 4-5 സീറ്റ് മാത്രമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു 10-20 സീറ്റ് ആകെ ടോട്ടൽ കേരളത്തിലുണ്ട്. അപ്പൊ കേരളത്തിൽ അഡ്മിഷൻ കിട്ടണമെങ്കിൽ ഒരു 99% ഒക്കെ മാർക്ക് വന്ന കുട്ടികൾക്കാണ് സാധാരണഗതിയിൽ അഡ്മിഷൻ കിട്ടാറുള്ളത്. പിന്നെ നമുക്കടുത്ത് മംഗലാപുരത്തും പിന്നെ തമിഴ്നാട്ടില് കോയമ്പത്തൂരൊക്കെയാണ് ക്യാമ്പസുകളിലാണ് ഇങ്ങനെയുള്ള കോഴ്സുകൾ ഉള്ളത്. ഓക്കെ. അതിൽ പരിയാരത്ത് ഡിപ്ലോമ കോഴ്സ് ഉണ്ട്, ഡിപ്ലോമ ഇൻ കാർഡിയോവാസ്കുലർ ടെക്നോളജി പരിയാരത്തുണ്ട്. പിന്നെ മറ്റൊന്ന് ബോട്ടണിക്ക് സ്കോപ്പ് ഉണ്ടോ എന്നുള്ളതാണ്. ബോട്ടണിയുടെ ജോബ് ബോട്ടണിക്ക് സ്കോപ്പ് ഉണ്ടോന്ന് വെച്ചാൽ അതെ. അതായത് ബോട്ടണി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പിന്നെ അതിന്റെ ഒരു ഗവേഷണ മേഖലയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, അതിന്റെ PG എടുത്ത് റിസർച്ചിലേക്ക് പോവുകയാണെങ്കിൽ ധാരാളം സാധ്യതകളുണ്ട്. പിന്നെ അതിന്റെ അക്കാഡമിക് തലത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ UGC നെറ്റ് എഴുതിയിട്ട് നമുക്ക് അസിസ്റ്റന്റ് പ്രൊഫസർ ഇതിലേക്ക് വരാം. ഇനി B.Ed കൂടി കഴിഞ്ഞിട്ട് ഹയർ സെക്കൻഡറി സ്കൂൾ ലെവലിലേക്ക് വരാം. അപ്പൊ അങ്ങനെയുള്ള അക്കാഡമിക് റിസർച്ച് മേഖലയിലാണ് ബോട്ടണിക്കൊക്കെ അവസരങ്ങളും സാധ്യതകളും ഉണ്ടാകും. അപ്പൊ ആ രൂപത്തിലൊരു പിന്നെ റിസർച്ച് മേഖലയിലൊക്കെ പോകാൻ താല്പര്യമുള്ള കുട്ടികളാണെങ്കിൽ ഹയർ സ്റ്റഡീസിന് പോവാം. പിന്നെ +2 54% മാർക്ക് കൊണ്ട് എൻട്രൻസ് എഴുതിയിട്ടില്ല. ഓട്ടോമൊബൈൽ ഡിപ്ലോമ പഠിക്കാൻ പറ്റിയ സ്ഥാപനങ്ങൾ പോളിടെക്നിക്, ITI പോലുള്ള സ്ഥാപനങ്ങൾ. പോളിടെക്നിക്കില് 3 വർഷത്തെ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ കോഴ്സ് ഉണ്ട്. അപ്പൊ അത് പോളിടെക്നിക്കിന്റെ ഇപ്പൊ ഈ വർഷത്തെ വിളിച്ചിട്ടില്ല, അടുത്ത് തന്നെ വരും, അതിന്റെ നോട്ടിഫിക്കേഷൻ വരും. അപ്പൊ ആ സമയത്ത് പ്രോസ്പെക്ട്സിൽ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഉണ്ടാവും. ഓട്ടോമൊബൈൽ ഡിപ്ലോമ ഏതൊക്കെ സ്ഥാപനങ്ങളിലാന്നുള്ളത് അതിന്റെ ഇപ്പൊ എനിക്ക് തോന്നുന്നു കണ്ണൂർ ജില്ലയിൽ ഇല്ലാന്നാണ് തോന്നുന്നത്. കോഴിക്കോട്, മലപ്പുറം ആ ഭാഗത്തുള്ള ചില ജില്ലകളിലുള്ള സ്ഥാപനങ്ങളിലൊക്കെ ഉണ്ട്. അപ്പൊ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് അതിന്റെ ആപ്ലിക്കേഷൻ വിളിക്കുന്ന സമയത്ത് ഓപ്ഷൻ കൊടുക്കാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ഓട്ടോമൊബൈല് ഡിപ്ലോമ കഴിഞ്ഞ ആളുകൾക്കാണ് പിന്നെ ഈ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ആയി വരാൻ പറ്റും. നിലവിൽ അതാ യോഗ്യത. ഇനി അടുത്തൊന്ന് മൈക്രോബയോളജി റിസർച്ചിൽ മൈക്രോബയോളജി റിസർച്ച് ലെവലിൽ പോകാൻ വേണ്ടിയിട്ട് എന്താണ് പഠിക്കുന്നത് എന്നുള്ളതാണ്. BSc മൈക്രോബയോളജി കഴിഞ്ഞാണെങ്കിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ പാലയാട് സെന്ററിൽ MSc മെഡിക്കൽ മൈക്രോബയോളജി ഉണ്ട്. അത് കുറച്ചുകൂടി സ്കോപ്പുള്ളതാണ്. ഇനി അല്ല എങ്കിൽ PhD മായി ബന്ധപ്പെട്ടിട്ട് യൂണിവേഴ്സിറ്റിയിൽ തന്നെ അതിനുള്ള അവസരമുണ്ട്. ആ രീതിയിൽ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് PG കഴിഞ്ഞവരൊക്കെ മെഡിക്കൽ മൈക്രോബയോളജി പോലെയുള്ള PG കോഴ്സുകൾ കഴിഞ്ഞവർക്കൊക്കെ മൈക്രോബയോളജിയിൽ സ്കോപ്പ് ഉണ്ട്. റിസർച്ച് ഓറിയന്റഡ് ആയിട്ടുള്ള കോഴ്സാണ് മൈക്രോബയോളജി, ബയോടെക്നോളജി, ബയോകെമിസ്ട്രി പോലെയുള്ള കോഴ്സുകൾ. ആ കോഴ്സുകൾ എടുക്കുന്ന സമയത്ത് ഏറ്റവും ചുരുങ്ങിയത് PG എങ്കിലും വേണം, അല്ലെങ്കിൽ റിസർച്ച് ലെവൽ PhD ലെവലിൽ തന്നെ പോകേണ്ടതായിട്ട് വരും. പിന്നെ ഫിസിയോതെറാപ്പി അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ എന്നാണ്. നിലവിൽ ഫിസിയോതെറാപ്പിയുടെ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. LBS ആണ് വിളിക്കുന്നത്. LBS വിളിക്കുന്ന സമയത്ത് +2 മാർക്കിന്റെ അടിസ്ഥാനത്തിൽ അപ്ലൈ ചെയ്യുക. എൻട്രൻസ് എക്സാം ഇല്ല, മാർക്ക് അടിസ്ഥാനത്തിലാണ്. നേരത്തെ പറഞ്ഞിരിക്കുന്ന MLT ആയാലും ഒപ്റ്റോമെട്രി ആയാലും ഫിസിയോതെറാപ്പി ആയി കഴിഞ്ഞാലും ബാച്ചിലർ ഓഫ് ഓഡിയോ സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജി പോലെയുള്ള കാർഡിയോവാസ്കുലർ ടെക്നോളജി, പ്രൊഫഷണൽ ടെക്നോളജി പോലെയുള്ള കോഴ്സുകളിലേക്ക് +2 മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് പ്രവേശനം നടത്തുക. റമീ സാർ നേരത്തെ അത് സൂചിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, MA എക്കണോമിക്സ് സെക്കൻഡ് ഇയർ പഠിക്കുന്നു, അതിന്റെ ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, PG കഴിഞ്ഞാൽ ഇക്കണോമിക്സിൽ PG കഴിഞ്ഞവർക്ക് IES ഇന്ത്യൻ ഇക്കണോമിക് സർവീസ് എന്നുള്ള സിവിൽ സർവീസിന്റെ അതേ ഈക്വലന്റ് ആയിട്ടുള്ള ഒരു എക്സാം എഴുതാം. അതിനുശേഷം റിസർവ് ബാങ്ക് പോലെയുള്ള മേഖലകളിലൊക്കെ കടന്നെത്താൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഇനി അല്ല എങ്കിൽ കമ്പനികളിലൊക്കെ ഡിമാൻഡ് സപ്ലൈ അനലിസ്റ്റ് പോലെയുള്ള
സാധ്യതകളുണ്ട്. ആ മേഖലയിലേക്ക് വരാം. ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പോകാം. അവിടേക്ക് എക്കണോമിക്സ് കഴിഞ്ഞവർക്ക് സാധ്യതയുണ്ട്. അതേപോലെ തന്നെ കൂട്ടിച്ചേർക്കാനുള്ളത് എക്കണോമിക്സ് സെക്കൻഡ് ഇയർ പഠിക്കുന്ന കുട്ടിയാണ്. തീർച്ചയായും സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ നടത്തുന്ന CG കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാം, അതിലൂടെ നിങ്ങൾക്ക് സ്റ്റാറ്റീഷ്യൻ ആയിട്ടും അതേപോലെ തന്നെ എക്കണോമിക്സ് ആയിട്ടൊക്കെ ധാരാളം അവസര സാധ്യതകൾ. തീർച്ചയായിട്ടും ഇപ്പൊ സെക്കൻഡ് ഇയർ പഠിക്കുന്ന കുട്ടി എന്നുള്ള നിലയ്ക്ക് CGL പരീക്ഷ നിങ്ങൾക്ക് നല്ലൊരു ചാൻസ് ആണ്. ഇഷ്ടംപോലെ സാധ്യതകളുള്ള ഒരു മേഖല. എക്കണോമിക്സ് അല്ലാത്ത മറ്റ് ഏരിയയിൽ പോവാം ഡിഗ്രി എന്നുള്ള നിലയ്ക്ക്. ഓക്കെ. മറ്റൊന്ന് ബിഫാമിന് സ്കോപ്പ് അല്ല, ബിഫാമിന് സ്കോപ്പ് ഉണ്ടോ എന്നുള്ളതാണ്. ബിഫാമിന് ഇപ്പോഴും സ്കോപ്പ് ഉണ്ട്. ബിഫാമിന് സ്കോപ്പ് ഒന്നും കുറഞ്ഞിട്ടൊന്നുമില്ല. ബിഫാം കഴിഞ്ഞിട്ട് കുറച്ചുകൂടി റിസർച്ച് മേഖലയിലേക്ക് പോവുകയാണെങ്കിൽ, മെഡിസിനുമായി ബന്ധപ്പെട്ടുള്ള റിസർച്ച് മേഖലയിലേക്ക് പോവുകയാണെങ്കിൽ നല്ല സ്കോപ്പ് ആയിരിക്കും. ബിഫാമിന്റെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻട്രൻസ് എക്സാം ബിഫാമിനായിട്ട് നടത്തുന്നില്ല. എഞ്ചിനീയറിംഗിന് നടന്ന പ്രവേശന പരീക്ഷയുടെ ഫസ്റ്റ് പേപ്പറായ ഫിസിക്സ് കെമിസ്ട്രി ആണ് ബിഫാമിന് കൺസിഡർ ചെയ്യുന്നത്. അതിൽ കൂടുതലും കെമിസ്ട്രി ഓറിയന്റഡ് ആയിട്ടാണ് വരുന്നത്. അതാണ് ബിഫാമുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത്. പിന്നെ ആയോ? ഇല്ല, ഇനിയും അത് കഴിഞ്ഞു. +1 അലോട്ട്മെന്റ് ബോണസ് പോയിന്റ് ഡീറ്റെയിൽസ് പറയുമ്പോൾ ലിറ്റിൽ കൈറ്റ്സ് ക്ലബ്ബ് ബോണസ് പോയിന്റിൽ വരുന്നുണ്ടോ? നിലവിൽ ലിറ്റിൽ കൈറ്റ്സിന്റെ കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഞങ്ങളുടെ ഹയർ സെക്കൻഡറി ഡിപ്പാർട്ട്മെന്റിലെ കോർ റിസോഴ്സ് പേഴ്സൺസിന്റെ സൂം മീറ്റിംഗ് നടന്നിട്ടുണ്ടായിരുന്നു. അതിൽ ലിറ്റിൽ കൈറ്റ്സിന് ക്ലബിന് ബോണസ് പോയിന്റ് കൊടുക്കുന്ന കാര്യം പറഞ്ഞിട്ടില്ല. പക്ഷേ ഇനി നോട്ടിഫിക്കേഷൻ വരുമ്പോഴേ അതിന്റെ ചർച്ച നടക്കുന്നേ ഉള്ളൂ. നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് അറിയിക്കുന്നതായിരിക്കും. നേരത്തെ ഞാൻ +1 പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ വർഷം പേയ്മെന്റ് അടക്കം ഓൺലൈൻ പേയ്മെന്റിലേക്കാണ്. കഴിഞ്ഞ വർഷം നമ്മൾ 25 രൂപ സ്കൂളിൽ കൊണ്ടുകൊടുക്കുന്നതാണ്. ആ രീതി മാറിയിട്ടുണ്ട് ഈ വർഷം മുതൽ. ബോണസ് പോയിന്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ ഡോക്യുമെന്റ്സിന്റെ സർട്ടിഫിക്കറ്റ്സിന്റെ സപ്പോർട്ടിംഗ് കോപ്പീസ് സ്കൂളിൽ വെച്ചിരിക്കുന്ന ബോക്സിൽ നിക്ഷേപിക്കണം എന്നുള്ള രീതിയിലാണ് COVID-19 പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് ഈ വർഷം പോകുന്നത്. ബിഫാമിന് എൻട്രൻസ് എക്സാം ഉണ്ടോ എന്നാണ്. അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. കീമിന്റെ ഫസ്റ്റ് പേപ്പർ എഴുതണം, ഫിസിക്സ് കെമിസ്ട്രി എന്നുള്ളത്. ഫാം ഡിയുടെ എൻട്രൻസ് ബേസ്ഡ് ആണോ എന്നുള്ളത് രമേശ് സാർ പറഞ്ഞു. അത് ഫാം ഡി എൻട്രൻസ് ബേസ് അഡ്മിഷൻ ഇല്ല. ഫാം ഡിക്ക് എൻട്രൻസിന്റെ ആവശ്യമില്ല. ഫാം ഡി നിങ്ങളുടെ +2 മാർക്ക് ബേസ് ചെയ്തിട്ടാണ് വരുന്നത്. കോളേജുകൾ നേരിട്ട് അഡ്മിഷൻ നടത്തുന്നതാണ്. ഫാം ഡി +2 മാർക്കാണ് പരിഗണിക്കുക. കേരളത്തില് സെൽഫ് ഫൈനാൻസിങ് മാത്രമേ ഉള്ളൂ. നേരത്തെ പരിഹാരത്ത് സെൽഫ് ഫൈനാൻസിങ് ആയ സമയത്ത് ഫാം ഡി ഉണ്ടായിരുന്നു. പിന്നെ സർക്കാർ ഏറ്റെടുത്ത സമയത്ത് പിന്നെ ആ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഗവൺമെന്റ് സെക്ടറിൽ ഫാം ഡി കോഴ്സ് ഇല്ല. പിന്നെ മറ്റൊന്ന്, മൈക്രോബയോളജി പഠിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും സാധ്യത ഉണ്ടോ എന്നാണ്. മൈക്രോബയോളജി നേരത്തെ സൂചിപ്പിച്ചു, റിസർച്ച് ഓറിയന്റഡ് ആണെങ്കിൽ സാധ്യതയുണ്ട്. നിങ്ങൾ ഡിഗ്രിയിൽ ഒതുക്കരുത്, MSc മൈക്രോബയോളജിയിൽ ഒതുക്കരുത്. അത് PG നേരത്തെ പറഞ്ഞിരിക്കുന്ന മെഡിക്കൽ മൈക്രോബയോളജി എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു വേർഷനാണ്. മെഡിക്കൽ മൈക്രോബയോളജിയിൽ PG സ്പെഷ്യലൈസ് ചെയ്യുകയാണെങ്കിൽ കുറെ കൂടി ക്ലിനിക്കുകളിലെ ചീഫ് പോസ്റ്റിൽ ഇരിക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ സൈക്കോളജിക്ക് അഡ്മിഷൻ കിട്ടാൻ ഏകദേശം എത്ര % വേണം? BSc സൈക്കോളജി എന്നുള്ളതിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റിക്ക് ആകെ നമുക്കിപ്പോൾ വിറാസിലാണ്, സെൽഫ് ഫൈനാൻസിങ്ങിലാണ് BSc സൈക്കോളജി ഉള്ളത്. അവിടെ ഒരു 88-90% ഒക്കെ ഉണ്ടെങ്കിൽ BSc സൈക്കോളജിക്ക് അഡ്മിഷൻ കിട്ടും. പിന്നെ കോളേജിലേക്ക് അഡ്മിഷൻ പ്രോസസ്സ് എങ്ങനെയാണ് COVID-19 സിറ്റുവേഷന്റെ അടിസ്ഥാനത്തിൽ? കോളേജുകളിൽ ഇപ്പം വരും. കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ സിംഗിൾ വിൻഡോ, ഹയർ സെക്കൻഡറിയുടെ സിംഗിൾ വിൻഡോ പറയുന്നത് പോലെ തന്നെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ സിംഗിൾ വിൻഡോ വഴി സെൻട്രലൈസ്ഡ് അലോട്ട്മെന്റ് പ്രോസസ്സ് വരും. ആ സമയത്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഏകദേശം 20 കോഴ്സുകളിലേക്കുള്ള ഓപ്ഷൻസ് നിങ്ങൾക്ക് നൽകാവുന്നതാണ്. ഓൺലൈൻ പേയ്മെന്റ് തന്നെയാണ്. എന്തായാലും അഡ്മിഷൻ പ്രോസസ് ആയിട്ട് തന്നെ മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. അപ്പൊ അതിൽ സൂചിപ്പിക്കാനുള്ളത്, ഓട്ടോണമസ് കോളേജുകളുടെ ഡിഗ്രി അഡ്മിഷൻ ആരംഭിച്ചു കഴിഞ്ഞു. ഇപ്പൊ ഫസ്റ്റ് കോളേജിന്റെ ഡേറ്റ് കഴിഞ്ഞതാണ് എനിക്ക് തോന്നുന്നത്. 20-ാം തീയതി. പിന്നെ മറ്റ് ദേവഗിരി കോളേജ്, അതേപോലെ കേരളത്തിലുള്ള കുറെ 19 ഓട്ടോണമസ് കോളേജുകളുണ്ട്. അതിലേക്ക് അഡ്മിഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓൺലൈനായിട്ട് അതാത് കോളേജുകളുടെ സൈറ്റിൽ കയറിയിട്ട് അപേക്ഷിക്കാവുന്നതാണ്. ഫാം ഡി സെൽഫ് ഫൈനാൻസിൽ എത്ര ഫീസ് വരുന്നതാണ്? ഏകദേശം 13-15 ലക്ഷത്തിന്റെ ഇടയിൽ വരും. നമുക്കിവിടെ പഴയങ്ങാടി ക്രസന്റ് കോളേജിലാണ് ഫാം ഡി ഉള്ളത് അടുത്ത്. പിന്നെ BCA വരും. അതെ. BCA അഡ്മിഷൻ കണ്ണൂരിൽ ഏത് കോളേജിലാണ് ഉള്ളത്? കണ്ണൂര് ഗവൺമെന്റ് കോളേജില്, കണ്ണൂർ യൂണിവേഴ്സിറ്റി കീഴിൽ ഒറ്റ കോളേജേ ഉള്ളൂ ഗവൺമെന്റ്. അത് ഗവൺമെന്റ് കോളേജ് തലശ്ശേരി ചുക്ലിയിലാണ് വർക്ക് ചെയ്യുന്നത്. അവിടെ പിന്നെ സെൽഫ് ഫൈനാൻസിംഗ് കോളേജിൽ
ഒരു പ്രധാനപ്പെട്ട കോളേജുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ കണ്ണൂരാണെങ്കിൽ നെഹർ കോളേജ് ഉണ്ട് കാഞ്ഞി റോഡ്, അവിടെ BSc ഉണ്ട്. പിന്നെ പാല ഒരു കോളേജ് ഉണ്ടല്ലോ, അവിടെ ഉണ്ട്. കണ്ണൂർ പരിസരത്തുള്ള ചില സെൽഫ് ഫൈനാൻസിങ് കോളേജുകളൊക്കെ ഉണ്ട്. പിന്നെ ഇക്സാന ഇസ്മായിൽ സ്കോളർഷിപ്പിനെ കുറിച്ചിട്ട് പറയുമെന്നുള്ളതാണ്. ഏത് സ്കോളർഷിപ്പാന്ന് മനസ്സിലായിട്ടില്ല. 10ാം ക്ലാസ് വരെയുള്ളവർക്ക് പ്രീ മെട്രിക് ആണ്, 10ന് ശേഷം വരുമ്പോൾ പോസ്റ്റ് മെട്രിക് ആണ്. ഇപ്പോൾ ഒരുവിധ എല്ലാ സ്കോളർഷിപ്പുകളും സെൻട്രലിന് കീഴിൽ വരികയാണെങ്കിൽ scholarship.gov.in എന്നുള്ള വെബ്സൈറ്റിലേക്ക് മാറിയിട്ടുണ്ട്. നമ്മുടെ നേരത്തെ പറഞ്ഞിരിക്കുന്ന സെൻട്രൽ പെൺകുട്ടികൾക്കായിട്ടുള്ള സ്കോളർഷിപ്പ് ആയാൽ പോലും ആ രീതിയിൽ തന്നെയാണ് മാറിയിരിക്കുന്നത്. കേരളത്തിലേക്ക് വരികയാണെങ്കിൽ ഗ്രാൻസ് എന്നുള്ളതിലാണ് സ്കോളർഷിപ്പ് നൽകുന്നത്. ഏത് സ്കോളർഷിപ്പാണ്? ആഫ്റ്റർ +2 ആണ്. +2ന് ശേഷം വരുന്ന സ്കോളർഷിപ്പുകൾ. റമീസ് സാർ, +2ന് വരുന്ന സ്കോളർഷിപ്പുകൾ ഒന്ന് ഏതൊക്കെയാണുള്ളത്? നിങ്ങൾ കേരള സർക്കാരിന്റെ ഇപ്പോൾ തന്നെ മൈനോറിറ്റി വിഭാഗത്തിന് +2ന് ശേഷം പ്രൊഫഷണൽ കോഴ്സുകൾ പഠിക്കുകയാണെങ്കിലും പ്രൊഫഷണൽ കോഴ്സുകൾക്ക് പഠിക്കുന്നതിനുള്ള സ്കോളർഷിപ്പ് കേന്ദ്ര ഗവൺമെന്റിന്റെ. അതേപോലെ തന്നെ മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് ഉണ്ട്. പിന്നെ നിങ്ങൾ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പഠിക്കുകയാണെങ്കിൽ IIT, NI അങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് അതിന്റെ ഫുൾ പെയ്ഡ് രൂപത്തിലുള്ള സ്കോളർഷിപ്പുകളുണ്ട്. അപ്പൊ അത്തരം സ്കോളർഷിപ്പുകളെ കുറിച്ച് അറിയണമെങ്കിൽ നിങ്ങൾ നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടൽ NSP ആ സൈറ്റിലൊന്ന് കയറുക. പിന്നെ അതുപോലെ തന്നെ കേരള ഗവൺമെന്റിന്റെ സ്കോളർഷിപ്പിനെ കുറിച്ച് അറിയണമെങ്കിൽ DCE എന്നുള്ള സൈറ്റിൽ കയറുക. ഡയറക്ടറേറ്റ് ഓഫ് കോളേജിയറ്റ് എഡ്യൂക്കേഷൻ, DCE. കേരള ഗവൺമെന്റ് എല്ലാ സ്കോളർഷിപ്പുകളെ കുറിച്ച് അറിയാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ കേരളത്തിലെ മൈനോറിറ്റി വെൽഫെയർ കൊടുക്കുന്ന കുറെ സ്കോളർഷിപ്പുകളുണ്ട്. അപ്പൊ അത് അറിയണമെങ്കിൽ മൈനോറിറ്റി വെൽഫെയർ കേരള എന്നുള്ള സൈറ്റിൽ കയറി കഴിഞ്ഞാൽ അതും കിട്ടും. ഓക്കെ. ഇനി അടുത്തൊന്ന് BA സൈക്കോളജി ആണോ BSc സൈക്കോളജി ആണോ നല്ലതെന്നാണ്. BSc സൈക്കോളജി ആണ് കുറച്ചുകൂടി നല്ലത്. കുറച്ചുകൂടി ഡെപ്തിൽ പോകണമെന്നുണ്ടെങ്കിൽ BSc സൈക്കോളജി ആയിരിക്കും അഭികാമ്യമായിട്ട് വരിക. പിന്നെ മെർച്ചന്റ് നേവി ആവാൻ എന്താണ് വേണ്ടത്? ഇപ്പോൾ എന്ത് കഴിഞ്ഞു? മെർച്ചന്റ് നേവിയിലേക്ക് നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നേവൽ അക്കാഡമിയിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണെങ്കിൽ ആൺകുട്ടിയാണെങ്കിൽ ഇർഫാൻ ഇസ്മായിലാണ് ചോദിച്ചിരിക്കുന്നത്. ആൺകുട്ടികൾക്ക് +2 സയൻസ് പഠിച്ച് അതോടൊപ്പം തന്നെ JEE മെയിൻ മതി, അഡ്വാൻസ്ഡ് വേണമെന്നില്ല. JEE മെയിൻ കഴിഞ്ഞിട്ട് നമ്മുടെ നേവൽ അക്കാഡമി വിളിക്കുന്ന സമയത്ത് അപ്ലൈ ചെയ്യാം. ഇനി അതല്ലെങ്കിൽ IMU ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റി ചെന്നൈ ബേസ്ഡ് ആണ്. നമുക്ക് കൊച്ചിയിലടക്കം ചാപ്റ്റർ ഉണ്ട്. അവിടെ മെറൈൻ എഞ്ചിനീയറിംഗ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള കോഴ്സുകളുണ്ട്. കുസാറ്റ്ലി കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ മെറൈൻ എഞ്ചിനീയറിംഗുമായിട്ട് ബന്ധപ്പെട്ടുള്ള കോഴ്സുകളുണ്ട്. മറ്റൊന്ന് പാരാമെഡിക്കൽ കോഴ്സിന് എൻട്രൻസ് ഉണ്ടോ എന്നാണ്. നേരത്തെ പറഞ്ഞു പാരാമെഡിക്കൽ കോഴ്സിന് BPharmനാണ് കേരളത്തിൽ. ഇത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട്. കേരളത്തിൽ BPharmനാണ് എഞ്ചിനീയറിംഗിന്റെ ഫസ്റ്റ് പേപ്പർ എൻട്രൻസ് എക്സാം ആയിട്ട് കണക്കാക്കുന്നത്. മറ്റെല്ലാം +2 മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ്. മറ്റൊന്ന് റമീസ് സാർ, ഓട്ടോണമസ് കോളേജും ഗവൺമെന്റ് കോളേജും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത്? ഓട്ടോണമസ് കോളേജ് സ്വയം കാര്യങ്ങളൊക്കെ ടിക്കറ്റുകൾ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഓട്ടോണമസ് ആണ്. ഇപ്പം തന്നെ യൂണിവേഴ്സിറ്റിയിൽ കീഴിലുള്ള മറ്റു കോളേജുകളിലൊക്കെ അഡ്മിഷൻ തുടങ്ങിയിട്ടില്ല. അതേസമയത്ത് ഫറൂഖ് കോളേജ് പോലെയുള്ള ഓട്ടോണമസ് കോളേജുകൾക്ക് അഡ്മിഷൻ പ്രോസസ്സ് ആരംഭിച്ചു കഴിഞ്ഞു. അപ്പം അങ്ങനെയുള്ള ചില അഡ്മിനിസ്ട്രേഷനിലുള്ള ചില വ്യത്യാസങ്ങൾ ഉണ്ടാവും. പിന്നെ എല്ലാ ഇതും ഒരുപോലെ തന്നെയാണ്. പിന്നെ അതിന്റെ പിന്നെ തുല്യതയൊക്കെ സെയിമാണ്, സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ. പിന്നെ കുറച്ചുകൂടി നല്ല സൗകര്യങ്ങളും നിലവാരമുള്ള കോളേജുകളെയാണ് സാധാരണഗതിയിൽ ഓട്ടോണമസ് കോളേജാക്കി മാറ്റുക. ഓക്കെ. ആഫ്റ്റർ MBBS എത്ര ഇയർ ആണ് MD? MD 3 വർഷത്തെ കോഴ്സാണ്. MD MS ഒക്കെ MBBSന് ശേഷം 3 വർഷത്തെ കോഴ്സാണ്. പിന്നെ PG ഡിപ്ലോമ കോഴ്സുകൾ ഉണ്ടെങ്കിൽ 2 വർഷം മതി. പിന്നെ 1 വർഷം അതിന്റെ പിന്നെ പ്രാക്ടീസും ഉണ്ടാവും. BSc സൈക്കോളജി കണ്ണൂരിൽ നേരത്തെ പറഞ്ഞു, അത് നമ്മുടെ സെൽഫ് ഫൈനാൻസിങ്ങിലാണുള്ളത്. വിറാസ് കോളേജ് ഇവിടെ പരിയാരം വിളയാങ്കോടാണ് സെൽഫ് ഫൈനാൻസിങ്ങിൽ BSc സൈക്കോളജി ഉള്ളത്. നമ്മുടെ സമയം കഴിഞ്ഞു അല്ലെ? 12:10. ഏതായാലും നമുക്ക് അവസാനിപ്പിക്കാം. ഉച്ചക്കനി വേറൊരു സെഷനും കൂടി ഉള്ളതാണ്. പിന്നെ കോമേഴ്സ് എടുത്തതിന് ശേഷം സൈക്കോളജി എടുത്ത് പഠിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. ഏത് ഗ്രാജുവേഷൻ കഴിഞ്ഞു കഴിഞ്ഞാലും MA സൈക്കോളജി എനി ഗ്രാജുവേറ്റ്സ് ആണ്. എല്ലാ ഗ്രാജുവേറ്റ്സിനും MA സൈക്കോളജി ചെയ്യാം. പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ചെയ്യാം. ഇനി സംശയം ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് ഇവിടെ സ്റ്റഡി ലോണിനെ പറ്റി പറയുന്നതാണ് റമീസ് സാർ.
സ്റ്റഡി ലോണിനെ പറ്റി പറയാന്ന് വെച്ചാൽ ഇപ്പൊ നിങ്ങളിപ്പോ ഏത് സ്ഥാപനത്തിലാണോ അഡ്മിഷൻ എടുക്കുന്നത്, ആ അഡ്മിഷൻ എടുത്തതിന് ശേഷം അവിടുത്തെ സർട്ടിഫിക്കറ്റുകളുമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട നാഷണലൈസ്ഡ് ബാങ്കുകളിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്പോൾ അതിന്റെ കുറെ കണ്ടീഷൻസ് ക്രൈറ്റീരിയാസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അത് പാലിക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ലോൺ കിട്ടും. ഓക്കെ സർ, സഹീർ സർ നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാന്ന് തോന്നുന്നു. നമ്മൾക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. അപ്പോ പിന്നെ വളരെ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള 2 മണിക്കൂറാണ് നിങ്ങൾ നമ്മുടെ സീഡിന് വേണ്ടിയിട്ട് ചെലവഴിച്ചത്. അതിൽ ആദ്യമായിട്ട് ഞാൻ നിങ്ങളുടെ രണ്ടുപേരെ അഭിനന്ദിക്കുകയാണ്. നമ്മള് അവസാനമായിട്ട് പിന്നെ ഒരു ചെറിയ വോട്ട് ഓഫ് താങ്ക്സ് ഉണ്ട്. അതിനുവേണ്ടി ഞാൻ നമ്മുടെ സീഡിന്റെ ഇസ്മായിൽ സാഹിബിനെ ക്ഷണിക്കുകയാണ്. സീഡ് കക്കാടിന്റെ സപ്പോർട്ട് ഫോർ എഡ്യൂക്കേഷൻ എംപവർമെന്റ് ആൻഡ് ഡെവലപ്മെന്റിന്റെ കരിയർ ഗൈഡൻസ് ക്ലാസ് ആണ് നടന്നത്. കഴിഞ്ഞ വർഷം ഏപ്രിലിൽ രൂപീകൃതമായ സീഡ് കക്കാട് VP മഹമ്മൂദ് ഹാജി ഹയർ സെക്കൻഡറി സ്കൂളിൽ കഴിഞ്ഞ വർഷം 250ഓളം കുട്ടികളെ പങ്കെടുപ്പിച്ചിട്ടുള്ള കണ്ണൂർ ജില്ലയിൽ തന്നെ വിപുലമായ ഒരു കരിയർ ഗൈഡൻസ് ക്ലാസ് സംഘടിപ്പിക്കുകയുണ്ടായി. അപ്പൊ അതിനുശേഷം കോവിഡ് പശ്ചാത്തലത്തിലാണ് ഈ ഓൺലൈൻ കരിയർ ഗൈഡൻസ് ക്ലാസ് വെബിനാർ സംഘടിപ്പിച്ചത്. ആ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ച സീഡ് ചെയർമാൻ വിമൻസ് കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസറുമായ ഡോക്ടർ സഹീർ VCക്ക് സീഡിന്റെ പേരിൽ നന്ദി പറയും. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ മാതൃസംഘടനയായ UAE കക്കാട് മാലിന്യ കൂട്ടായ്മയുടെ കരുത്തനായ പ്രസിഡന്റും ജോൺസൺ കൺട്രോൾ ഇന്റർനാഷണൽ ദുബായ് ഫൈനാൻസ് മാനേജറുമായ മുഹമ്മദ് ഇസ്മായിൽ VC ആണ്. അദ്ദേഹത്തിന് സീഡിന്റെ പ്രദർശനം. ക്ലാസ് എടുത്തത് സിജിയുടെ 2 പ്രഗത്ഭരായ ട്രെയിനർമാരായ റമീസ് പാറാൽ, അഷിദ് പുഴക്കൽ. അവർ രണ്ടുപേരും നിങ്ങൾക്ക് കരിയർ ഗൈഡൻസിന്റെ വാതായനങ്ങൾ തുറന്നിട്ടു. അതിന് സീഡിന്റെ ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തും. സ്വാഗതം പറഞ്ഞ സീഡ് കൺവീനർ നിഷാദ്, നമ്മുടെ നേരത്തെ വരാമെന്ന് ഏറ്റിട്ട് എത്താൻ അതിരുന്ന സീഡ് ഗ്ലോബൽ ചെയർമാൻ അബ്ദുസലാം ഓലയാട്ട്, എല്ലാവർക്കും സീഡിന്റെ പേരിൽ കൃതജ്ഞത രേഖപ്പെടുത്തും. താങ്ക് യു താങ്ക് യു ഓൾ. നമ്മൾക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം അല്ലേ? ഓക്കെ സർ.